അപ്പം നമുക്ക് ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് അറിയാം, ബേസിക്കലി നോട്ട് മേക്കിങ്ങും പിന്നെ നമ്മൾ യു പി എസ് സി പ്രിപ്പറേഷന് വരുന്ന കുറച്ച് കോമൺ മിസ്റ്റേക്സ് ഉണ്ട്. നമ്മളത് അത്തരം മിസ്റ്റേക്സ് വരാതിരുന്ന നമുക്ക് എളുപ്പത്തിൽ തന്നെ യു പി എസ് സി എക്സാം പെട്ടെന്ന് ക്രാക്ക് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ യു പി എസ് സി ക്രാക്ക് ചെയ്യാം. അപ്പം അങ്ങനത്തെ കുറച്ച് കോമൺ മിസ്റ്റേക്സിനെ പറ്റിയും പിന്നെ നിങ്ങൾക്ക് കുറച്ച് ഇന്ററാക്റ്റീവ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഒരു ഇന്ററാക്റ്റീവ് സെഷനും കൂടെ ചേർന്നാണ് ഇന്നത്തെ ക്ലാസ്. ഞാൻ ഫസ്റ്റ് നോട്ട് മേക്കിങ്ങിലേക്ക് വരാം. അപ്പോൾ ഈ നോട്ട് മേക്കിംഗ് ചെയ്യുമ്പോഴേക്കും എല്ലാവരും വരുന്ന കോമൺ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നോട്ട് സിലബസ് ബേസ്ഡ് അല്ലാതെ ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക് അതായിരുന്നു. എനിക്ക് ഒരുപാട് നോട്ട്സ് ഉണ്ടായിരുന്നു, ഒരു ബൾക്കി ആയിട്ട് കുറേ അധികം കയ്യിലുണ്ടായിരുന്നു. ഞാൻ ചെയ്ത മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ സിലബസ് ബേസ്ഡ് ആയിട്ടല്ല നോട്ട് പ്രിപ്പയർ ചെയ്തത്. ഞാനൊരു പുസ്തകം വായിക്കും, എന്നിട്ട് ആ പുസ്തകത്തിന് നോട്ട് ഉണ്ടാക്കി വയ്ക്കുമായിരുന്നു. പിന്നീട് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ യു പി എസ് സി പ്രിപ്പറേഷനിലെ ഏറ്റവും എസെൻഷ്യൽ എന്ന് പറയുന്നത് സിലബസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ബേസ് ചെയ്താണ് നോട്ട് ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ യൂസ് ചെയ്തത് മെയിൻസിന്റെ സിലബസ് എടുത്തു. മെയിൻസിന്റെ സിലബസിൽ GS1 എന്ന് പറഞ്ഞ ഒരു പേപ്പർ ഉണ്ട്. അപ്പൊ GS1 ഹിസ്റ്ററി, ജോഗ്രഫി, ഇന്ത്യൻ സൊസൈറ്റി, ഇങ്ങനെ ടോപ്പിക്സ് ഉണ്ട്. ഈ ഓരോ ടോപ്പിക്സ് എടുത്തിട്ട് ഓരോ ടോപ്പിക്സിന് കുറെ കീ ടേംസ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്കുവാണെങ്കിൽ ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറഞ്ഞ GS1 പേപ്പർ നിങ്ങൾക്ക് കാണാം. ഞാൻ മെയിൻസിന്റെ സിലബസ് പറയുന്നത്, മെയിൻസിന്റെ സിലബസിൽ ആർട്ട് ആൻഡ് കൾച്ചർ എന്നൊരു ടോപ്പിക് ഉണ്ട്. ഈ ആർട്ട് ആൻഡ് കൾച്ചർ എന്ന ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുന്ന കുറച്ചധികം കാര്യങ്ങളെ കീ ടേംസ് ഉണ്ട്. എന്തൊക്കെയാണ് പഠിക്കുന്നത്, നമ്മുടെ ആർക്കിടെക്ചറിനെ പറ്റി പഠിക്കുന്നുണ്ട്. ആ ഓരോ കീ ടേംസ് എടുത്തിട്ട് വേണം നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യാൻ. അങ്ങനെ ചെയ്ത ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ നല്ല ഓർഡറിൽ പഠിക്കാൻ പറ്റും, സിസ്റ്റമാറ്റിക് ആയിട്ട്. പിന്നെ അടുത്തൊരു പ്രശ്നം ഞാൻ നോട്ട് മേക്ക് ചെയ്തപ്പോൾ ഉണ്ടായെന്ന് പറഞ്ഞാൽ എൻ്റെ നോട്ട് ഞാൻ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യില്ലായിരുന്നു. അപ്പം നിങ്ങളൊരു നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം, നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ടൈം റിവൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു നോട്ടായിരിക്കണം. ഇപ്പം നിങ്ങളുടെ നോട്ട് വെറുതെ ഉണ്ടാക്കി വെച്ച് മാറ്റി വയ്ക്കാനുള്ളതായിരിക്കരുത്. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ടൈം റിവൈസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്ഫുൾ ആവുന്ന നോട്ടായിരിക്കണം. പിന്നെ നിങ്ങൾക്ക് നോട്ട് ഓരോ തവണയും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റണം. ഒരുപാട് ആസ്പിരൻസ് കാണിക്കുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യും, പക്ഷെ അത് അപ്ഡേറ്റ് ചെയ്യില്ല. അപ്ഡേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്കിപ്പം എല്ലാവരും പെർഫെക്റ്റ് നോട്ടിന് വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഒരുപാട് നോട്ട് മേക്ക് ചെയ്യാൻ സമയം എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഒരു നോട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന വിചാരിക്കുക. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ വേൾഡ് ഹിസ്റ്ററിക്ക് വേണ്ടി ഒരു നോട്ട് പ്രിപ്പയർ ചെയ്തു. ഒരു ടെസ്റ്റ് സീരീസ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എൻ്റെ നോട്ട് അത്ര പോരാ. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, എൻ്റെ നോട്ട് അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങളിപ്പോൾ ഒരു പേപ്പറിലാണ് നിങ്ങളുടെ നോട്ട് തയ്യാറാക്കുന്നത്, ഒരു A4 സൈസ് പേപ്പറിലാണ് നോട്ട് തയ്യാറാക്കുന്നതെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ടെസ്റ്റ് സീരീസ് കഴിഞ്ഞപ്പോൾ മനസ്സിലായി നിങ്ങളുടെ കയ്യിലില്ലാത്ത കുറേ അധികം പോയിന്റ് ആ ടെസ്റ്റ് സീരീസിന് കിട്ടിയെന്ന്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ പോയിന്റ്സ് കൂടെ ആ ടെസ്റ്റ് സീരീസിൽ നിന്ന് നിങ്ങളുടെ നോട്ടിലേക്ക് ആഡ് ചെയ്യാം. അത്തരത്തിൽ റെഗുലർലി നോട്ട് അപ്ഡേറ്റ് ചെയ്യണം. നമുക്കൊരു പെർഫെക്റ്റ് നോട്ട് എന്നൊരു കണ്ടീഷൻ ഇല്ല ശരിക്കും. നമ്മൾ ഓരോ ടെസ്റ്റ് സീരീസ് കഴിയുമ്പോഴും മറ്റും ഇത്തരത്തിലുള്ള മാറ്റം വരുത്തിക്കൊണ്ടിരിക്കണം. അത് ഞാൻ എപ്പോഴും കറണ്ട് അഫേഴ്സ് നിങ്ങളുടെ നോട്ടിലേക്ക് എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പലപ്പോഴും ഡൗട്ട്സ് ആണ്. അവിടെയാണ് ഞാൻ ഈ നോട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറയുന്നത്. പിന്നെ നമുക്ക് രണ്ട് രീതിയിൽ നോട്ട് പ്രിപ്പയർ ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് മാനുവലായിട്ട് നമ്മുടെ പേനയും പേപ്പർ മെസ്സുള്ള പരിപാടിയും ചെയ്യുന്നവരുണ്ട്, ഡിജിറ്റലായിട്ട് നോട്ട് മേക്ക് ചെയ്യുന്നവരുണ്ട്. രണ്ടും നമുക്ക് ഫൈനാണ്. ബേസിക്കലി ഡിജിറ്റലി ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കൺവീനിയന്റ് ആവുന്ന പറഞ്ഞാൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും. പക്ഷെ കുഴപ്പമില്ല, നോർമലി സോഫ്റ്റ് കോപ്പിയിലും ഹാർഡായാലും നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം എന്ന് മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നോട്ട് മേക്കിങ്ങിൽ. പിന്നെ കറണ്ട് അഫേഴ്സ് വരുന്ന സമയത്തേക്ക് നിങ്ങൾ വെറുതെ കറണ്ട് അഫേഴ്സ് മാത്രമായിട്ട് ഒരു ബുക്കിലേക്ക് എഴുതി വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ്. കാരണം നിങ്ങൾ പഠിക്കുന്ന ഇപ്പം വിമണുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുതിയ കറണ്ട് അഫേഴ്സ്, എന്തെങ്കിലും ഒരു സ്കീംസോ എന്തെങ്കിലും പുതിയ ഡാറ്റ വരിക, വിമൺ എന്ന് പറഞ്ഞ പോർഷൻ വരുന്നത് സോഷ്യൽ ജസ്റ്റിസിൽ ഒരു പോർഷനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വൾണറബിൾ സെക്ഷൻ എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ആ വൾണറബിൾ സെക്ഷൻ്റെ നോട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വിമണിനെ പറ്റി എന്തെങ്കിലും ഡാറ്റ വന്നാൽ നിങ്ങൾ ആഡ് ചെയ്യേണ്ടത് ആ നോട്ടിലേക്കാണ്. അപ്പോൾ നിങ്ങളുടെ നോട്ട് മേക്കിംഗ് എഫിഷ്യൻ്റ് ആയിരിക്കും. സോ നിങ്ങൾക്ക് നോട്ട് മേക്സിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് ചോദിക്കാമോ? നിങ്ങൾക്ക് നിങ്ങളുടെ ഓഡിയോ ഓൺ ആക്കിയ ശേഷം ഒന്ന് ചോദിക്കാമോ നോട്ട് മേക്കിങ്ങിന് എന്തെങ്കിലും ഡൗട്ട്സ്? പ്രൈമറി ആയിട്ടുള്ള കാര്യം നിങ്ങൾ സിലബസ് അനുസരിച്ച് നോക്കണം എന്നുള്ളതാണ്. ചോദിക്കാം. ഓക്കെ, പറഞ്ഞോളൂ. ഓക്കെ, ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞ നോട്ട് ഉണ്ടാക്കുന്നത് നല്ലതാണ്. പക്ഷെ സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് എല്ലാം വെക്കണം. ഇപ്പൊ സിലബസ് ഞാൻ പറഞ്ഞ പോലെ GS1 4 ടോപ്പിക് എന്താണ്, ഹിസ്റ്ററി, ആർട്ട് ആൻഡ് കൾച്ചർ വരുന്നുണ്ട്, വേൾഡ് ഹിസ്റ്ററി വരുന്നുണ്ട്, സൊസൈറ്റി വരുന്നുണ്ട്, അപ്പൊ ഈ ജോഗ്രഫി വരുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ സിലബസ് ഓർഗനൈസ്ഡ് ആണ് നോട്ട് മേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഏത് സിലബസിലെ ഏത് പോർഷൻ ആണോ അവിടേക്ക് ആഡ് ചെയ്യുന്നതാണ് കൂടുതൽ എളുപ്പം.
അത് പിന്നെ അതിന്റെ ഉപകാരം എന്ന് പറയുന്നത് നമ്മൾ ഒരു എക്സാം എഴുതുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവുള്ളൂ. ഇപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ GS3 എൻവയറമെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ എൻവയറമെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പിന്നീട് ന്യൂസിൽ നിന്ന് അപ്ഡേറ്റഡ് ആവും. പിന്നെ എക്കണോമിയായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും പുതിയ ഡാറ്റാസ് വന്നുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എക്കണോമിക്ക് ഒരു പ്രോപ്പർ നോട്ട് ഉണ്ടെങ്കിൽ ആ നോട്ടിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പൊ പലരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡിജിറ്റലായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള എളുപ്പമുണ്ട്. അപ്പം ഞാൻ എപ്പോഴും പറഞ്ഞ് സിലബസ് ഓറിയന്റഡ് ആയിട്ട് മാത്രം നോട്ട് കയ്യിലുണ്ടാവുള്ളൂ. കറണ്ട് അഫയേഴ്സ് നിങ്ങൾ എഴുതുന്ന നല്ലതാണ്. അപ്പം നിങ്ങളുടെ സിലബസ് അനുസരിച്ച് ഉണ്ടാക്കിയ നോട്ടിലേക്ക് ആഡ് ഓൺ ചെയ്താൽ കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഒരു പ്രോപ്പർ വേയിൽ പിന്നെ റിവൈസ് ചെയ്യാൻ പറ്റില്ല. ഈ നമ്മുടെ കറണ്ട് അഫയേഴ്സ് വേറൊരു സ്ഥലത്ത്, നമ്മുടെ സ്റ്റാറ്റിക് നോട്ട് വേറൊരു സ്ഥലത്ത്. അപ്പോൾ സ്റ്റാറ്റിക് നോട്ടിന്റെ ഒപ്പം ഒരു ആഡ് ഓൺ അല്ലെങ്കിൽ വാല്യൂ അഡീഷൻ ആയിട്ട് എഴുതുന്നതാണ് കൂടുതൽ നല്ലത്. നോട്ട് മേക്കിംഗ് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? പിന്നെ നോട്ട് മേക്കിംഗ് എസെൻഷ്യൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എസെൻഷ്യൽ ആണെന്ന് ഞാൻ പറയും. എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് അതാണ് ഫീൽ ചെയ്തത്. പിന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇനീഷ്യൽ റീഡിങ്ങിൽ ഒരിക്കലും നോട്ട് പ്രിപ്പയർ ചെയ്യാൻ പോകരുത്. ഇപ്പൊ ഞാൻ നമ്മളിപ്പോ ജോഗ്രഫി എന്ന് പറയുന്ന ടോപ്പിക് എടുക്കുന്നു. അപ്പൊ നമുക്ക് ഫസ്റ്റ് റീഡിങ്ങിൽ ചിലപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലായെന്ന് വരും. നമ്മൾ ഈ മനസ്സിലാകാത്ത സമയത്ത് നോട്ട് മേക്കിംഗ് പോയി കഴിഞ്ഞാൽ നമ്മൾ എല്ലാ പോയിന്റ്സും വാരി വലിച്ചെഴുതും. നോട്ട് ഭയങ്കര ബൾക്കി ആയിരിക്കും. എൻ്റെ ഒരു അനുഭവത്തിൽ നോട്ട് ഏറ്റവും കൂടുതൽ ചെറുതാവുന്നതാണ് നല്ലത്. കാരണം ഇപ്പോൾ മെയിൻസിന്റെ സമയത്ത് നമ്മൾ റിവൈസ് ചെയ്യാനൊക്കെയാണ് നോട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നോട്ട് എപ്പോഴും വളരെ ചെറുതാകാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ചെറുതാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മൾട്ടിപ്പിൾ റിവിഷന് ശേഷമാണ് നോട്ടിലേക്ക് പോകേണ്ടത്. ഇപ്പൊ നിങ്ങൾ 2-3 തവണ റിവൈസ് ചെയ്തു, ഒരു പുസ്തകം വായിച്ചു. ഇപ്പൊ നിങ്ങൾ ലക്ഷ്മികാന്ത് വായിച്ചു, ലക്ഷ്മികാന്ത് ഫസ്റ്റ് റീഡിങ് കഴിഞ്ഞു. നിങ്ങൾ രണ്ടാമത്തെ റീഡിങ്ങിലേക്ക് വരുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് കുറെ പോയിന്റ്സ് നിങ്ങൾ പഠിക്കും തന്നെ. അതിനുശേഷം ബാക്കി വരുന്ന മാത്രം നോട്ടിലേക്ക് എഴുതിയായിരിക്കും. ചിലപ്പോൾ ചില കോമൺ പോയിന്റ്സ് ഉണ്ട്, നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കുറെ കോമൺ പോയിന്റ്സ് എഴുതാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു 2-3 തവണ റിവൈസ് ചെയ്ത ശേഷം മാത്രം നോട്ട് മേക്കിങ്ങിലേക്ക് പോവുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ടോപ്പിക്കിനെ പറ്റി കൃത്യമായ ധാരണ വന്ന ശേഷം മാത്രം നോട്ട് മേക്ക് ചെയ്യാൻ പോവുക. നോട്ട് നല്ലതാണ്, പക്ഷേ സിലബസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അനുസരിച്ച് ഇല്ലാത്ത ഏതൊരു നോട്ടും നമുക്ക് പിന്നീട് യൂസ്ഫുൾ ആവുന്നത് കുറവാണ്. നമുക്ക് ഒരുപാട് സമയം വേസ്റ്റ് ആവും. നമുക്ക് മെയിൻസിന്റെ സമയം എന്ന് പറഞ്ഞാൽ 2-3 മാസം, എനിക്കൊന്ന് 2 മാസമൊക്കെയാണ് നമുക്ക് കിട്ടാവുള്ളൂ. അപ്പൊ നമ്മൾ നേരത്തെ എഴുതി വെച്ച നോട്ട് നല്ല പ്രോപ്പർ ഓർഗനൈസ്ഡ് മാനർ ആണ്. നമുക്ക് ഓരോ ടെസ്റ്റിലും അത് യൂസ് ചെയ്യാം. ഇപ്പോൾ ഓരോ ടെസ്റ്റ് കഴിയുമ്പോഴേക്കും നിങ്ങൾ ടെസ്റ്റ് സീരീസ് എഴുതുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് പുതിയ ഇൻഫർമേഷൻസ് കിട്ടും. ആ പുതിയ ഇൻഫർമേഷൻ നിങ്ങളുടെ നോട്ടിലേക്ക് ആഡ് ഓൺ ചെയ്താൽ മതി. പിന്നെ നിങ്ങളുടെ നോട്ട് പെർഫെക്റ്റ് നോട്ട് ആവില്ല, നിങ്ങൾ റെഗുലർലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതാണ് നോട്ട് മേക്കിങ്ങിലെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ബേസിക് സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം നോട്ടിന്റെ കാര്യത്തിൽ. ഓക്കെ, പറഞ്ഞോളൂ. ഓക്കെ, പറഞ്ഞുതരാം. ഞാൻ ചെയ്തെന്ന് പറഞ്ഞാൽ ഓരോ GS പേപ്പേഴ്സിനും ഞാനൊരു ഫയൽ എടുത്തു. അപ്പൊ GS1 എടുത്തപ്പോഴേക്കും അതിലുള്ള ടോപ്പിക്ക് ആർട്ട് ആൻഡ് കൾച്ചറിന്റെ നോട്ട്, അതിനുശേഷം ജോഗ്രഫിക്ക് ഒരു നോട്ട്, ഇന്ത്യൻ സൊസൈറ്റിക്ക് ഒരു നോട്ട്, വേൾഡ് ഹിസ്റ്ററിക്ക് നോട്ട്. ഞാനത് പിൻ ചെയ്ത് വെച്ചു. അതായത് ഒരു GS1 എന്ന് പറയുന്ന ഒറ്റ ഫയലിൽ ഈ 4 ടോപ്പിക്സ് ഉണ്ട്. അടുത്ത GS2 വരുന്നു. GS2 എനിക്കൊരു ഫയലുണ്ട്. അതിൽ GS2 ഇന്ത്യൻ പൊളിറ്റിക്ക് ഒരു നോട്ട്, പിന്നെ ഗവർണൻസിന് ഞാൻ പേപ്പറിലാട്ടോ എഴുതുന്നത്. ഇന്ത്യൻ ഗവർണൻസിന് ഒരു പേപ്പർ, പിന്നെ സോഷ്യൽ ജസ്റ്റിസ്, ഇന്റർനാഷണൽ റിലേഷൻസ്. അപ്പൊ എല്ലാത്തിനും സെപ്പറേറ്റ് ആയിട്ട് ഞാൻ മേക്ക് ചെയ്ത്, ഞാൻ പേപ്പറിലാണ് മേക്ക് ചെയ്തത്. അപ്പം ഒരു ഫയലും ബാക്കി ഞാൻ സെപ്പറേറ്റ് ടോപ്പിക് അനുസരിച്ച് വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ. കാരണം ഇപ്പം നിങ്ങൾ ഗവർണൻസ് എന്നൊരു പോർഷൻ എടുത്ത് അവിടെ ഗവർണൻസ് എന്ന് പറഞ്ഞൊരു കീ ടേംസ് ഉണ്ട്. നിങ്ങൾ സിലബസ് നോക്കണം. ഗവർണൻസിൽ ഗവർണൻസുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റ് എപ്പോഴും പുതിയ ഇനിഷ്യേറ്റീവ്സ് ആയിട്ട് വരും. അപ്പൊ നിങ്ങളൊരു നോട്ട് മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പുതിയ ഇനിഷ്യേറ്റീവ് നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യണമല്ലോ. അപ്പൊ നിങ്ങൾ ടോപ്പിക് വൈസ് ചെയ്ത ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതി വെച്ച നോട്ടിന്റെ കൂടെ അപ്ഡേറ്റഡ് ഇൻഫർമേഷൻ ആഡ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല എൻ്റെ ഗുണം. നിങ്ങളൊരു പരീക്ഷ എഴുതി, ഇപ്പോൾ ഒരു മെയിൻസ് എക്സാമോ ഒക്കെ എഴുതുന്ന സമയത്തേക്ക് നിങ്ങൾ നോക്കും, നിങ്ങളുടെ നോട്ട് പക്കാ ആയിട്ടിരിക്കും, കാരണം അപ്ഡേറ്റഡ് ആണ്. സോ അപ്പം ടോപ്പിക് വൈസ് ചെയ്താൽ കുറച്ചുകൂടെ നല്ലതാണ്. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചതാണ് GS1, GS2, GS3, GS4 സെപ്പറേറ്റ് ഒരു ഫയൽ എടുത്തു. എന്നിട്ട് ഈ ടോപ്പിക്സ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നോട്ട് വെക്കുന്നതാണ് നല്ലത്. ഓക്കെ ആണല്ലോ? ഓക്കെ, എനി നോട്ട് മേക്കിംഗ്, എനി ഡൗട്ട്സ്? ഓക്കെ, പറഞ്ഞോളൂ. ഓക്കെ, ഇപ്പോ 4 വർഷത്തിന് ശേഷം എക്സാം എഴുതുന്നവരെ ചോദിച്ചിട്ട് ഒരാൾ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം,
നമുക്കൊരു നോട്ട് ഇപ്പൊ പ്രിപ്പയർ തുടങ്ങാം. അപ്പൊ നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ സിലബസ് കയ്യിൽ വെച്ചോണേ, സിലബസ് കൈ വയ്ക്കാതെ നോട്ട് എഴുതി വെക്കാതെ അപ്പം ഒരു ഇൻഫർമേഷൻ നോട്ടാക്കി മാറ്റി വെക്കുന്നു. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന നോട്ട് ചിലപ്പോൾ നല്ല പെർഫെക്റ്റ് നോട്ട് ആവണമെന്നില്ല, അല്ലെങ്കിൽ ഇപ്പൊ 4 വർഷം കഴിഞ്ഞ് എക്സാം എഴുതാൻ പോകുന്ന സമയത്തേക്ക് നമ്മൾ എഴുതിയ ഇൻഫർമേഷൻസ് ഒക്കെ ഇറലവന്റ് ആയി മാറാറുണ്ട്. ഇപ്പം ചില ടോപ്പിക്സിൽ പുതിയ അപ്ഡേഷൻ വരുന്നു, അങ്ങനെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരാം ഇപ്പൊ കുറച്ച് നാളെ എഴുതാൻ പോകുമ്പോഴേക്കും. അപ്പൊ ചെയ്യേണ്ട കാര്യം റെഗുലർ ആയിട്ട് ഈ നോട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ ഇന്ന് സംഭവിക്കാത്തൊരു കാര്യം നാളെ സംഭവിച്ചാൽ നിങ്ങൾ ആ നോട്ട് അപ്ഡേറ്റ്. ഇപ്പം ചില ടോപ്പിക്സ് ഹൈലി പ്രോബിൾ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ചില സമയത്ത്. ഇപ്പം ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഇപ്പൊ ഒരുപാട് ഡിസാസ്റ്റേഴ്സ് സംഭവിക്കുന്നുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒത്തിരി കൂടെ എന്താണ് ചോദ്യം ചോദിക്കാൻ സാധ്യത കൂടുന്നു. അപ്പൊ എന്താ അടുത്ത വർഷം ചിലപ്പോൾ ഇതായിരിക്കത്തില്ല, വേറെ ഏതെങ്കിലും റെലവന്റ് ടോപ്പിക്സ് ആയിരിക്കും ചോദിക്കാൻ സാധ്യത. ഇപ്പൊ എനിക്കൊരു ഓർമ്മ വരുന്ന ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് UPSC ഇപ്പോൾ ഫ്രീക്വന്റ് ആയിട്ട് വരാറുണ്ട്. 2023 ചോദിച്ചത് ക്ലൈമറ്റ് ചേഞ്ച് ട്രോപ്പിക്കൽ കൺട്രീസിൽ അഗ്രികൾച്ചറിനെ എങ്ങനെ എഫക്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ക്ലൈമറ്റ് ചേഞ്ച് ഒരു പ്രിയോറിറ്റി ടോപ്പിക്സ് ആണ്. അപ്പൊ നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിന് ഇപ്പൊ ഇച്ചിരി ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട് പലരും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം ഉണ്ടാക്കി വെച്ചാൽ നോട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക റെഗുലർ ആയിട്ട്. നമുക്ക് ഇപ്പൊ കാണുന്ന ഇൻഫർമേഷൻസ് ആയിരിക്കും. ഇപ്പം ഇന്ത്യയുടെ ഇന്റർനാഷണൽ റിലേഷൻ എടുത്തു കഴിഞ്ഞാൽ പണ്ടുണ്ടായിരുന്ന രീതിയല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ ഇനി ഒരു 4 വർഷം കഴിഞ്ഞ് എക്സാം എഴുതാൻ പോകുമ്പോഴേക്കും ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻ ആയിരിക്കത്തില്ല ഇന്റർനാഷണൽ റിലേഷൻ അപ്പുറത്തേക്ക്. അപ്പൊ നിങ്ങൾ നോട്ട് അപ്ഡേറ്റ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. സിലബസ് അനുസരിച്ച് നോട്ട് പ്രിപ്പയർ ചെയ്യണം. സിലബസും മാത്രമല്ല ഇടയ്ക്കൊന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഒന്ന് നോക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കും, അപ്പൊ ഇങ്ങനെയൊക്കെ ചോദിച്ചു എനിക്ക് ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റും. പക്ഷെ മാറ്റം വരാം, എക്സാമിന് ചോദ്യം ചോദിക്കുന്ന രീതിക്ക് മാറ്റം വരാം. അപ്പോൾ സിലബസ് അനുസരിച്ചാണ് ചോദ്യമെങ്കിൽ ചോദ്യം ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഫ്രെയിമിംഗ് രീതി മാറാം. ശ്രദ്ധിക്കേണ്ട കാര്യം നോട്ട് പ്രിപ്പയർ ചെയ്യണം, പക്ഷെ അപ്ഡേറ്റ് ചെയ്യണം. കറണ്ട് അഫയേഴ്സ് മാത്രമല്ല, ഇപ്പം എനിക്ക് ഇന്ന് വായിക്കുന്ന രീതിയിലായിരിക്കത്തില്ല നാളെ ഞാൻ വായിക്കുമ്പോൾ ആ ടോപ്പിക്കിനെ നോക്കി കാണാൻ പോകും. നമ്മുടെ തോട്ട് പ്രോസസ് ഒക്കെ മാറും. ഇപ്പൊ എത്തിക്സിനും ഒക്കെ ആ തോട്ട് പ്രോസസ്സ് മാറേണ്ട ആവശ്യതയൊക്കെ ഉണ്ട്. അപ്പം നോട്ട് അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളൊരു ഇൻഫർമേഷൻ ആണ് എനിക്ക് തരാനുള്ളത് 4 വർഷം കഴിഞ്ഞ് എഴുതിയാലും. ഓക്കെ, ഓക്കെ. നോട്ട് മേക്കിംഗ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്താലും നമുക്ക് പ്രശ്നമില്ല. എന്നുവെച്ചാൽ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു 3-4 തവണ റീഡ് ചെയ്ത ശേഷം നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് വളരെ ഷോർട്ടായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് റീഡിംഗിൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം കൺസ്യൂം ചെയ്യും, നമ്മുടെ പുസ്തകം തീരാത്ത അവസ്ഥയ്ക്ക് വരും. നോട്ട് മേക്കിംഗ് എപ്പോൾ വേണേലും സ്റ്റാർട്ട് ചെയ്യാം, നമ്മുടെ സാഹചര്യം അനുസരിച്ച് നോക്കാം. പക്ഷേ നോട്ട് മേക്കിംഗ് ചെയ്തവർക്ക് ഒരു പർട്ടിക്കുലർ ഡിസിപ്ലിൻ ഉണ്ടാവും. അപ്പോൾ അവർക്ക് പഠനം കുറച്ചുകൂടെ എളുപ്പമാവും. നിങ്ങളപ്പോൾ എന്ത് ഇൻഫർമേഷൻ വായിക്കുമ്പോഴും നിങ്ങൾക്ക് അറിയാം ഈ സാധനം നോട്ടിൽ ഈ പോർഷനിലാണ് വരേണ്ടതെന്ന്. അപ്പൊ ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം UPSC എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റ് വരുമ്പോൾ തന്നെ വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റും. അതായത് നിങ്ങൾക്ക് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളുടെ സമയം അനുസരിച്ച്. ചിലർക്ക് ഇപ്പോൾ കോളേജിൽ പഠിക്കേണ്ട ആവശ്യതയൊക്കെ ഉണ്ട്, അപ്പോൾ ചിലർക്ക് കുറച്ചുകൂടെ കൂടുതൽ സമയം കിട്ടുമെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നോട്ട് മേക്കിംഗ് എത്ര നേരത്തെ തുടങ്ങുക അത്രയും നല്ലതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ ഓക്കെ പറയാം. ഓക്കെ ഓക്കെ, ഒന്ന് പറഞ്ഞു ക്വസ്റ്റ്യൻ. ഒന്ന് പറഞ്ഞു. ആണല്ലേ, കരീഷ്മ ഡൗട്ട്സ് ചോദിക്കാം കേട്ടോ നേരത്തെ. അതെ, അത് ഗ്രാജുവലി നമ്മൾ വായിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന ഒരു കഴിവാണ്. അല്ലാതെ ഇപ്പോഴേ നമുക്ക് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെ പെട്ടെന്ന് കിട്ടില്ല കേട്ടോ. പെട്ടെന്ന് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇപ്പം നമ്മളിപ്പോൾ കുറെ നാളിങ്ങനെ ചെയ്യും. ഇപ്പം നമ്മൾ റെഗുലർ ആയിട്ട് പത്രം വായിച്ചെന്ന് വിചാരിക്കുക. റെഗുലർ ആയിട്ട് പത്രം വായിക്കുന്ന ഈ നോട്ട് മേക്കിംഗ്, ഈ സിലബസ് ഒക്കെ നോക്കി നോട്ട് മേക്കിംഗ് ചെയ്തു പോകുന്നു. നമുക്ക് കുറച്ചൊരു 1-2 മാസം ആകുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഇന്ന ടോപ്പിക്ക് കറണ്ട് അഫയേഴ്സിൽ ഇന്ന ടോപ്പിക്ക് ഇന്ന സ്ഥലത്ത് വെക്കാൻ പറ്റും എന്നുള്ളത്. അതൊരു ഗ്രാജുവൽ പ്രോസസ്സാണ്, നമുക്ക് പെട്ടെന്ന് കിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ തന്നെ ചെയ്തു തുടങ്ങിയാൽ നമുക്കത് പെട്ടെന്ന് തന്നെ നമ്മുടെ നോട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഈ പറയുന്ന ഇപ്പം നിങ്ങൾ എഴുതുന്ന കറണ്ട് അഫയേഴ്സ് ഇല്ലേ, നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് റെലവെന്റ് ആയിട്ടുള്ള നിർബന്ധമില്ല, കുറെ കറണ്ട് അഫയേഴ്സ് ഒക്കെ മാറും. പക്ഷെ നിങ്ങൾ ഈ ചെയ്യുന്ന പ്രോസസ്സ് നിങ്ങൾക്ക് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ എഴുതാൻ പോകുന്ന സമയമാകുമ്പോഴേക്കും നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് അറ്റാച്ച് ചെയ്യുന്ന പറഞ്ഞാൽ വളരെ സിമ്പിൾ പ്രോസസ് ആയിരിക്കും. ഒരു 1/2 മണിക്കൂർ ദിവസം മെനക്കെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് ഈസി ആയിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റും. അതാണ് നേരത്തെ ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നത്. നമുക്ക് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഒരു തവണ ചെയ്ത് 2 തവണ ചെയ്ത് 1-2 വർഷം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്ട് വളരെ കൂടുതലായിരിക്കും. ഇപ്പൊ നേരത്തെ തുടങ്ങിയ നല്ലതാണ്. കറണ്ട് അഫയേഴ്സ് ഇപ്പൊ അറ്റാച്ച് ചെയ്യുന്ന നിങ്ങൾക്ക് ആ കണ്ടന്റ് ഉപകാരപ്പെടത്തില്ല, പക്ഷെ നിങ്ങൾ യൂസ് ചെയ്ത പ്രോസസ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പൊ അത് ഗ്രാജുവൽ പ്രോസസ് ആണ്. അപ്പൊ നിങ്ങൾ ഇപ്പൊ തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 വർഷം കഴിയുമ്പോഴേക്കും നിങ്ങൾ ഭയങ്കര എക്സ്പേർട്സ് ആവും കറണ്ട് അഫയേഴ്സ് അറ്റാച്ച് ചെയ്യുന്ന കാര്യത്തിൽ. അത് ഭയങ്കര ഇമ്പാക്ട് നിങ്ങളുടെ എക്സാമിലെ മാർക്കിൽ ഉണ്ടാവും. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോവാം. നോട്ട് മേക്കിങ്സിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ. ഓക്കെ,
ഓക്കെ, ഞാൻ പറയാം, നോട്ട്സ് നിങ്ങൾക്ക് ഏത് സോഴ്സിൽ നിന്നും പ്രിപ്പയർ ചെയ്യാം. നമുക്കിപ്പോൾ യൂസ് ചെയ്യുന്ന സോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ NCERT ഒരു വലിയ സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ടും മെസ്റ്റീരിയൽ പ്രൊവൈഡ് ചെയ്യും, അതിൽ നിന്ന് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അല്ലാതെ കുറച്ച് സ്റ്റാൻഡേർഡ് ബുക്സിലേക്ക് ഇപ്പം പൊളിറ്റിക്കൽ ലക്ഷ്മികാന്ത്, എക്കണോമിക് ശങ്കർ ഗണേഷ്, അങ്ങനെ ഒരുപാട് മെറ്റീരിയൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് യൂഷ്വലി. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ നിന്നൊക്കെ നോട്ട് മേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ സിലബസ് അനുസരിച്ചാണോ മേക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പൊ നിങ്ങൾ സിലബസും പ്രീവിയസ് ഇയർ ക്വസ്റ്റനും ഒന്നും നോക്കിക്കഴിഞ്ഞാൽ എന്നുവെച്ചാൽ വെറുതെ നിങ്ങൾ ആദ്യമൊക്കെ നോക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്യും. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് സിലബസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും NCERT എന്തൊക്കെ കൂടുതലായിട്ട് പിക്ക് ചെയ്യണം. ചില പോർഷൻസ് അത്ര റെലവെന്റ് ആയിരിക്കില്ല, ചില പോർഷൻസ് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കും. ഇപ്പൊ നമ്മൾ ഇന്ത്യൻ പൊളിറ്റി, നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞൊരു +1 NCERT നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. അത് സാധാരണ നമ്മൾ യൂസ് ചെയ്തൊരു പുസ്തകമാണ്. അത് വായിക്കുമ്പോഴേക്കും ആ പുസ്തകത്തിനകത്ത് ഫെഡറലിസം എന്നൊരു ടോപ്പിക് ഉണ്ട്. ഫെഡറലിസം റിപ്പീറ്റഡ് ആയിട്ട് UPSC എക്സാമിന് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ആ ടോപ്പിക്സ് ഒക്കെ നന്നായിട്ട് നോട്ട് മേക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഏത് മെറ്റീരിയൽ യൂസ് ചെയ്യാം. നിങ്ങൾ ഏത് മെറ്റീരിയൽ യൂസ് ചെയ്താലും, ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെറ്റീരിയൽ യൂസ് ചെയ്താലും, NCERT യൂസ് ചെയ്താലും, മറ്റ് സ്റ്റാൻഡേർഡ് ബുക്സ് യൂസ് ചെയ്താലും, സിലബസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇടയ്ക്കിടയ്ക്ക് നോക്കണം. എന്നാലേ നോട്ട് അത്യാവശ്യം നല്ലതാകത്തുള്ളൂ. ഞാൻ NCERT നോട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. ചില ടോപ്പിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെറ്റീരിയൽ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ചിലത് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇത് മൂന്നും കൂടെ ചേർത്ത് എനിക്ക് വേണ്ടി എളുപ്പത്തിൽ റിവൈസ് ചെയ്യാൻ ഒരു ചെറിയ നോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്റെ നോട്ട് എന്ന് പറഞ്ഞാൽ വളരെ ചെറുത്. ഇപ്പൊ GS1 എന്റെ നോട്ട് എന്ന് പറഞ്ഞാൽ ഒരു 10 പേജേ ഉള്ളായിരുന്നു. കാരണം എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് ഏറ്റവും കൂടുതൽ റിഫൈൻ ചെയ്ത് വളരെ ചെറിയൊരു നോട്ട് ഉണ്ടാക്കി വെക്കുകയും ചെയ്തു. അപ്പൊ നമുക്ക് എല്ലാത്തിൽ നിന്ന് ഇൻഫർമേഷൻസ് എടുക്കാം. പക്ഷേ സിലബസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിക്കൊണ്ട് നോട്ട് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ട്. ഇപ്പൊ തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്താൽ കുഴപ്പമില്ല, NCERT യൂസ് ചെയ്യാം. പക്ഷെ യൂസ് ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞ സിലബസിന്റെ കാര്യം മറക്കരുത്. ചില സിലബസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ മനസ്സിലാവും ചില ടോപ്പിക്കിൽ ഫ്രീക്വന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. കൊടുക്കുന്നുണ്ടല്ലേ? ചോദിച്ചോളൂ. പോയിന്റ്സ് അല്ലാതെ വേറെ എന്തൊക്കെയും കൂടെ ഇപ്പൊ കറണ്ട് അഫയേഴ്സിന്റെ കാര്യം പറഞ്ഞു. ഓക്കെ, ഇനിയിപ്പോ ജോഗ്രഫിക്ക് ആണെങ്കിൽ മാപ്പ് ഉണ്ടാവും. ഓക്കെ. അല്ലാതെ സാറ് കുറച്ചുകൂടെ എളുപ്പമാവാൻ ഷോർട്ടാക്കാൻ വേണ്ടിയിട്ട് വേറെ എന്തൊക്കെ ബോക്സ്. ശരിക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ച് ഇന്നോവേഷൻസ് ഒക്കെ നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ നോക്കരുത്. നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അത്. ഇപ്പൊ ചെയ്യുന്ന നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസിന്റെ പുറത്ത് ഉണ്ടാക്കുന്ന നോട്ട്സ് ആയിരിക്കും. നിങ്ങൾ അത് ഇനീഷ്യലി ട്രൈ ചെയ്യരുത്. നിങ്ങളിപ്പം കുറച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് സെഷൻസ് ഒക്കെ ഉണ്ടാവും, ടെസ്റ്റ് സീരീസ്, ഇപ്പം ആൻസർ റൈറ്റിംഗ് പരിപാടികളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ മെന്റേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പേ പോവാണ്. ഇനീഷ്യലി അത്തരത്തിൽ വലിയ കാര്യങ്ങളിലേക്കൊക്കെ പോയി നമ്മുടെ സ്റ്റാൻഡേർഡ് കാര്യങ്ങൾ മറന്നു, നമ്മുടെ ബേസിക്സ് മറന്നു. ഇപ്പൊ പറഞ്ഞ പോലെ നമ്മുടെ നോട്ട് മേക്കിങ്സിൽ ഒരുപാട് ട്രിക്സ്, ഇപ്പം ബോക്സ് വരച്ച്, ഇപ്പം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, ഇലക്ഷൻ കമ്മീഷൻ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ, അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് പഠിക്കുമ്പോൾ നമ്മൾ ഒരു ബോക്സ് വരച്ചിട്ട് കമ്പാരിസൺ നടത്തിയാണ് പഠിക്കുന്നത്. നമ്മൾ ഓരോ ഇപ്പൊ സിമ്പിൾ ആയിട്ട് നോട്ട് മേക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോട്ടിൽ ഇംപ്രൂവ്മെന്റ് വരുത്താം. ബേസിക് സംഭവങ്ങൾ ഇതൊക്കെയാണ്. ജോഗ്രഫിക്ക് മാപ്പ് വേണം, അങ്ങനെ കുറച്ച് ബേസിക് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്താൽ നമുക്കതിൽ ഒരുപാട് ഇപ്പം പൊളിറ്റി എന്ന് പറയുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ ഒരുപാട് കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾ കോട്ട് ചെയ്യണം. അങ്ങനെ കുറച്ച് ബേസിക് കാര്യങ്ങളുണ്ട്. അതിപ്പോൾ മാത്രം നോക്കിയാൽ മതി. ബാക്കി നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ ടെസ്റ്റ് സീരീസ് കഴിയുമ്പോഴേക്കും, ഓരോ മെന്റർഷിപ്പ് സെഷൻ കഴിയുമ്പോഴേക്കും ആഡ് ഓൺ ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ. നിങ്ങൾക്ക് സിലബസ് ഐലേണിൽ നിന്ന്, ആ ഗ്രൂപ്പിൽ നിന്ന് ഒരു PDF ഷെയർ ചെയ്യ സിലബസ്. അപ്പൊ നിങ്ങൾ ആ സിലബസ് എപ്പോഴും ഒന്ന് കയ്യിൽ വെക്കുക. അടുത്ത ദിവസം ഷെയർ ചെയ്യും കേട്ടോ. നോട്ട് മേക്കിംഗ്. ഓക്കെ, ചോദിച്ചോളൂ. ഈ കറണ്ട് അഫയറിന് സെപ്പറേറ്റ് നോട്ട് തയ്യാറാക്കാൻ ബാക്കിയിലേക്ക് ആഡ് ചെയ്യണം. എനിക്ക് തോന്നിയത് സെപ്പറേറ്റ് ചെയ്യുന്നതിനെക്കാട്ട് നല്ല അതിലോട്ട് ആഡ് ഓൺ ചെയ്ത് പോകുന്നതല്ല. ഇപ്പം എൻ്റെ ഒരു ഇത്തവണത്തെ ടോപ്പർ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ, ആൾ ചെയ്തത് ഒരു നോട്ട് ഡിജിറ്റലാക്കി, കറണ്ട് അഫയേഴ്സ് നോട്ട്സ്. പക്ഷെ അത് പ്രോപ്പർ സിലബസ് വേസ്റ്റാണ്. പക്ഷെ ഞാൻ ചെയ്ത അങ്ങനെയല്ല. ഞാൻ ചെയ്തെന്ന് പറഞ്ഞാൽ, ഇപ്പം എനിക്കൊരു പൊളിറ്റിയുടെ ന്യൂ ഇൻഫർമേഷൻ വന്നാൽ ഞാൻ അത് എഴുതിയിട്ട് എൻ്റെ പൊളിറ്റി നോട്ടിനോടെ സ്റ്റാപ്പിൾ ചെയ്ത് വെക്കും. അപ്പൊ എനിക്ക് റിവൈസ് ചെയ്യാൻ എളുപ്പമാണ്. കാരണം എനിക്ക് വേറെ സ്ഥലത്തേക്കൊന്നും പോകണം. കാരണം എനിക്ക് ഡിജിറ്റൽ നോട്ട്സ് അത്ര കംഫർട്ടബിൾ അല്ല. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്തത്. നമുക്ക് രണ്ട് രീതിയിലും ചെയ്യാം. നമ്മുടെ കൺവീനിയൻസ് ഏതാണോ അതനുസരിച്ച് ചെയ്യാം. പക്ഷെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്, ഇപ്പോൾ 2, 3, 4 ഫയൽ മേടിച്ചിട്ട് അതിലേക്ക് വെച്ചിട്ടൊന്ന് പിൻ ചെയ്ത് വെച്ചാൽ മതിയല്ലോ. നിങ്ങളപ്പോൾ നിങ്ങൾക്ക് എളുപ്പമല്ലേ, നിങ്ങൾക്ക് റിവൈസ് ചെയ്യുമ്പോൾ എളുപ്പമല്ലേ. ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഓരോ തവണ കറണ്ട് അഫയേഴ്സ്, ഇപ്പൊ ഞാൻ 2022 ഉണ്ടാക്കിയ നോട്ടല്ല 2024 യൂസ് ചെയ്ത കറണ്ട് അഫയേഴ്സ്. കാരണം മാറ്റം ഉണ്ടാവും. ഇപ്പൊ അപ്ഡേറ്റ് ചെയ്യേണ്ടിരിക്കണമെന്നുള്ളൂ. പക്ഷെ കറണ്ട് അഫയേഴ്സ് അതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ എളുപ്പം. അതിപ്പോഴല്ല, നമുക്കൊരു എക്സാമിന് ഒരു 1 month ഒക്കെ ഉള്ളപ്പോൾ റിവൈസ് ചെയ്യും. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ എവിടെ ആ നോട്ട് എവിടെ, ഈ നോട്ട് എവിടെ, ഡൗട്ട് അടിക്കും. ഇപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും സംഭവം. ഓക്കെ.
Okay, any other doubts regarding note preparation? ഈ റൈറ്റിംഗ് നോട്ടിനടുത്തും ഡിജിറ്റൽ നോട്ടാണ് കൂടുതൽ നല്ലതെന്ന് കേട്ടു. ഏതാണ് നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് എഴുതി കൂടെ ചെയ്തൂടെ? അങ്ങനെ മതി. എന്നുവെച്ചാൽ നമുക്ക് ഇതൊന്നുമില്ല. ഇപ്പം ഡിജിറ്റൽ നോട്ട്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാലേ നമുക്ക് വെട്ടിക്കളയണ്ടല്ലോ, നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതിയല്ലോ. റിമൂവ് ചെയ്യാൻ ആഡ് ചെയ്യാൻ നല്ലത്. അതെ, ശരിക്കും അതെ. പല ശരിക്കും അതൊരു സൈക്കോളജിക്കൽ സംഭവമാണ്. ചിലർക്ക് അങ്ങനെ എഴുതിയാലേ പറ്റും എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഇപ്പൊ എനിക്ക് അറിയാവുന്ന ഒരു ഫ്രണ്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ആള് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഡിജിറ്റലാണ്. പക്ഷെ എക്സാമിന് ഒരു 2-3 ആഴ്ച മുമ്പ് ആളത് പ്രിന്റ് ഔട്ട് എടുക്കും, എന്നിട്ട് റിവൈസ് ചെയ്യുള്ളൂ. അത് സംഭവം അത് നന്നായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളവർക്ക്, എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നന്നായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളവർക്ക് ജസ്റ്റ് ഒരു ഇറേസ് ചെയ്യുക, അവിടേക്ക് ആഡ് ഓൺ ചെയ്യുക. പിന്നെ വേറെ ഗുണമുണ്ട്, ഈ പറഞ്ഞ ഡിജിറ്റൽ നോട്ടിലെ കുറെ പിക്സ് ഒക്കെ ആഡ് ചെയ്യാം, മാപ്പ് ഒക്കെ ആഡ് ചെയ്ത് നല്ല പക്ക നോട്ടായിട്ടാണ് ആള്. എനിക്ക് അറിയാവുന്ന ഒരു ഫ്രണ്ട് അങ്ങനെ ടോപ്പറാണ്, അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മുടെ കൺവീനിയൻസാ. ഇപ്പൊ എനിക്ക് ഡിജിറ്റൽ അത്ര കൺവീനിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പേപ്പർ നോട്ടാണ് യൂസ് ചെയ്തത്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഇല്ല, ഞാനൊന്ന് നോട്ട് മേക്കിംഗ് ഒന്ന് ബ്രീഫ് ചെയ്യാം. ബ്രീഫ് ചെയ്ത ശേഷം നമുക്ക് അടുത്ത കോമൺ മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യുന്നതിനെ പറ്റി പോവാം. ഓക്കെ, ഞാനൊന്ന് ബ്രീഫ് ചെയ്യാം. നിങ്ങൾക്ക് അതിനു മുമ്പ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എനി ഡൗട്ട്സ് റിഗാർഡിംഗ് നോട്ട് മേക്കിംഗ്? ഓക്കെ, ഞാൻ ഇല്ലെന്ന് വിശ്വസിച്ചിട്ട് അവസാനം ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഉണ്ട്, വേണം അന്നേരം നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഞാൻ പറയാം. ഫസ്റ്റ്, നിങ്ങളുടെ നോട്ട് മേക്കിംഗ് സിലബസ് ബേസ്ഡ് ആയിരിക്കണം. പ്രീവിയസ് ക്വസ്റ്റ്യൻ സിലബസ് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് അടുത്ത ദിവസം ഷെയർ ചെയ്യും. ആ സിലബസ് എപ്പോഴും നിങ്ങളെ മനസ്സിൽ വയ്ക്കണം. നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിലബസ് കാര്യങ്ങളൊക്കെ മനസ്സിലായി ഒരു പ്രോപ്പർ നോട്ട് മേക്ക് ചെയ്യാൻ പറ്റും. പിന്നെ റിഗാർഡിംഗ് കറണ്ട് അഫയേഴ്സ്, നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് പോകണം. നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയിട്ട് നോട്ട് വേണം. പിന്നെ നിങ്ങൾ ഇപ്പോൾ കോളേജിൽ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന നോട്ട് ആയിരിക്കില്ല നിങ്ങൾ അവസാനം എക്സാം എഴുതാൻ പോകുമ്പോൾ. കാരണം അത് നിങ്ങൾ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യണം. ഓരോ ക്ലാസ്സുകൾ കഴിയുമ്പോൾ, ഓരോ മെന്റർഷിപ്പ് സെഷൻ കഴിയുമ്പോൾ, ഓരോ ടെസ്റ്റ് സീരീസ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് പുതിയ പുതിയ ഇൻസൈറ്റ്സ് കിട്ടും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ നോട്ട് അപ്ഡേറ്റ് ചെയ്യണം. ചിലപ്പോൾ ഇന്ന് എഴുതുന്ന ഒരു രീതിയിൽ, ഇപ്പം എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ 2020 മെയിൻസ് എഴുതിയാണ്. അതിന് 2-3 പ്രാവശ്യമൊക്കെ മെയിൻസ് എഴുതിയ ഒരാളാണ്. അപ്പോൾ അന്ന് എത്തിക്സ് എഴുതിയപ്പം ഉപയോഗിച്ച നോട്ടല്ല ഇത്തവണ. കാരണം ഒത്തിരി മാറ്റം വന്നു ചോദ്യങ്ങൾക്ക്. ഇപ്പം നിങ്ങൾ നാളെ എക്സാം എഴുതാൻ വരുന്ന ഒരു 2027-28 സമയത്താണ് നിങ്ങൾ എക്സാം എഴുതാൻ വരുമ്പോൾ അന്നും ഒരുപാട് മാറ്റങ്ങൾ UPSC എക്സാമിന് സംഭവിക്കും. അപ്പം നിങ്ങൾ ഇന്ന് പ്രിപ്പയർ ചെയ്യുന്ന നോട്ട് ചിലപ്പോൾ അന്ന് ഉപയോഗപ്പെട്ടെന്നവരല്ല. പക്ഷെ എന്നാൽ നിങ്ങൾ നോട്ട് മേക്ക് ചെയ്ത ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രോസസ്സ് മനസ്സിലാവും. എങ്ങനെ ഒരു നോട്ട് മേക്ക് ചെയ്യണം, എങ്ങനെയൊക്കെ അപ്ഡേറ്റ് ചെയ്യണം എന്ന കാര്യം നിങ്ങൾ റെഗുലർ ആയിട്ട് ഇപ്പൊ തന്നെ ചെയ്ത് കൊടുത്താൽ അത്രയും നല്ലതാണെന്നുള്ളതാണ് സജഷൻ. പിന്നെ കറണ്ട് അഫയേഴ്സ് ആഡ് ഓൺ ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കണം. ഇത്രയുമാണ് ബേസിക്സ് ആയിട്ട് നിങ്ങൾ നോട്ട് മേക്കിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എസെൻഷ്യൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ആഡ് ഓൺ വരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മെന്റേഴ്സിന്റെ കയ്യിൽ നിന്നൊക്കെ കിട്ടും എക്സാം ഒക്കെ എഴുതി തുടങ്ങുന്ന സമയമ്പോഴേക്കും. ഇത്രയും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത സെഷനിലേക്ക് പോയിക്കോട്ടെ. കോമൺ മിസ്റ്റേക്സ് എന്ന് പറയുന്നത് ഓക്കെ ആണോ എല്ലാവരും ഇത്രയും നോട്ട് മേക്കിംഗ് കാര്യത്തിൽ? ഓക്കെ, ഓക്കെ ആണ്. അടുത്ത ഒരു സംഭവം എന്ന് പറയുന്നത് കോമൺ മിസ്റ്റേക്സ് ടു അവോയ്ഡ് ഡ്യൂറിങ് UPSC പ്രിപ്പറേഷൻ. അപ്പം ഞാൻ എപ്പോഴും UPSC എക്സാമിനെ പറ്റി ഞാൻ വിശ്വസിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ UPSC എക്സാം ഒരു 3 സ്കിൽസിനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഒരു പ്രിലിമിനറി എക്സാം ഉണ്ട്. പ്രിലിമിനറി എക്സാമിൽ നിങ്ങൾക്ക് വേണ്ടത് MCQ സോൾവിങ് സ്കിൽസ് ആണ്. ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് തരും, അതിൽ നിന്ന് സോൾവ് ചെയ്യുന്ന സ്കിൽസ് ആണ്. നിങ്ങളുടെ കണ്ടന്റിനെക്കാട്ട് മാറ്റർ ചെയ്യുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഒരു സിറ്റുവേഷൻ നോക്കിക്കാണുന്നുള്ളതാണ്. അപ്പം നിങ്ങൾ MCQ സോൾവിങ് സ്കിൽസ് നിങ്ങൾക്ക് എന്തായാലും ഈ കോഴ്സിന്റെ ഒപ്പം ഇടയ്ക്ക് കുറെ MCQ സോൾവിങ് ടെസ്റ്റ് ഒക്കെ ഉണ്ടാവും. നിങ്ങൾ അത് കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്യണം. അത് റെഗുലർ ആയിട്ട് ചെയ്യണം. പിന്നെ റെഗുലർ ആയിട്ട് നിങ്ങൾ പ്രിലിംസിന്റെ ചോദ്യം വെറുതെ എടുത്ത് നോക്കണം. നിങ്ങൾക്ക് ഇപ്പൊ ചെയ്തു തുടങ്ങാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് കണ്ടന്റ് കിട്ടി തുടങ്ങുന്നതല്ലേ ഉള്ളൂ. ഇനീഷ്യലി ഒന്ന് എടുത്ത് നോക്കി ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കണം. ഇതാണ് UPSC എക്സാമിന്റെ ഫസ്റ്റ് പടി. നിങ്ങൾക്ക് MCQ സോൾവിങ് സ്കിൽസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഇപ്പം ചില ചോദ്യങ്ങൾക്ക് മനസ്സിലാവും എളുപ്പമാണെന്നൊക്കെ തോന്നും. പക്ഷെ നമ്മുടെ UPSC എക്സാമിന്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറിൽ 100 ചോദ്യങ്ങൾ നമ്മൾ കടന്നു പോകണം. ആ 100 ചോദ്യങ്ങളിലെ കട്ട് ഓഫ് ആണ് നമ്മുടെ എക്സാമിന് മാറ്റർ ചെയ്യുന്നത്. അപ്പം MCQ സോൾവിങ് സ്കിൽസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ അത് നേരത്തെ മനസ്സിലാക്കി തുടങ്ങണം. ഇപ്പൊ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഉറപ്പായിട്ട് പ്രാക്ടീസ് സെഷൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കണം, നിങ്ങൾ പഠിക്കുന്നതല്ല മാറ്റർ ചെയ്യുന്നത്, നിങ്ങൾ പഠിക്കുന്ന കാര്യം എങ്ങനെ പ്രസന്റ് ചെയ്യുന്നുള്ളതാണ് UPSC മാറ്റർ ചെയ്യുന്നത്. ഒത്തിരി പഠിച്ചിട്ട് സർവീസ് കിട്ടാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് പറ്റിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ ഈ സ്കില്ലിനെ പറ്റി അവെയർ അല്ല. അവർ ഒരുപാട് പഠിച്ചു, പക്ഷേ എത്രത്തോളം ആ സ്കിൽസ് യൂസ് ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന കാര്യം എക്സാം ഹാളിൽ പ്രസന്റ് ചെയ്യണം. അതിനുവേണ്ടി നേരത്തെ MCQ സോൾവിങ്, ഒരു ചോദ്യം കണ്ട് അതിന്റെ ഓപ്ഷനിൽ നിന്ന് ഉത്തരം എടുക്കാൻ പഠിക്കണം. ഇപ്പൊ UPSC സിവിൽ സർവീസിലെ പ്രിലിമിനറി എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര പുതുതായിട്ട് തോന്നും. പക്ഷെ നമ്മൾ പഠിച്ച കാര്യങ്ങളും നമ്മുടെ മൈൻഡിലുള്ള കാര്യങ്ങളും നമ്മുടെ ഇന്റർപ്രിട്ടേഷൻ സ്കിൽസ് ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതാണ് UPSCയിലെ പ്രിലിമിനറി എക്സാം.
അപ്പൊ നിങ്ങൾക്ക് ഓർക്കണം MCQ സോൾവിങ് സ്കിൽ വേണം. സെക്കൻഡ് നിങ്ങൾക്ക് വേണ്ട സ്കിൽ എന്ന് പറഞ്ഞാൽ ആൻസർ റൈറ്റിംഗ് സ്കിൽസ് ആണ്. ഒരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ എങ്ങനെ പ്രോപ്പറായിട്ട് അതിനെ എഴുതി വെക്കും എന്നുള്ള രണ്ടാമത്തെ സ്കിൽസ്. ഇതും ഒരുപാട് ഗ്രാജുവൽ പ്രോസസ്സിലൂടെ കടന്നു കിട്ടുന്ന സ്കില്ലാണ്. ഒരുപാട് സമയം എടുക്കും. നിങ്ങൾ ഇപ്പൊ തന്നെ ഒരു ആൻസർ ഇപ്പൊ ഒരു ആൻസർ എഴുതിക്കൊണ്ടോന്ന് വിചാരിക്കാം, അതിൽ കുറേ മിസ്റ്റേക്സ് ഉണ്ടാവും, നിങ്ങളുടെ മെന്റർ തിരുത്തുന്നു. അങ്ങനെ നിങ്ങൾ ഒരുപാട് തവണ എഴുതി ഒരു റിഫൈൻഡ് അവസാന അവസ്ഥയിലെത്തുമ്പോഴാണ് നല്ലൊരു ആൻസർ എഴുതാൻ പഠിക്കാൻ പോകുന്നത്. അപ്പൊ കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ആൻസർ റൈറ്റിംഗ് ആയിട്ടുള്ള പ്രോസസ്സ്. അപ്പൊ ഈ ആൻസർ റൈറ്റിംഗ് പ്രോസസ്സ് ശ്രദ്ധിക്കണം. ഇപ്പൊ UPSC എക്സാം എന്ന് പറഞ്ഞാൽ പഠിത്തമല്ല, MCQ സോൾവിംഗ് സ്കിൽ, ആൻസർ റൈറ്റിംഗ് സ്കിൽ, ആൻഡ് ദ ഫൈനൽ സ്റ്റേജ് ഇന്റർവ്യൂ സ്റ്റേജ് ആണ്. അവിടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് മാറ്റർ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് കോമൺ ആയിട്ട് പലരും ചോദിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് അറിയത്തില്ല സംസാരിക്കാൻ. ഇവിടെ വരുന്ന മിക്ക ആളുകൾക്കും ഇംഗ്ലീഷ് അറിയാൻ നന്നായിട്ട് സംസാരിക്കാൻ അറിയില്ല. നമ്മൾ എപ്പോഴും മലയാളത്തിലാണല്ലോ സംസാരിക്കുന്നത്. പക്ഷെ നമ്മളത് കുറച്ച് നാൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് സംസാരിക്കാൻ പറ്റും. അപ്പൊ അതിനെക്കുറിച്ചൊന്നും പേടിക്കാൻ വേണ്ട. നമ്മൾ ഇന്റർവ്യൂ ബോർഡൊക്കെ വളരെ കോഡിയലായിട്ട് നമ്മളോട് വളരെ രസകരമായിട്ട് ചോദ്യം ചോദിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ഈ കാണുന്ന വീഡിയോ ലെസണിലും കാണുന്ന പോലെ അത്രയ്ക്ക് ഭീകരമായ രീതിയിലൊന്നും നമ്മളെ പേടിപ്പിക്കുന്ന ആൾക്കാരൊന്നും അല്ല ഇന്റർവ്യൂ ബോർഡ്. അപ്പം ഈ 3 സ്കിൽസ് സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരുപാട് നേരം ഇരുന്ന് പഠിക്കുന്നതിനല്ല, ഈ 3 സ്കില്ല് നന്നായിട്ട് സെറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾ പഠിച്ച കാര്യം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കാര്യം നിങ്ങൾ കോളേജിൽ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. ആൻസർ റൈറ്റിംഗ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കോളേജ് ചെയ്യാൻ പറ്റുമല്ലോ. കോളേജിലെ പരീക്ഷകൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ആൻസർ റൈറ്റിംഗ് നന്നാക്കാൻ നിങ്ങൾക്കുള്ള അവസരമുണ്ട്. MCQ സോൾവിംഗ് സ്കിൽ വേണം. നിങ്ങൾക്ക് ഒരു എക്സാംസ് ഒക്കെ, ഒരു PSC എക്സാംസ് ഒക്കെ പോയി എഴുതി നിങ്ങൾക്ക് മനസ്സിലാവും MCQ എങ്ങനെ വർക്ക് ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെ ഇവിടെ ടെസ്റ്റ് ഒക്കെ ഉണ്ടാവും. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. എന്റെ ഇനീഷ്യൽ അറ്റംപ്റ്റിൽ ഞാൻ ചെയ്ത മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ കാരണം ശ്രദ്ധിക്കത്തില്ല. എന്റെ മനസ്സിൽ 8 മണിക്കൂർ പഠിക്കുക, 10 മണിക്കൂർ പഠിക്കുക, 12 മണിക്കൂർ പഠിക്കുക, ഇങ്ങനത്തെ ചിന്തകൾ മാത്രമേ ഉള്ളൂ. ഞാൻ ഒരുപാട് നേരം കുത്തിയിരുന്ന് പഠിക്കും. പക്ഷെ ഈ പറഞ്ഞ 3 സ്കിൽസ് ഞാൻ ഉണ്ടാക്കാൻ മറന്നുപോയി. അപ്പൊ അത് എത്രയും നേരത്തെ നിങ്ങളിപ്പോ തന്നെ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു അവയർനെസ് ഉണ്ട്. എന്താണ് പഠിക്കുന്നതല്ല, പഠിക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ പഠിക്കുന്ന കാര്യം ഉപയോഗിക്കണം. എന്ത് വേണം? MCQ സോൾവിംഗ് സ്കിൽസ് വേണം, ആൻസർ റൈറ്റിംഗ് സ്കിൽസ് വേണം, കമ്മ്യൂണിക്കേഷൻ സ്കിൽ വേണം. ഈ 3 സ്കിൽസ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പൊ തന്നെ നിങ്ങൾ അതിനൊരു ശ്രമം നടത്തിയാൽ നിങ്ങൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് UPSC ക്ലിയർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ നേരെ വന്ന് എക്സാം എഴുതി എന്താണ് നിങ്ങൾക്ക് അറിയാം. കാരണം MCQ സോൾവിംഗ് സ്കിൽസ് അറിയാം, എന്താണ് സംഭവിക്കാൻ പോകണമെന്ന് അറിയാം. അപ്പൊ നിങ്ങൾക്ക് ഒരു എക്സാം ഹാളിൽ വരുമ്പോഴേക്കും MCQ എളുപ്പം ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഓവർ ഒബ്സസ് വിത്ത് മെറ്റീരിയൽസ്. ഇപ്പോ ഹിസ്റ്ററി പഠിക്കുന്നു, നിങ്ങൾക്ക് എനിക്കറിയാം അതിലാണ് നല്ല മെറ്റീരിയൽസ് ഉണ്ട്. എക്കണോമിയും ജോഗ്രഫി ഒക്കെ നല്ല മെറ്റീരിയൽ ഉണ്ട്. നിങ്ങൾ ആ മെറ്റീരിയൽ പഠിച്ചു, നിങ്ങൾ ഐലൻഡിന്റെ മെറ്റീരിയൽ പഠിച്ചപ്പോഴേക്കും വേറൊരാളോ നിങ്ങളോട് പറയുന്നു ഈ പുസ്തകം മാത്രം പോരാ, അവിടെ വേറെ പുസ്തകം ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ ആ പുസ്തകം എടുത്ത് വായിക്കുന്നു. പിന്നെ മറ്റൊരാൾ പറയുന്നു അതും പോരാ, വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേറെ മെറ്റീരിയൽ ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ അതും എടുത്ത് വായിക്കുന്നു. ഈ ഒബ്സഷൻ പാടില്ല. ഏറ്റവും മിനിമൽ മെറ്റീരിയൽ, മാക്സിമം റിവിഷൻ ആണ് UPSCയുടെ ബെസ്റ്റ് സ്ട്രാറ്റജി. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ ഇന്ന് ഡയറക്റ്റ് കണ്ടന്റ് കിട്ടില്ലെന്ന് വരും. പക്ഷേ നിങ്ങൾ ഈ മെറ്റീരിയൽ മാത്രമല്ല നമ്മുടെ സോഴ്സ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടെസ്റ്റ് സീരീസ് നടത്തുന്നുണ്ട്. ഈ ടെസ്റ്റ് സീരീസിൽ നമുക്ക് വേണ്ട കണ്ടന്റ് കിട്ടുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിക്കണം, ഒരിക്കലും ഒരുപാട് മെറ്റീരിയൽസിലേക്ക് പോകരുത്. ഏതെങ്കിലും ഒരു മെറ്റീരിയൽ പഠിക്കുക. ചിലപ്പോൾ ആ മെറ്റീരിയൽ പഠിക്കുമ്പോഴേക്കും നമുക്ക് അധികം ഇൻഫർമേഷൻസ് ടെസ്റ്റ് സീരീസിൽ കിട്ടി, മീൻസ് നമ്മുടെ എക്സാമിന് കിട്ടില്ലെന്ന് വരും. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ടെസ്റ്റ് സീരീസുകളും മെന്റർഷിപ്പ് സെഷൻസും ഒക്കെ തരുന്നുണ്ട്. ഒരിക്കലും ഓവറായിട്ട് പുസ്തകങ്ങൾ വായിക്കരുത്. ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന മിസ്റ്റേക്ക് ഇതാണ്. അനാവശ്യമായിട്ട് എല്ലാ പുസ്തകവും വായിക്കും. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കാര്യം എനിക്ക് ഓർമ്മയെന്ന് പറഞ്ഞ ആള് സിവിൽ സർവീസ് കിട്ടിയില്ല, പക്ഷെ ഒരു നല്ല പോസ്റ്റ് കിട്ടി, സബ് ഇൻസ്പെക്ടർ റാങ്കിൽ വർക്ക് ചെയ്യുവാണ്. അപ്പം ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററിക്ക് ടെസ്റ്റ് എഴുതാൻ പോയി. ഹിസ്റ്ററി ഒരു ബുക്ക് എടുത്ത് വായിച്ചു, ടെസ്റ്റ് എഴുതാൻ പോയി, ക്വസ്റ്റ്യൻസ് കിട്ടിയില്ല. അപ്പോൾ അടുത്ത ദിവസം അടുത്ത ബുക്ക് എടുത്ത് വായിക്കും. ഏകദേശം സെയിം കണ്ടന്റ് ഒക്കെ തന്നെ ആയിരിക്കും വരുന്നത്. അപ്പം നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മിനിമൽ ആയിട്ട് മെറ്റീരിയൽസ്, മാക്സിമം റിവിഷൻ. മിനിമം മെറ്റീരിയൽ, മാക്സിമം റിവിഷൻ. ഇത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ സമയം പോകും, എക്സാമും ക്ലിയർ ചെയ്യാൻ ബുദ്ധിമുട്ടാവും. നിങ്ങൾ മിനിമം മെറ്റീരിയൽസ്, മാക്സിമം റിവിഷൻ. ദെൻ വിത്ത് റെസ്പെക്ട് ടു തേർഡ് കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് പത്രം വായനയാണ്. പലരും ചെയ്യുന്നത് മന്ത്ലി മാഗസീനോ ഇയർലി മാഗസീൻസോ എടുത്ത് വായിക്കും. ശരിക്കും അതൊരു റിവിഷൻ പർപ്പസിന് മാത്രം ഉപയോഗിക്കുന്നതാണ് ബെറ്റർ. നിങ്ങൾ പത്രം വായിച്ചാലേ നിങ്ങൾക്ക് UPSC എക്സാമിന് പ്രിലിംസിനും മെയിൻസിനും ഇന്റർവ്യൂ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ പത്രത്തിലെ കണ്ടന്റ് യൂസ് ചെയ്യാൻ പറ്റും, കറണ്ട് അഫയേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ പത്രം വായനയും എസെൻഷ്യൽ ആക്കണം. പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ പത്രം വായിക്കാതെ എല്ലാ മാസം അവസാനം എടുത്തിട്ട് മന്ത്ലി മാഗസിൻ വായിക്കും. നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടില്ല. പത്രം വായിക്കുമ്പോൾ കുറച്ച് ട്രെൻഡ്സ് മനസ്സിലായി. ഇപ്പൊ നമ്മുടെ എക്കണോമിയുടെ പോക്ക് എങ്ങനെയാണ്. നമ്മുടെ ഇപ്പൊ UPSC ക്വസ്റ്റ്യൻ ഇതായിരിക്കും, ഇൻഫ്ലേഷൻ റേറ്റ് കഴിഞ്ഞ 4 വർഷമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ പത്രം വായിക്കുന്ന ഒരാൾക്കേ മനസ്സിലാക്കുള്ളൂ 4 വർഷമായിട്ട് കൂടിക്കൊണ്ടിരിക്കണോ അല്ലെന്നുള്ള ആ ട്രെൻഡ് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് പത്രം വായിക്കണം. പിന്നെ കുറെ ഇൻഫർമേഷൻ വിത്ത് റെസ്പെക്ട് ടു എത്തിക്സ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പത്രം നന്നായിട്ട് വായിക്കണം. അപ്പം അതൊരു വലിയ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ് കറണ്ട് അഫയേഴ്സ്. അതിൽ തന്നെ പത്രം വായിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞൊരു ആൻസർ റൈറ്റിംഗ് പഠിക്കുന്ന ഒരു ഗ്രാജുവൽ പ്രോസസ്സാണ്. MCQ സോൾവിംഗ് പഠിക്കുന്ന ഒരു ഗ്രാജുവൽ പ്രോസസ്സാണ്. അപ്പൊ നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഈ പറഞ്ഞ ടെസ്റ്റ് ഒക്കെ നടക്കുമ്പോഴേക്കും അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ അത്രത്തോളം പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ പോലും അറ്റൻഡ് ചെയ്യുക. അത് ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്.
ഇല്ലെങ്കിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കാം ഇപ്പൊ എഴുതണ്ടല്ലോ, 3-4 വർഷം കഴിഞ്ഞ് എക്സാം എഴുതിയാൽ മതിയെന്ന് പറയും. അന്ന് എഴുതാൻ വരുമ്പോഴേക്കും നിങ്ങളുടെ കയ്യിൽ എന്താണ് നിൽക്കില്ല കാര്യങ്ങൾ. ഇപ്പൊ നിങ്ങൾ നേരത്തെ പ്രിപ്പയർഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഇത്രയുമാണ് എനിക്ക് തോന്നി അവോയ്ഡ് ചെയ്യേണ്ട കോമൺ മിസ്റ്റേക്സ്. പിന്നെ നോട്ട് തയ്യാറാക്കണം എന്ന് പറഞ്ഞ് നോട്ട് തയ്യാറാക്കരുത്, നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ നോട്ട് തയ്യാറാക്കണം. അപ്പൊ ഇത്രയൊക്കെയാണ് സാധാരണ ആസ്പിരൻസ് വരുന്ന കോമൺ മിസ്റ്റേക്സ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്ന് എനിക്ക് ചോദിക്കാം. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒന്നുമില്ലേ കോമൺ മിസ്റ്റേക്സിൽ ചോദിക്കാനായിട്ട്? ഞാനിപ്പോ പറഞ്ഞ ഈ പറയുന്ന കാര്യങ്ങളിൽ സ്കിൽസിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഹാൻഡ് റൈറ്റിംഗ് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതി എഴുതി വെച്ചാൽ മതി. എൻ്റെ ആൻസർ ചെയ്തത് കണ്ടാൽ ഈ ഡൗട്ട് പെട്ടെന്ന് മാറും. കാരണം ഈ നമുക്ക് ഈ 3 മണിക്കൂറിനുള്ളിൽ 20 ചോദ്യം എന്ന് പറയുന്നത് വളരെ പാടാണ് എഴുതിയിരിക്കാൻ, സ്ട്രക്ചർ ചെയ്തൊക്കെ എഴുതാൻ. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ ആൻസർ ഒന്ന് വായിക്കാൻ പറ്റണം, അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് യാതൊരുവിധ മാറ്റർ ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ഒന്നിരിക്കില്ലായിരുന്നു. കാരണം എൻ്റെ അക്ഷരം അത്ര നല്ല അക്ഷരമൊന്നുമില്ല. എൻ്റെ അക്ഷരം ശരിക്കും ഒട്ടും വായിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് എഴുതി റെക്ടിഫൈ ചെയ്ത് വായിക്കാൻ പറ്റിയാൽ മതി. എന്നോട് എൻ്റെ മെന്റേഴ്സ് പറഞ്ഞൊരു കാര്യമാണ്, നിന്നെ ഒന്ന് വായിക്കാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് എഴുതി തന്നാൽ മതി, അത്രേ ഉള്ളൂ. ഹാൻഡ് റൈറ്റിങ്ങിനെ കുറിച്ച് ഓവർലി ടെൻഷൻ ആവണ്ട. ഓക്കെ ഓക്കെ നിങ്ങൾക്ക് റിസോഴ്സിനെ പറ്റി പറയുമ്പോഴേക്കും നിങ്ങൾക്കൊരു അത്യാവശ്യം റിസോഴ്സുകൾ ഇവിടെ കിട്ടും. നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന റിസോഴ്സ് അതിലെനിക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ അതിനെപ്പറ്റി ഓവർലി ഒബ്സസ്ഡ് ആവണ്ട. നിങ്ങൾ പഠിച്ചു, ഇപ്പൊ നിങ്ങൾ കോളേജ് ഗോയിങ് ആണല്ലോ, നിങ്ങൾ എഴുതാൻ പോകുന്ന 2-3 വർഷത്തിന് ശേഷമാണല്ലോ. അപ്പൊ നിങ്ങൾ ഇവിടുത്തെ മെറ്റീരിയൽ ആദ്യം റിലേ ചെയ്യുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് പിന്നെ NCERT യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ NCERT ആണ് കൺവീനിയൻസ് എങ്കിൽ NCERT യൂസ് ചെയ്യാം. നിങ്ങൾ ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് പുസ്തകങ്ങൾ മാത്രം വായിക്കുക, ഓവർ ആയിട്ടുള്ള വലിയ പുസ്തകങ്ങളിലേക്കൊന്നും പോകണ്ട. നിങ്ങൾക്ക് എൻ്റെ ഒരു വിശ്വാസം, എനിക്കറിയാം, എൻ്റെ ഒരുപാട് ഫ്രണ്ട്സും പഠിച്ചിട്ടുള്ള, ഞാനും ഇവിടെ ടെസ്റ്റിന്റെ കാര്യത്തിനൊക്കെ വന്നിട്ടുള്ളപ്പോൾ എനിക്കറിയാം ഇവിടുത്തെ ബുക്സും മെറ്റീരിയൽസും നന്നായിട്ട് ട്രസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ഇപ്പോൾ ഓവറായിട്ട് കൺസേൺ ആവണ്ട. നിങ്ങൾക്ക് അത്തരത്തിൽ റിസോഴ്സ് കൂടെ കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമുക്ക് ഒരു 2013 തൊട്ട് നോക്കുന്നതായിരിക്കും കൂടുതൽ കൺവീനിയൻസ്. കാരണം എക്സാമിന് ഒരുപാട് മാറ്റം വന്ന വർഷമാണ് 2013. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ഇവിടെ കിട്ടും. ഇവിടെ നേരത്തെ മെറ്റീരിയൽസ് ഒക്കെ എടുക്കുമ്പോഴേക്കും ആ പറഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നമുക്ക് തുടങ്ങാം. പക്ഷേ നിങ്ങൾക്ക് അങ്ങനത്തെ ഉള്ള റിസോഴ്സും കാര്യങ്ങളൊക്കെ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഇങ്ങനത്തെ റിസോഴ്സുകളൊക്കെ കിട്ടാൻ വേണ്ടിയാണ്. അപ്പൊ നിങ്ങൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് വറി ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ 2013 നോക്കി തുടങ്ങുക. നിങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് കിട്ടും. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും അത് കിട്ടും, പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് അതിനെപ്പറ്റി കൺസേൺ ആവണ്ട. നമുക്ക് പണ്ട് പ്രിപ്പറേഷനിൽ ആ പ്രശ്നമുണ്ട്, റിസോഴ്സ് ഒക്കെ കിട്ടുന്നു. പക്ഷെ ഇപ്പം നമുക്ക് എല്ലാം റെഡിമെയ്ഡ്, നമ്മൾ പഠിക്കുക, നമ്മുടെ വർക്ക് നന്നായിട്ട് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ കൂടുതലായിട്ട് അലയേണ്ട ആവശ്യമില്ല മെറ്റീരിയൽസിന് വേണ്ടി. UPSC എക്സാമിന് എനിക്ക് മനസ്സിലാത്തോട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഓവറായിട്ട് കാട് കയറി വായിക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ എപ്പോഴും ഏറ്റവും കോമൺ ആയിട്ട് ഞാൻ കണ്ടിരിക്കുന്നതാണ്. നമുക്കൊരു ഒബ്സഷൻ ഉണ്ടാവും പുസ്തകത്തിനോട്, ഇനി ഈ ബുക്ക് വായിക്കണം. ഇപ്പം ഞാൻ ചെയ്തിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, എത്തിക്സിന് ഒരു പുസ്തകം ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെറ്റീരിയൽ വായിച്ചു. ഈ വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേറൊരാൾ എന്നോട് പറഞ്ഞു ഇത് പോരാ, വേറൊരു മെറ്റീരിയലോട് വായിക്കണം. അപ്പം ഞാൻ അതും എടുത്ത് വായിച്ചു. ശരിക്കും നമ്മൾ ഒറ്റ മെറ്റീരിയൽ വായിച്ച് നമ്മൾ ടെസ്റ്റൊക്കെ എഴുതി വരുമ്പോഴേക്കും നമുക്ക് എല്ലാം ശരിയാവും. നമുക്ക് പേടിയായി, ഇതെന്താ ഒരു വലിയ എക്സാം ആണ്, ഈ വലിയ എക്സാം ക്ലിയർ ചെയ്യാൻ നമ്മൾ ഒരുപാട് ബുക്സ് വായിക്കണം എന്നൊക്കെ ഉള്ളൊരു കുറച്ച് തെറ്റിദ്ധാരണയുണ്ട്. നമ്മൾ ശരിക്കും UPSC എക്സാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യത്തിനെ എങ്ങനെ അനലൈസ് ചെയ്യുന്നു, എങ്ങനെ ഇന്റർപ്രിറ്റ് ചെയ്യുന്നു, ഇങ്ങനത്തെ രീതിയിലാണ് ചോദ്യം വരുന്നത്. ഇപ്പം ഞാൻ നിങ്ങളോട് എക്സാമിൽ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞാൽ, കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, യങ് വിമണിൻ്റെ ഇടയ്ക്ക് സൂയിസൈഡ് റേറ്റ് കൂടുന്നു, ഇന്ത്യയിലെ യുവതികൾക്കിടയിൽ ആത്മഹത്യ കൂടുന്നു, എന്താണ് റീസൺ? ഇത് എഴുതാനായിട്ട് നമുക്ക് പ്രത്യേകിച്ചൊരു പഠിത്തമൊന്നും ആവശ്യമില്ല, കോമൺ സെൻസ് ആണ്. പക്ഷെ നമ്മൾ പഠിച്ച കുറെ കണ്ടന്റ് അവിടെ ഉപയോഗപ്പെടും. ഇപ്പം സോഷ്യൽ റീസൺസ് ഉണ്ടാവും, എക്കണോമിക്കൽ റീസൺസ് ഉണ്ടാവും, പൊളിറ്റിക്കൽ റീസൺസ് ഉണ്ടാവും. എഴുതുന്ന ഒരു രീതിയാണ് അവിടെ പഠിക്കേണ്ടത്. പിന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഈ ഡിജിറ്റൽ എറയിൽ കുട്ടികളുടെ
ആറ്റിറ്റ്യൂഡിനും ക്യാരക്ടറിനും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട് ഡിജിറ്റൽ എറ. അപ്പം ഈ ഡിജിറ്റലൈസേഷൻ എങ്ങനെയാണ് കുട്ടികളുടെ ഹെൽത്തിനെ, മെന്റൽ ഹെൽത്തിനെയൊക്കെ ബാധിക്കുന്നു എന്ന് പറഞ്ഞൊരു ചോദ്യം ചോദിച്ചു. അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസ് എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ച കണ്ടന്റിനെ കുറച്ചുകൂടെ ഇന്റർപ്രറ്റ് ചെയ്യാൻ പഠിക്കണം. അതാണ് UPSC എക്സാം എന്ന് പറയുന്നത്. നമ്മൾ കണ്ടന്റ് അല്ല മാറ്റർ ചെയ്യുന്നത്. കണ്ടന്റ് മാറ്റർ ആണെങ്കിലും കണ്ടന്റ് വളരെ മിനിമൽ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് UPSC എക്സാം ക്ലിയർ ചെയ്യാം. നിങ്ങൾ മാക്സിമം നിങ്ങൾ പഠിച്ച പുസ്തകങ്ങളൊക്കെ റിവൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഒരിക്കലും കണ്ടന്റിന് വേണ്ടി ഒരു ഒബ്സഷൻ പാടില്ല. ഇപ്പോൾ ചിലര് പ്രിലിംസ് എടുക്കുമ്പോഴേക്കും ഒരുപാട് മന്ത്ലി മാഗസീൻസ് ഒക്കെ എടുത്ത് യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ശരിക്കും ഏറ്റവും മിനിമലായിട്ട് പഠിച്ചാൽ. ഇപ്പം ഞാൻ ഇവിടുത്തെ ഐലിയൻ്റെ ക്യാന എന്ന് പറഞ്ഞൊരു മാഗസീൻ ഉണ്ട്, കറണ്ട് അവേഴ്സ് ഒക്കെ തരുന്ന. ഞാനത് വായിക്കാറുണ്ട്. അത് ഹെൽപ്ഫുൾ ആണ്. ഡെയിലി വരുന്ന, ഡെയിലി അല്ല, ഏകദേശം ഒരു ഡെയിലി മാഗസീൻ അല്ലേ അത്? ഡെയിലി ആ മാഗസീൻ ഡെയിലി വരുമ്പോഴേക്കും ഓരോ ദിവസത്തെ കറണ്ട് അവേഴ്സ് വളരെ മിനിമലായിട്ട് ഉണ്ടാവും. അപ്പം ജസ്റ്റ് അത് വായിച്ച് നമുക്ക്, ഞാൻ പത്രം വായിക്കും, അതിനൊപ്പം അതും കൂടെ വായിക്കുമ്പോഴേക്കും സംഭവം ഓക്കെ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. പക്ഷേ മിനിമൽ ആയിരിക്കണം. ഇപ്പം നിങ്ങൾ ഐലേണ്ട ക്യാന വായിച്ച് അത് കഴിഞ്ഞപ്പോൾ വേറെ ആൾ പറഞ്ഞു വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നല്ല മെറ്റീരിയൽ ഉണ്ട്. അപ്പം നിങ്ങൾ ക്യാനയും വായിക്കുന്നു, ആ മെറ്റീരിയലും വായിക്കും, സെയിം കണ്ടന്റ് തന്നെയാണുള്ളത്. ആ ഒബ്സഷൻ പാടില്ല. കണ്ടന്റിനോടുള്ളയും പുസ്തകങ്ങളോടുള്ള ഒബ്സഷൻ പാടില്ല. അത് കുറയ്ക്കണം. ഓക്കെ ഓക്കെ ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങളൊന്ന് ആദ്യം ഒന്ന് ഡിസൈഡ് ചെയ്യുക. നിങ്ങൾ നോക്കിയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ. ചിലർ ചെയ്യുന്നതായിരുന്നോ നിങ്ങൾ കോളേജിൽ പഠിക്കുന്ന അതേ ടോപ്പിക്ക് തന്നെ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഓപ്ഷനിൽ മലയാളം ലിറ്ററേച്ചർ ആയിരുന്നു. ഞാൻ മലയാളം ലിറ്ററേച്ചർ എടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമുക്കൊരു റിലീഫായിരുന്നു മലയാളം. ഇപ്പം കുറേ നേരം പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് രാത്രി ആകുമ്പോഴേക്കും മലയാളത്തിൻ്റെ നോവലുകളും കവിതകളൊക്കെ പഠിക്കാനുണ്ട്. അപ്പം രാത്രി കിടക്കാൻ നേരത്തെ ഒരു നോവൽ വായിക്കുമ്പോൾ മലയാളം ഓപ്ഷനുള്ള നോവൽ എടുത്ത് വായിക്കും. അങ്ങനെ ഒരു റിലീഫിന് വേണ്ടി എടുത്തത്. ഓപ്ഷനിൽ നിങ്ങൾക്ക് സമയമുണ്ട്, ഉടനെ ഒരു തീരുമാനം എടുക്കേണ്ട. നിങ്ങൾ കോളേജിൽ പഠിക്കുമല്ലേ, അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് സിലബസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുമ്പോഴേക്കും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു സാധ്യതയുണ്ടോ എന്ന് നോക്കാം. നിങ്ങളെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അതൊക്കെ പഠിപ്പിച്ചു തരും. നിങ്ങൾക്ക് തന്നെ പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസ് ഒക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യാൻ തന്നെ പഠിക്കുന്നവരും ഉണ്ട്. തന്നെ പഠിച്ചാലും ടെസ്റ്റ് സീരീസിന് വേണ്ടി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരിക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഇവിടെ ഐലേണി പഠിപ്പിച്ച ബോൺ സാറിൻ്റെ അടുത്ത് പഠിച്ചതാണ്. ഐലേണാണ് ബോൺ സാർ പഠിക്കുന്നത് മലയാളം. അപ്പോൾ ഞാൻ മലയാളം പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് വായിക്കാൻ ഇഷ്ടമാണ്. എനിക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയപ്പോൾ മനസ്സിലായി മലയാളം കുറച്ചുകൂടെ പഠിച്ചാൽ എനിക്ക് എഴുതാൻ പറ്റുമെന്ന് മനസ്സിലായി. അപ്പം നമുക്ക് എഴുതാൻ പറ്റുമെന്നൊരു തോന്നലുണ്ടാക്കിയാൽ നമുക്ക് ഫാക്കൽറ്റിനെ കാണുക. ഫാക്കൽറ്റിനെ കണ്ട് സാർ എനിക്ക് ഈ പറഞ്ഞ ഓപ്ഷനിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, അപ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്യണം. അപ്പോൾ ആ ഫാക്കൽറ്റി കുറച്ച് സജഷൻസ് തരും. ആ സജഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഓപ്ഷനിൽ ചൂസ് ചെയ്യാം. ഓപ്ഷനിൽ ഇച്ചിരി ക്രിട്ടിക്കൽ ആയിട്ടുള്ള സംഭവം തന്നെയാണ് UPSC പ്രിപ്പറേഷനിൽ. പെട്ടെന്നൊരു തീരുമാനം എടുക്കേണ്ട. പയ്യെ ആലോചിച്ച് നിങ്ങളിപ്പോൾ കുറച്ചാൾ ഇവിടെ ഐലൻഡിലൊക്കെ ആയിട്ട് വരുമല്ലോ. അപ്പോൾ വരുന്ന പയ്യെ സമയം എടുത്ത് അങ്ങോട്ടൊക്കെ കുറേ ഡിസ്കസ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ എക്സ്പെർട്ടിനോട് സംസാരിക്കും, നിങ്ങളുടെ കൂടെ ഇരിക്കുന്നവരോട് സംസാരിക്കും. ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട് കുറേ കുട്ടികൾ വന്നിട്ട് കൂടെ ഇരിക്കുന്നവരെല്ലാം കൂടെ എടുത്തത് ഒരു സബ്ജക്റ്റ് എടുക്കും, ആ സബ്ജക്റ്റ് എല്ലാവരും കൂടെ എടുക്കും. ഇപ്പം ചിലർ പറയും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എടുക്കാന്ന് പറയുമ്പോൾ എല്ലാവരും പോയി പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എടുക്കും. ഇപ്പം എൻ്റെ കൂടെ വന്ന പലരും മലയാളം എടുത്തു. പ്രത്യേകിച്ച് റീസൺസ് ഒന്നും ഇല്ല, കൂടെയുള്ള എല്ലാവരും എടുക്കുന്ന സബ്ജക്റ്റുകൾ എടുക്കും. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഓപ്ഷനിൽ എടുക്കുന്ന സമയത്തേക്ക് നിങ്ങൾ സിലബസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുക, എന്നിട്ട് റെസ്പെക്റ്റീവ് ഫാക്കൽറ്റിനെ കാണുക. അപ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. അപ്പോൾ അത് ചെയ്യാൻ നിങ്ങൾ പറ്റുമെങ്കിൽ മാത്രമേ ഓപ്ഷനിൽ ചൂസ് ചെയ്യുള്ളൂ. നിങ്ങൾക്ക് സമയമുണ്ട്, പയ്യെ എടുത്താൽ മതി ഓപ്ഷനിൽ. അടുത്ത ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് വന്നു? ഓക്കെ, അടുത്ത ഒരു സ്റ്റേജിൽ അത് പറയായിരുന്നു. എന്നാലും പറയാം, ഞാൻ BSc ഫിസിക്സ് ആയിരുന്നു. എനിക്ക് അത്ര നല്ല താല്പര്യമുള്ള സബ്ജക്റ്റ് അല്ല, പക്ഷേ ഒരു കഷ്ടകാലത്തിന് ഞാനത് പഠിച്ചു പോയി എന്നുള്ളതാണ്. അതിനുശേഷം ഞാനത് മാറ്റി ഓപ്ഷനിൽ മലയാളം എടുക്കുമായിരുന്നു. ഓക്കെ, ഓക്കെ. ഇന്റർവ്യൂവിന് എനിക്ക് വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. ഞാനിപ്പോൾ പല ഇന്റർവ്യൂസിലും പറഞ്ഞത് ഏറ്റവും നമ്മൾ UPSC എക്സ്പെക്ട് ചെയ്യുന്ന പോലത്തെ ഒരു ഇന്റർവ്യൂ അല്ല നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഫോർമൽ ഇന്റർവ്യൂ ആണെന്നുണ്ടെങ്കിലും വളരെ ഇൻഫോർമൽ വേയിലാണ് ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറ്. നമ്മൾ വളരെ സപ്പോർട്ടീവായിട്ടാണ്. ഞാനും മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരാളാണ്, പക്ഷേ എനിക്ക് മലയാളത്തിൽ പറയാൻ തോന്നിയില്ല. കാരണം നമ്മൾ എപ്പോഴും നമ്മുടെ സ്വന്തം രീതിയിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. നിങ്ങൾ അടിപൊളി ഇംഗ്ലീഷൊന്നും സംസാരിക്കണമെന്നില്ല. നിങ്ങൾക്ക് പറ്റുന്ന ഇന്റർവ്യൂവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാര്യങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ കുറേ മോക്ക് ഇന്റർവ്യൂസിലും കുറേ 1-to-1 സെഷൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. നിങ്ങൾ അതിനെപ്പറ്റി കൺസേൺഡേ ആവണ്ട. എനിക്ക് ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ ഇന്റർവ്യൂ കൊടുക്കുന്നതല്ല. മലയാളത്തിൽ വെച്ചാൽ നിങ്ങളൊരു ട്രാൻസ്ലേറ്ററെ വെക്കേണ്ടി വരും. ഇപ്പം എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ, ഞാൻ ചെന്ന് കയറിയപ്പോഴേക്കും വന്നിരിക്കാൻ പറഞ്ഞു. എന്നോട് ചോദിച്ചു ഡു യു നീഡ് സം വാട്ടർ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ വാട്ടർ വേണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം എന്നോട് ചോദിച്ചു ആലപ്പുഴയിൽ നിന്നാണോ വരുന്നത് ചോദിച്ചു. യെസ് സാർ. അപ്പോൾ ആലപ്പുഴയിലെ 3 പ്രശ്നങ്ങൾ ചോദിച്ചു. അതിനുശേഷം ആ 3 പ്രശ്നങ്ങളുടെ സൊല്യൂഷൻ ചോദിച്ചു. പിന്നെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയെ പറ്റി ചോദിക്കുന്നു. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലെങ്കിൽ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും.
അല്ല അവർ ഭയങ്കര നമ്മളിങ്ങനെ ചിലപ്പോൾ നമ്മൾ പറഞ്ഞ ഇംഗ്ലീഷ് നമ്മുടെ ഇംഗ്ലീഷ് കറക്റ്റ് അല്ല അവർക്ക് മനസ്സിലായില്ലെങ്കിൽ അവർ പറയും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തെന്ന് പറയാമോ, ഞങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് അവർ പറയും. അല്ലാതെ ഒരിക്കലും ഒരു നമ്മളെ ടോർച്ചർ ചെയ്യുന്ന ഒരു ഇന്റർവ്യൂ രീതികളൊന്നും UPSC ഇന്റർവ്യൂവിലില്ല. നിങ്ങൾ എപ്പോഴും ഇംഗ്ലീഷിൽ പറയുന്നതല്ല. ഇപ്പൊ പലർക്കും ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്. എനിക്കും ആ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടായിരുന്നു. എനിക്ക് മലയാളത്തിലല്ലേ പറയാൻ പറ്റും, നന്നായിട്ട് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും. പക്ഷേ നമ്മൾ പറഞ്ഞു പഠിക്കും. ഇപ്പൊ നിങ്ങൾ സിവിൽ സർവീസ് ക്ലിയർ ചെയ്താലും നമ്മൾ പോസ്റ്റിംഗ് കിട്ടുന്നത് കേരളത്തിൽ തന്നെ ആവണമെന്നില്ല. മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പോകുന്ന സമയത്തേക്ക് നമുക്ക് ആളുകളോട് സംസാരിക്കാൻ ഒരു ഭാഷ കൂടി അറിയുന്നത് നല്ലതല്ലേ. നിങ്ങളൊന്ന് ട്രൈ ചെയ്താൽ മതി. ഇപ്പൊ ചില അത്യാവശ്യം നന്നായിട്ട് പഠിക്കാത്ത ആൾക്കാർ പോലും ഇപ്പൊ നമ്മൾ കുറെ പേര് ഹിന്ദി കുറെ പഠിച്ചിട്ടില്ല. നമ്മളിപ്പം കേരളത്തിൽ കുറെ അന്യ സംസ്ഥാന തൊഴിലാളുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഹിന്ദിയൊക്കെ പഠിച്ചു പോകും. അതുപോലെ നമ്മുടെ ഒരു നിലനിൽപ്പിന് വേണ്ടി ഏകദേശം അറിയുന്ന തരത്തിലുള്ള ഹിന്ദി ഇംഗ്ലീഷൊക്കെ അറിഞ്ഞിരുന്ന എന്നുള്ളതാണ്. അത്ര ഇംഗ്ലീഷ് അറിഞ്ഞാൽ മതി. ജസ്റ്റ് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് ചായ വയ്ക്കുന്നതന്നെ പ്ലീസ് ഗീവ് മീ 1 ടീ ഇങ്ങനെയൊക്കെ ചോദിക്കത്തില്ലേ, അതുപോലെ ഒരു വളരെ ഇൻഫോർമൽ ആയിട്ടൊന്ന് പഠിച്ചു വെച്ചാൽ മതി. നിങ്ങൾക്ക് പറഞ്ഞ് നിങ്ങൾ ശരിയായിക്കോളൂ. അപ്പം ലാംഗ്വേജിനെ പറ്റി ഇന്റർവ്യൂവിന്റെ ലാംഗ്വേജിനെ പറ്റി എടുത്ത് പേടിക്കുക വേണ്ട. ആ ഒരു കാര്യം കൊണ്ട് നിങ്ങൾക്ക് UPSC കിട്ടാതിരിക്കില്ല. ഞാൻ അത്ര നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളല്ല. ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ കുറെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊക്കെ കുറച്ച് ഇംഗ്ലീഷ് സംസാരിക്കും. പക്ഷെ നേരത്തെ ഒട്ടും അറിയത്തില്ല. ഇന്റർവ്യൂ എപ്പോഴും എനിക്ക് വലുതായിട്ട് അറിയില്ല. പക്ഷേ ജസ്റ്റ് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൽ മതി. അവർ നമ്മളെ കംഫർട്ടബിൾ ആക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ല. നമുക്ക് വരുന്ന ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, നമ്മുടെ ഇംഗ്ലീഷ് ഓക്കെ അല്ലോ, അതുകൊണ്ടാണ് നമ്മൾ സംസാരിക്കാത്തത്. നമുക്ക് അത്യാവശ്യം കേരളത്തിലുള്ളവരെല്ലാം തന്നെ അത്യാവശ്യം കുഴപ്പമില്ല ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നവരാണ്. ഓക്കെ ആണോ എല്ലാവരും? എന്തെങ്കിലും ഡൗട്ട്സ് ഇതിൽ ചോദിക്കാനുണ്ടോ? അല്ലെ ഞാൻ അടുത്ത സെഷന്റെ അടുത്ത ഭാഗത്തേക്ക് പോവാം. അടുത്ത ഭാഗത്തേക്ക്. അപ്പൊ ഞാൻ അടുത്തെന്ന് പറഞ്ഞ ഹാൻഡ്ലിങ് സെറ്റ് ബാക്സ് ആൻഡ് ഫെയിലിയേഴ്സ് എന്നുള്ളതാണ്. അപ്പം ഇതെനിക്ക് അത്യാവശ്യം കുറച്ചധികം പറയാനുള്ള കാര്യങ്ങളാണ്. ആക്ച്വലി ഇതെന്റെ 8ാമത്തെ അറ്റംപ്റ്റ് ആണ് UPSC-യിൽ. ഞാനത് 8ാമത്തെ അറ്റംപ്റ്റ് എടുത്തതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രോപ്പർലി ഈ പറഞ്ഞ എക്സാമിന് വേണ്ടി പഠിച്ചിട്ടില്ല. എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സിലബസ് ഒന്നും നോക്കത്തില്ല. എന്നോട് പറഞ്ഞ് കുറെ NCERT വായിക്കാൻ പറഞ്ഞാൽ ഞാൻ ഒരുപാട് NCERT വായിക്കും. കോച്ചിങ് ഒന്നും എടുക്കുന്നില്ല. വെറുതെ ഒന്ന് കോളേജ് കഴിഞ്ഞപ്പോൾ തന്നെ വെറുതെ എഴുതി തുടങ്ങുവാണ്. ഞാൻ എന്നിട്ട് UPSC വിട്ടു. ഇടയ്ക്ക് വന്ന് എഴുതും, എക്സാം എഴുതും. പക്ഷേ UPSC ജയിക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ല. വെറുതെ വന്ന് പ്രിലിംസ് എഴുതും, പ്രിലിംസ് ക്ലിയർ ചെയ്ത് മെയിൻസ് എഴുതും. പ്രോപ്പറായിട്ടൊന്നും പ്രിപ്പയർ ചെയ്യില്ല. എനിക്ക് 2021 ഒക്കെ ആയപ്പോഴാണ് UPSC കൊണ്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്താലേ കിട്ടുള്ളൂ എന്ന് മനസ്സിലായത്. മെയിൻസ് ഒക്കെ എഴുതിയിട്ട് മിസ് ചെയ്തപ്പോഴേക്കും. പിന്നെ എനിക്ക് 2022 ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് എക്സാം എഴുതുന്നത്. എന്നുവെച്ചാൽ അതുവരെ കോച്ചിങ് ഒന്നും പ്രോപ്പറായിട്ട് എടുക്കാതെ കൃത്യമായിട്ട് ആൻസർ റൈറ്റിംഗ് ഒന്നും ചെയ്യാതെ പ്രോപ്പറായിട്ട് ഒന്നും ചെയ്യാതെയാണ് എക്സാം എഴുതുന്നത്. 2022 എനിക്ക് 4 മാർക്കിനാണ് മെയിൻസ് മിസ്സായത്. 4 മാർക്ക് കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്റർവ്യൂ കോൾ കിട്ടിയാണ്. അപ്പം അന്നാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത്. അപ്പം അന്ന് ഭയങ്കര ഡിസപ്പോയിൻമെന്റ് ആണ്. കാരണം നമ്മൾ ഒരുപാട് വർഷം ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് UPSC പഠിക്കാനായിട്ട്. അപ്പം ഞാൻ നോക്കിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ 4 മാർക്കിന് എനിക്ക് പോയുള്ളൂ. പിന്നെ ഞാൻ നോക്കിയപ്പോഴേക്കും എനിക്ക് എല്ലാ പേപ്പേഴ്സിനൊന്നും മാർക്ക് കുറഞ്ഞില്ല. എനിക്ക് മാർക്ക് കുറഞ്ഞത് SAയ്ക്കും GS3-ക്കുമാണ്. അപ്പം ആ പേപ്പേഴ്സിന് എന്തൊക്കെ ചെയ്യാം എന്ന് ഞാൻ നോക്കി. അപ്പോൾ GS3-ക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് മനസ്സിലായി. SAയ്ക്ക് വേണ്ടി കുറച്ച് ബേസിക് കാര്യങ്ങൾ ചെയ്യണമെന്ന് മനസ്സിലായി. അപ്പോൾ ഓരോ ഫെയിലിയേഴ്സ് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ലേണിംഗ് ചെയ്യാനുണ്ടാവും. രണ്ടാമത്തെ കാര്യം, നല്ലൊരു നോട്ട് എൻ്റെ കയ്യിലില്ലായിരുന്നു. ഞാൻ തിരിച്ചറിഞ്ഞ 2022-ലാണ്. എൻ്റെ നോട്ടുണ്ട്, എൻ്റെ കയ്യിൽ വളരെ ബൾക്കി നോട്ടാണ്, റിവൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ സിലബസ് അനുസരിച്ചല്ല എഴുതിയത്. ഞാനൊരു ബുക്ക് വായിക്കും. ഇപ്പോൾ ലക്ഷ്മികാന്ത് വായിച്ചിട്ട് ലക്ഷ്മികാന്തിൻ്റെ നോട്ട്, ശങ്കർ ഗണേഷ് വായിച്ചിട്ട് ശങ്കർ ഗണേഷിൻ്റെ നോട്ട്. അപ്പോൾ കൃത്യമായിട്ടൊരു നോട്ട് പോലും കയ്യിലില്ല. നോട്ട് വലിയ നോട്ട് കയ്യിലുണ്ട്, പക്ഷെ പ്രോപ്പറായിട്ട് സിലബസ് ഓർഗനൈസ് ആയിട്ടൊരു നോട്ടില്ല. അടുത്ത പ്രശ്നം, ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നന്നായിട്ട് അനലൈസ് ചെയ്യാറില്ല. സോ ഈ 3 പ്രശ്നം കൂടെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. അതായത് എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് ഓരോ ഫെയിലിയേഴ്സ് വരുമ്പോഴേക്കും മനസ്സിലാക്കേണ്ടത് നമ്മൾ ആ ഫെയിലിയർ എന്തുകൊണ്ട് വന്നു എന്നൊന്ന് അനലൈസ് ചെയ്യുന്നതല്ലാണ്. UPSC എക്സാം ചിലപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടിയെന്നില്ല, സെക്കൻഡ് അറ്റംപ്റ്റ് കിട്ടിയെന്നില്ല. പക്ഷേ നിങ്ങൾക്ക് എന്തായാലും ഒരു നല്ല പൊസിഷനിലേക്ക് എത്താൻ പറ്റുന്ന ഒരു കാര്യം UPSC കിട്ടും. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം, UPSC ഇതൊരിക്കലും ഒരു അവസാനത്തെ കാര്യമൊന്നുമല്ല. അതിലും വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളിത് പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട്, കഴിഞ്ഞ എൻ്റെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു ഞാൻ ഇത്ര അറ്റംപ്റ്റ് എടുത്തിട്ടാണ് UPSC ക്ലിയർ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ പറയുന്നത് ഇത് ഭയങ്കര റോങ് മോട്ടിവേഷനാണ്. കാരണം ഇങ്ങനെയൊക്കെ പിടിച്ച് എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു, എനിക്കൊരു ജോലി കിട്ടി. UPSC പഠിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ജോലി കിട്ടും. ജോലി ഇരുന്നുകൊണ്ട് വേണം ഒന്നുകൂടെ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. അപ്പം എനിക്ക് അങ്ങനെ ജോലി ഇട്ടിട്ട് ജോലിയോടൊപ്പം പ്രിപ്പയർ ചെയ്യുന്നത്. ഒരാൾ പറയുന്നത് റോങ് മോട്ടിവേഷനാണ്, കാരണം വീണ്ടും വീണ്ടും എഴുതാൻ പ്രേരിപ്പിക്കരുത്. ശരിക്കും UPSC എക്സാം എന്ന് പറഞ്ഞാൽ അത് കിട്ടി നമുക്കൊരു ജോലി മേടിച്ച് വലിയ പൊസിഷനിലേക്ക് എത്താൻ വേണ്ടി മാത്രമുള്ള ജോലിയല്ല. നിങ്ങളെ കംപ്ലീറ്റ്ലി മാറ്റുന്ന ഒരു പ്രോസസ്സാണ്. നിങ്ങളുടെ ചിന്താഗതികൾ മാറും, നിങ്ങൾ കാര്യങ്ങളെ നോക്കിക്കാണുന്ന മാറും. ഇങ്ങനെ ഒത്തിരി മാറ്റം കൊണ്ടുവരും. കിട്ടിക്കഴിഞ്ഞാൽ അത്രയും കൂടെ നല്ലതാണ്. ഇതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചിലപ്പോൾ ഇതിലും വലിയ പൊസിഷൻസ് ഒക്കെ കിട്ടാൻ പറ്റുന്ന എക്സാംസ് ഒക്കെ വേറെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനുള്ള കാര്യങ്ങൾ കിട്ടും. ഇപ്പോൾ ഇത് പഠിച്ചിട്ട് കോളേജ് ഇത് പഠിച്ച ശേഷം അതിൻ്റെ ഒരു ഇൻസൈറ്റിൽ വേറെ ജോലി, ഒത്തിരി നല്ല ജോലികളിലേക്കൊക്കെ പോയ ആൾക്കാരുണ്ട്. വേറെ ഫീൽഡിൽ സക്സസ് ആയ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം
ഇതൊരു എൻഡ് തിങ്കായിട്ട് കാണരുത്. ഇപ്പം നിങ്ങൾക്ക് ഒരു ഫെയിലിയർ വന്നാലും നിങ്ങൾക്ക് വീണ്ടും അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ജോലി ഇരുന്ന് അറ്റൻഡ് ചെയ്യാം. അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഒരിക്കലും ഇതൊരു ഫൈനൽ കരിയർ ചോയ്സ് ആയിട്ട് എടുക്കരുത്. എന്ന് വെച്ചാൽ നല്ലതാണ്, UPSC പ്രിപ്പയർ ചെയ്ത് ക്ലിയർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള നല്ലതാണ്. പക്ഷെ നമുക്ക് ചിലപ്പോൾ ഒരു ലക്ക് ഫാക്ടറും മാറ്റർ ചെയ്യും. ഒരു ദിവസം മോശമായി കഴിഞ്ഞാൽ, ചിലപ്പോൾ ഒരു പേപ്പർ മോശമായി കഴിഞ്ഞാൽ എക്സാം കിട്ടാതെയൊക്കെ വരാൻ സാധ്യതകളുണ്ട്. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കണം, നിങ്ങൾ എഫേർട്ട് എടുത്താൽ അത് തന്നെ വർത്താണ്. ഇതിനു വേണ്ടി ഇപ്പം ഞാൻ ഈ എക്സാം ക്ലിയർ ചെയ്തില്ലെങ്കിൽ പോലും, എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു, ചെയ്തില്ലെങ്കിൽ പോലും ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ട് നിൽക്കുള്ളൂ. കാരണം നമ്മുടെ മെന്റലിയും ഒരുപാട് വളർത്തും. ഇതിലും വലിയ ഫെയിലിയേഴ്സ് വന്നാലും ഹാൻഡിൽ ചെയ്യാൻ നമ്മളെ പഠിപ്പിക്കും. നിങ്ങൾക്ക് പ്രഷേഴ്സ് ഒരുപാടുണ്ടാവും, പക്ഷേ ഈ എക്സാം നിങ്ങളെ മൊത്തത്തിൽ അടിമുടി മാറ്റും. നിങ്ങളിപ്പോൾ ഒന്ന് രണ്ട് അറ്റംപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ കണ്ട ഒരാളായിരിക്കത്തില്ല. നമുക്കൊരു സൊസൈറ്റിയിൽ വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരിക്കലും ഫൈനൽ റിസൾട്ട് നോക്കിയല്ല UPSC എക്സാം പ്രിപ്പയർ ചെയ്തത്. ഇപ്പം എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രിപ്പയർ ചെയ്ത് നോക്കുക. ചിലപ്പോൾ നമുക്ക് കിട്ടും, കിട്ടാതിരുന്നാലും ഞാൻ പറഞ്ഞു, UPSC പ്രിപ്പയർ ചെയ്യുന്ന ഒരാളും, നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത ഒരാളും വെറുതെ വെറും കൈയോടെ ഒരു സ്ഥലത്തേക്കും പോകേണ്ടി വന്നിട്ടില്ല. എന്തെങ്കിലും ഒരു പൊസിഷനോ എന്തെങ്കിലും ഒരു കാര്യമോ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. ഞാൻ അങ്ങനെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ജോലിൻ്റെ അപ്പുറത്തേക്കും കുറച്ച് കാര്യങ്ങൾ, ഇപ്പം ക്വിസ് റിലേറ്റഡ് ഒരുപാട് ആക്ടിവിറ്റി ചെയ്യുമായിരുന്നു, കുറച്ച് നോളജ് വർക്ക്ഷോപ്സ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ UPSC കിട്ടിയ നോളജ് വെച്ച് എനിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി. സോ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ അതായിരുന്നു. UPSCയുടെ എൻഡ് റിസൾട്ട് അല്ല വലിയ കാര്യം. എൻഡ് റിസൾട്ട് നല്ലതാണ്, പക്ഷെ എൻഡ് റിസൾട്ട് പോലെ തന്നെ മാറ്റർ ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം നമ്മളിപ്പം ഈ ഐലൻഡിലേക്ക് വന്നാൽ തന്നെ ഇതിലെ പല മെന്റേഴ്സും എന്ന് പറഞ്ഞാൽ UPSC ക്ലിയർ ചെയ്യുന്ന ആൾക്കാരല്ല. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര പേരെയാണ് അവർ ക്ലിയർ ചെയ്യുന്നത് ഓരോ വർഷവും. അതായത് ഇപ്പം ഈ സിവിൽ സർവീസ് ടോപ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ കാട്ടി പവർഫുൾ അവരല്ലേ. കാരണം അവർക്ക് വിളിച്ചാൽ വരാൻ ഒത്തിരി ടോപ്പേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് എന്തൊരു കാര്യം വിളിച്ചു പറയാൻ ഒത്തിരി ടോപ്പേഴ്സ് ഉണ്ടാവും. സോ അങ്ങനെ അവരൊരു വലിയൊരു സക്സസിന്റെ ഭാഗമല്ല. ഇപ്പം ഈ ഒരു സ്ഥാപനം തുടങ്ങി ഒരു 10 വർഷത്തിനടുത്തൊക്കെ എത്തുന്ന സമയത്തേക്ക് എത്ര ടോപ്പേഴ്സാണ്, എത്ര IAS ഓഫീസേഴ്സ്, എത്ര IPS ഓഫീസേഴ്സാണ് ഇവിടെ വരുന്നത് നിങ്ങളോടൊക്കെ ഇന്ററാക്ട് ചെയ്യാനായിട്ട്. സോ അതും ഒരു സക്സസിന്റെ ഒരു പാർട്ടാണ്. അവർക്ക് ക്ലിയർ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം മറ്റുള്ളവരെ കൊണ്ട് ക്ലിയർ ചെയ്യിക്കുന്നില്ലേ. അപ്പോൾ അതും ഒരു വലിയ കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ പല രീതിയിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റീവായിട്ട് ഇവിടെ നിന്ന് കിട്ടുന്ന നോളജ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞ ഒരു 1-2 ഫെയിലിയേഴ്സ് ഒക്കെ എന്തായാലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് കിട്ടും. UPSC എക്സാം തന്നെയല്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്തുകൊണ്ട് ഫെയിൽഡായി, എങ്ങനെ മാറ്റാം. ഇപ്പം ഞാൻ ഓരോ തവണ ഫെയിലിയേഴ്സിന് ശേഷം അത് അനലൈസ് ചെയ്യും. എന്ത് പറ്റി ഇത്തവണ, എന്ത് പറ്റി ഇത്തവണ പ്രിലിംസിന് എന്ത് പറ്റി, മെയിൻസ് എന്ത് പറ്റി. അപ്പോൾ ആ ഒരു രീതി നിങ്ങൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുന്നതല്ലേ. ഇപ്പം ഇപ്പം എൻ്റെ ഇൻ്റർവ്യൂസ് കണ്ടവരാണെങ്കിൽ അറിയാം, ഞാൻ ഒരുപാട് കോളേജിൽ പഠിക്കുമ്പോൾ ഒരുപാട് സപ്ലൈ ഒക്കെ മേടിച്ച ഒരാളാണ്. അപ്പം എനിക്ക് കോളേജ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒത്തിരി സപ്ലൈ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ മനസ്സിലാക്കി എന്തുകൊണ്ടാണ് കിട്ടിയെന്ന് പറഞ്ഞാൽ നന്നായിട്ട് പഠിക്കാത്തതുകൊണ്ട്. ഇപ്പം ഞാൻ എനിക്ക് 5-6 സപ്ലൈ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം കോളേജ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരു 6 സപ്ലൈ ഉണ്ടായിരുന്നു. അപ്പം ഈ 6 സപ്ലൈ കോളേജ് കഴിഞ്ഞ് ഇറങ്ങിയ ഒരു 6 സപ്ലൈ മേടിച്ച ഒരാൾ UPSC ക്ലിയർ ചെയ്യുമെന്നുള്ളത് പലർക്കും ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ പഠിക്കാത്തതുകൊണ്ട് തോറ്റു. അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന് അനലൈസ് ചെയ്തു, എന്തുകൊണ്ട് 6 സപ്ലൈക്ക് വരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഒന്നും ചെയ്തില്ല, ഒന്നും പഠിക്കാത്തതുകൊണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ മനസ്സിലായി, ഇന്ന കണ്ടന്റ് ഇന്ന കാര്യം പഠിച്ചിരുന്ന ഒരു വർഷം ക്ലിയർ ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു വർഷം കൊണ്ട് തന്നെ മുഴുവൻ ക്ലിയർ ചെയ്തു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എസെൻഷ്യൽ കാര്യങ്ങൾ ചെയ്തില്ല. അപ്പോൾ ചിലപ്പോൾ അത്തരം ഫെയിലിയേഴ്സ് വന്നാൽ പോലും നമ്മുടെ ഉള്ളൊരു ഫയർ വേണം. ഇതിങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും. UPSC എക്സാമിന് വേണ്ടത് 3 സ്കിൽസാണ്. ഈ 3 സ്കില്ല് സെറ്റ് ചെയ്താൽ നിങ്ങൾ ക്ലിയർ ചെയ്യും. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും മാറ്റർ അല്ല. വേറൊരു കാര്യം കൂടെ ഞാൻ പറയാമെന്ന് വെച്ചാൽ, ഞാൻ വർക്ക് ചെയ്ത ഒരു ലാസ്റ്റ് ഗ്രേഡ് സർവൻ്റ് ആയിട്ടാണ്. സിവിൽ സർവീസ് കിട്ടുന്ന ദിവസം ഞാൻ, അതായത് ഒരു ഓഫീസിലെ സീലടിക്കുന്ന എന്നുവെച്ചാൽ മറ്റുള്ളവർ ഒപ്പിട്ട് കൊടുത്ത സീലടിക്കുന്ന, അല്ലെ ഓഫീസിലെ കറണ്ട് ബില്ല് അടയ്ക്കാൻ പോകുന്ന, അല്ലെങ്കിൽ എൻ്റെ ഓഫീസിലെ ഏറ്റവും താഴ്ന്ന പൊസിഷൻ ഇരുന്ന ഒരാളാണ് ഞാൻ. അതായത് അതും മാറ്റർ അല്ല. UPSC എക്സാം ഡിമാൻഡ് ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങൾ എവിടെ നിന്ന് വരുന്നോ, ആരാണോ, അങ്ങനെ ഒന്നും മാറ്റർ അല്ല. എനിക്ക് ഈ 3 സ്കിൽസ് കൊണ്ട് ക്ലിയർ ചെയ്യാം. നിങ്ങൾ ക്ലാസ്സിൽ നിന്നിട്ട് പഠിക്കുന്ന ആളാണോ നിർബന്ധമില്ല. ഇപ്പം എനിക്കൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ഫിസിക്സാണ് പഠിച്ചത്. ഞാൻ ഫിസിക്സ് അത്യാവശ്യം നല്ല രീതിക്കുള്ളൊരു കാൻഡിഡേറ്റ് അല്ല. ഫിസിക്സ് എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല. പക്ഷെ ഞാൻ ആർട്സ് സബ്ജക്റ്റിൽ അത്യാവശ്യം നല്ലതായിട്ട് കാര്യങ്ങൾ ചെയ്യും. എനിക്ക് പൊളിറ്റി ഇഷ്ടമാണ്, എനിക്ക് ഹിസ്റ്ററി ഇഷ്ടമാണ്. അപ്പം എന്നിട്ട് മാറ്റർ ആയില്ല. അപ്പം ഞാൻ വിചാരിച്ചെന്താ, ഫിസിക്സ് എടുത്തുകൊണ്ട് ഇനി UPSC ക്ലിയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു തെറ്റായൊരു വിഷയം ഞാൻ എടുത്തു, ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒന്നും പഠിക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ UPSCയിലേക്ക് എത്തുമ്പോൾ ഹിസ്റ്ററി, ജോഗ്രഫി അങ്ങനത്തെ കുറേ ടോപ്പിക്സ് ഒത്തിരി ഉണ്ടാവും. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് എനിക്ക് അറിയത്തില്ല. പിന്നെയാണ് ഞാൻ മനസ്സിലായി, UPSCക്ക് വേണ്ട സെറ്റ് ഓഫ് കാര്യങ്ങൾ പഠിച്ചാൽ മതി, നമുക്കൊന്നും മാറ്റർ അല്ല. അപ്പം ഞാൻ ഏപ്രിൽ 22-ാം തീയതി വരെ കേരള ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ ലാസ്റ്റ് ഗ്രേഡ് സർവൻ്റ് ആണ്. അതായത് ഏറ്റവും താഴെ D സംതിങ് ക്ലാസ് സർവൻ്റ് ആണ്. ഇപ്പം ഞാൻ ഒരു A ക്ലാസ് സർവൻ്റ് ആണ്. ഇപ്പം എനിക്ക് ഇന്ത്യൻ റവന്യൂ സർവീസാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും ലൈഫിൽ UPSC പഠിച്ചു കഴിഞ്ഞാൽ. ഒരാൾക്ക് ഇപ്പം ഏറ്റവും താഴ്ന്ന പൊസിഷനിലേക്ക് മുന്നിലേക്ക് വരാനൊക്കെ പറ്റുന്നതാണെന്നുള്ളതാണ് ഈ എക്സാമിന്റെ പ്രത്യേകത. ഭീകരമായ കാര്യങ്ങളൊന്നും നിങ്ങൾ ഇതിൽ ചെയ്യേണ്ട. ബേസിക് സാധനം ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ട് ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്താൽ മാത്രം മതി.
ഞാൻ ഫെയിലിയേഴ്സിനെ ഹാൻഡിൽ ചെയ്തത് റിസൾട്ടിനെ പറ്റി ചിന്തിക്കാതെ തന്നെയാണ്. പിന്നെ ഒരു ട്രസ്റ്റ് മനസ്സിൽ വയ്ക്കുക. നിങ്ങൾക്ക് പറ്റുമോ എന്നൊക്കെ ചോദ്യങ്ങളുണ്ട്. ഇപ്പം നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നവർ ചോദിക്കും. അപ്പം ഞാൻ ഒരു ഓഫീസിലെ ലാസ്റ്റ് ഡേറ്റ് സർവൻ്റ് ആണ്. ഞാൻ ഓഫീസിൽ ഇരിക്കുമ്പോഴേക്കും പലരും വന്നിട്ട് എന്നോട് ചോദിക്കുകയും ഞാൻ പറയും UPSC പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് പറയും. അപ്പം എന്നോട് പറയും ലാസ്റ്റ് ഗ്രേഡ് സർവൻ്റ് ആയിട്ടിരിക്കുന്ന ഒരാൾ എങ്ങനെ UPSC പ്രിപ്പയർ ചെയ്യും? അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല, നിങ്ങൾ വെറുതെ സാധാരണ ഫാമിലി, അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഇതുപോലത്തെ ഒരു ഇതുപോലെ എക്സാം വലിയ ആൾക്കാർക്ക് മാത്രമേ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ? ഒത്തിരി പേരോട് വന്ന് പറയാമായിരുന്നു. ഇപ്പം ഞാൻ ബാങ്കിൽ പോകുമ്പോൾ ഞാൻ പറയും UPSC പ്രിപ്പയർ, ബാങ്കിലൊക്കെ ഓഫീസ് ആവശ്യത്തിന് പോകുമ്പോൾ അവർ പറയും സിവിൽ സർവീസോ എഴുതിയിട്ട് ഒരു LD ക്ലർക്ക് എക്സാം എഴുതി കയറുക, അല്ലെങ്കിൽ ഒരു സെക്രട്ടറി എക്സാം എഴുതുക. അപ്പം നമ്മുടെ ആഗ്രഹത്തിനൊക്കെ, എന്നോട് ഒത്തിരി പേര് പറഞ്ഞു ആഗ്രഹത്തിനൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഇല്ലേ, നിങ്ങളൊരു സാധാരണ കോളേജിലല്ലേ പഠിച്ചത്, നിങ്ങൾ IIT-കാരോടും IIT-കാരോടൊക്കെ മത്സരിക്കേണ്ടി വരത്തില്ല, അപ്പം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് കേട്ടു. അപ്പം ഞാൻ പിന്നെ മനസ്സിലാക്കിയെന്ന് ഇതിനൊന്നും കാര്യമൊന്നുമില്ല. UPSC ചോദിക്കുന്ന സിമ്പിൾ കാര്യങ്ങളാണ്, അത് നന്നായിട്ട് ചെയ്ത് വെച്ചാൽ മതി. നിങ്ങൾക്കും ആ ഒരു ട്രസ്റ്റ് വേണം. പലരുടെയും പ്രശ്നം എനിക്കിത് ക്ലിയർ ചെയ്യാൻ പറ്റില്ല, ഞാൻ ഇടയ്ക്ക് വിചാരിച്ചു ഇതൊന്നും ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇത് വലിയ വലിയ ആൾക്കാർക്ക് പറ്റുന്ന എക്സാം ആണെന്ന് വിചാരിച്ചു. UPSC എക്സാം ഏറ്റവും കോമൺ മാൻ വരെ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. ആ ഒരു ട്രസ്റ്റ് നിങ്ങൾക്ക് വേണം. നിങ്ങൾ ഇതിന് വേണ്ട കുറച്ച് ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ ടോപ്പേഴ്സ് ആയ ഒരു വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ പഠിച്ചവരൊന്നുമല്ല. ഒരുപാട് പേര് സാധാരണ ഈ ക്ലിയർ ചെയ്യുന്ന ഒത്തിരി പേരെ നിങ്ങൾ നോക്കിയാൽ, നിങ്ങൾ ഇപ്പം ഐലൻഡിൽ തന്നെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വരുന്നത്, അതിൽ പലരും ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചവരാണ്. ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച് സാധാരണ രീതിയിൽ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ ആൾക്കാരാണ്. ഇതിന് വേണ്ട എസെൻഷ്യൽ കാര്യങ്ങൾ അവർ മനസ്സിലാക്കിക്കൊണ്ട് മാത്രം ക്ലിയർ ചെയ്ത ആൾക്കാരാണ് അവർ. സോ നിങ്ങൾ ആ ഒരു പേഴ്സണൽ ട്രസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വെക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫെയിലിയേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, നമുക്കിനി നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ഓക്കെ, ഡിഫറൻ്റ് അല്ല. നമുക്ക് ലക്ഷ്മികാന്ത് വായിച്ചു, ഇപ്പൊ ലക്ഷ്മികാന്തിൽ ഒത്തിരി കണ്ടന്റ് ഉണ്ട് നമുക്ക്. ഇപ്പൊ ലക്ഷ്മികാന്ത് നമ്മൾ UPSC എക്സാമിന് പൊളിറ്റിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ബുക്സ് ആണ് ലക്ഷ്മികാന്തിൻ്റെത്. പക്ഷെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ലക്ഷ്മികാന്ത് മാത്രം കുത്തിയിരുന്ന് വായിച്ച് നമുക്ക് പ്രയോജനം ചെയ്യില്ല. നമ്മൾ ചെയ്യേണ്ടത് സിലബസ് നോക്കി സിലബസിലുള്ള കണ്ടന്റ് ലക്ഷ്മികാന്ത് വായിക്കുക എന്നുള്ളതാണ്. പിന്നെ ലക്ഷ്മികാന്ത് വായിച്ചാൽ ഒരുപാട് തവണ റിവൈസ് ചെയ്തിട്ട് വേണം നമ്മൾ നോട്ട് മേക്ക് ചെയ്യാൻ. അല്ലെങ്കിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ലക്ഷ്മികാന്ത് പറഞ്ഞാൽ എനിക്കൊന്നൊരു 700 to 800 പേജസ് ഉള്ളൊരു പുസ്തകമാണ്. അത് നിങ്ങൾക്ക് ഒരിക്കലും പെട്ടെന്ന് വായിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിൽ വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങൾ നന്നായിട്ട് നോക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്. ഞാനൊരു ബുക്ക് കൂടെ പറഞ്ഞത് ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊരു പുസ്തകമാണ്. ശരിക്കും മെയിൻസിന് ഓറിയന്റഡ് ആയിട്ട് വായിക്കുന്ന ഒരു പുസ്തകമാണ്. ആ NCERT വായിക്കുന്നത് നല്ലതാണ്. അതിലുള്ള കണ്ടന്റ് ലക്ഷ്മികാന്തിലും ഉണ്ട്. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ രസം, നമുക്കിപ്പോൾ വായിക്കാനൊരു രസം തോന്നുന്നില്ല, അങ്ങനെ ഞാൻ അതെടുത്ത് വായിക്കുമായിരുന്നു. ഓക്കെ, നമുക്കിനി ഇതിന്റെ ഫൈനൽ സെഷൻ എന്ന് പറഞ്ഞാൽ ഇന്ററാക്റ്റീവ് സെഷൻ ആണ്. നിങ്ങളുടെ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ചോദിക്കാം. നിങ്ങൾക്ക് ഒരു 30 to 45 മിനിറ്റ്സ് ടൈം ഉണ്ടാവും. സോ അടുത്തതായിട്ട് ഇന്ററാക്റ്റീവ് സെഷൻസ് ആണ്. നിങ്ങൾക്ക് UPSC-യുമായി ബന്ധപ്പെട്ട എന്ത് ചോദ്യങ്ങളും ചോദിക്കാം, അല്ലെ ഓപ്ഷനിൽ എടുക്കുന്ന കാര്യം ചോദിക്കാം, GS-ന് പ്രിപ്പയർ ചെയ്യുന്ന കാര്യം ചോദിക്കാം, എന്ത് ചോദിക്കാം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് 1 by 1 ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾക്ക് മൈക്ക് ഓൺ ആക്കിയിട്ട് ചോദിക്കാം, ഓർ മെസ്സേജ് അയക്കാം. ചോദിച്ചോളൂ. സാർ ഇപ്പൊ നോട്ട് പ്രിപ്പയർ ചെയ്തത് GS മാത്രമാണ്. അപ്പോൾ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? ഓക്കെ, SAക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന GS-ന് യൂസ് ചെയ്യുന്ന അതേ കണ്ടന്റ് തന്നെയൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യുന്നത്. പക്ഷെ SA എന്നൊക്കെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി ശീലിക്കുന്ന ഒരു മാറ്റം മാത്രമേ SAക്ക് കൊണ്ടുവരാനുള്ളൂ. നമുക്ക് ടെസ്റ്റ് സീരീസ് വരുമ്പോൾ SA അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് കോംപ്രഹെൻസീവ് ആയിട്ട്. പിന്നെ SAക്ക് നമ്മൾ ബ്രെയിൻ സ്റ്റോം ചെയ്യുന്ന സമയത്തേക്ക് നമുക്ക് GS-ലെ കണ്ടന്റ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. SA പേപ്പേഴ്സിന് പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് പഠിക്കേണ്ട, നമ്മൾ GS-ന് യൂസ് ചെയ്യുന്ന കണ്ടന്റ് ബേസ്ഡ് തന്നെയായിരിക്കും SAക്കുള്ള ടോപ്പിക്സ് വരുന്നത്. നമ്മൾ അത് എങ്ങനെ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് SA-യുടെ പ്രത്യേകത. SA എഴുതി ശരിയാക്കേണ്ട ഒരു കാര്യമാണ്. കണ്ടിന്യൂസ് ആയിട്ട് എഴുതുക, കണ്ടിന്യൂസ് ആയിട്ട് ഫീഡ്ബാക്ക് മേടിക്കുക. നമുക്ക് എഴുതുമ്പോൾ കോമൺ ആയിട്ട് വരുന്ന മിസ്റ്റേക്സ് മാറ്റുക എന്നുള്ളതാണ് SAയുടെ റൂള്. നമ്മൾ കോമൺലി ഇപ്പം നമ്മളൊരു GS-ന്റെ ആൻസർ എഴുതുന്നത് 1 to 3 പേജസിലായിരിക്കും എഴുതുന്നത്, 2-3 പേജസിലാണ് എഴുതുന്നത്. പക്ഷേ SAക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് 12 പേജസോളം എഴുതാനുണ്ടാവും, 12 to 14 പേജസ് എഴുതാനുണ്ടാവും. അപ്പോൾ നമ്മൾ എഴുതി പ്രാക്ടീസ് ചെയ്യുന്നുള്ളതാണ് SAക്ക്. കണ്ടന്റ് പേടിക്കേണ്ട, SAക്കുള്ള കണ്ടന്റ് GS പഠിക്കുമ്പോൾ കിട്ടും. അടുത്ത വിത്ത് റെസ്പെക്ട് ടു CSAT നമുക്ക് ഈ ഒരു കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഭയങ്കര ടഫായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നന്നായിട്ട് ചെയ്യുക. നമുക്ക് CSAT വേണ്ടി ഒത്തിരി സമയം കളയാനില്ല, നമ്മൾ സമയം സ്പെൻഡ് ചെയ്യണം. അപ്പോൾ എനിക്ക് 2022 2024 ഞാൻ ചെയ്തത് CSAT വേണ്ടി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നന്നായിട്ട് ചെയ്തു. 2013 CSAT ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കണ്ടിന്യൂസ്ലി വർക്കൗട്ട് ചെയ്യുമ്പോൾ ചില ഏരിയാസ് എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഏരിയാസ് മാത്രം ഞാൻ യൂട്യൂബിലെ ക്ലാസ് കണ്ടാണ് പഠിച്ചത്. അപ്പോൾ ഇന്നിപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ നമുക്ക് ക്ലാസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ ടോപ്പിക്ക് ഞാൻ 2013 to 2024 വരെയുള്ള ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ പ്രോബബിലിറ്റി എന്ന ടോപ്പിക്ക് എനിക്ക് ഭയങ്കര ടഫാണ്.
ഞാൻ പ്രോബബിലിറ്റിയുടെ ക്ലാസ് യൂട്യൂബിൽ നോക്കി പഠിച്ചു. പിന്നെ കലണ്ടർ സിസ്റ്റം നോക്കിയപ്പോൾ കലണ്ടർ സിസ്റ്റം കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ 4-5 മിനിറ്റ് എടുക്കുന്നു. അപ്പോൾ ഞാൻ വെച്ച് ഇതിനൊരു ക്ലാസ് കാണും. അപ്പോൾ ഞാൻ ജസ്റ്റ് യൂട്യൂബ് അടിച്ചു കൊടുത്തു കലണ്ടർ സിസ്റ്റം. അങ്ങനെ എനിക്ക് ടഫായിട്ട് വരുന്ന പോർഷൻസ് മാത്രമാണ് ഞാൻ സിസാറ്റ് ക്ലാസ് കണ്ടത്. ചില ടോപ്പിക്സ് ഇപ്പോൾ നമ്പർ സിസ്റ്റം ഒക്കെ എനിക്ക് എളുപ്പത്തിൽ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റി സിസാറ്റിന് വേണ്ടി. അപ്പോൾ നമ്മൾ സിസാറ്റിന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിസാറ്റിന് വേണ്ടി നോട്ട് പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാത്ത ടോപ്പിക് ചെയ്താൽ മതി. ചില ടോപ്പിക് നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ചില കാര്യങ്ങളൊക്കെ ഇപ്പം ക്ലോക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ക്ലോക്കിന്റെ ക്വസ്റ്റ്യൻ എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല, നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ സമയം വേസ്റ്റ്. അപ്പം സിസാറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നിങ്ങൾക്ക് മോസ്റ്റ് ടഫായിട്ട് വരുന്ന നിങ്ങൾക്ക് സമയം കൺസ്യൂം ചെയ്യുന്ന ടോപ്പിക്സ് മാത്രം പഠിച്ചാൽ മതി. നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ടോപ്പിക് പഠിക്കണ്ട. ഇപ്പം സിസാറ്റ് എടുത്താൽ ഒരു 50% ക്വസ്റ്റ്യൻ ഫ്രം ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ ഉണ്ടാവും, 50% ക്വസ്റ്റ്യൻ ഫ്രം മാത്സും മെന്റൽ എബിലിറ്റി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം രണ്ടും ബാലൻസ് ചെയ്ത് പഠിക്കണം. ഈ കോംപ്രഹെൻഷന്റെ കാര്യത്തിൽ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക, മാത്സിന്റെ കാര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ടഫായിട്ടുള്ള പോർഷൻ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചുമ്മാ കുറെ ക്ലാസ് കണ്ട പ്രശ്നം നിങ്ങൾക്ക് എളുപ്പം സമയം ഒരുപാട് വേസ്റ്റ് ആവും. ഇപ്പൊ ഞാൻ പോയി നമ്പർ സിസ്റ്റവും ക്ലോക്കിന്റെ ഒക്കെ ക്ലാസ് കണ്ടാൽ എനിക്കത് അറിയാവുന്ന കാര്യം ക്ലാസ് കാണേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതുവരോട് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ടഫ് ആയിട്ടുള്ള പോർഷൻസ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ ക്വസ്റ്റ്യൻ ഒന്ന് ക്ലിയർ ആയില്ല, ഒന്നുകൂടെ പറയാവോ? അഭിജിത്ത്, ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാവോ? ക്ലിയർ ആയില്ല. ആ നിങ്ങൾ കോളേജ് ഇപ്പൊ ഇഗ്നേറ്റിന്റെ കോഴ്സ് എന്ന് പറഞ്ഞാൽ കോളേജ് സ്റ്റുഡന്റിന് വേണ്ട കാര്യങ്ങൾ അത്യാവശ്യം അനലൈസ് ചെയ്ത് അവർ തയ്യാറാക്കിയ ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ നിങ്ങൾ കോളേജ് സ്റ്റുഡന്റ് PCM കോഴ്സ് നിങ്ങൾ കോളേജ് കഴിഞ്ഞ ശേഷം എനിക്കൊന്ന് PCM കോഴ്സ് പോലും ജോയിൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാകത്തില്ല. നിങ്ങൾ ഇഗ്നേറ്റ് കോഴ്സ് തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിക്കും. പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ബ്രിഡ്ജ് കോഴ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. കാരണം നിങ്ങൾ ഇതിൽ നിന്ന് തന്നെ കുറെ പഠിക്കും. പിന്നെ ആഡ് ഓൺ ആയിട്ട് കുറച്ച് കാര്യങ്ങളായിരിക്കും അടുത്ത ബാച്ചിലേക്ക് പഠിക്കും. അപ്പോൾ നിങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട, നിങ്ങൾ ഇപ്പോൾ ഇഗ്നേറ്റിന്റെ കാര്യത്തിൽ നന്നായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കോളേജിൽ വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിക്കോളും, അതിൽ പേടിക്കേണ്ട. ഓക്കെ, ഞാനിത് എൻ്റെ ലേറ്റർ സ്റ്റേജിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. കാരണം ഞാൻ എക്സാമിനെ പറ്റി തിരിച്ചറിയാൻ കുറേ സമയം എടുത്തു. കാരണം ഞാൻ ഈ കോച്ചിങ്ങിനൊന്നും ആദ്യമൊന്നും പോകാഞ്ഞോണ്ടേ. കാരണം ചിലരുടെ ഒരു വിശ്വാസം തന്നെ പഠിച്ചാൽ കിട്ടും എന്നുള്ള വിശ്വാസമൊക്കെ ഉണ്ട്. അത് ശരിക്കും പറ്റും. ഈ നന്നായിട്ട് സിലബസ് ഒക്കെ നോക്കി അനലൈസ് ചെയ്യും. ഞാൻ ക്ലാസ്സിലൊരു അത്ര നന്നായിട്ട് പഠിക്കുന്ന ഒരാളിങ്ങനെ നോക്കാൻ അറിയാവുന്ന ഒരാളല്ലായിരുന്നു. അപ്പം അതുകൊണ്ടാണ് എനിക്ക് ഒരു പ്രശ്നം വന്ന പ്രിപ്പറേഷൻ. അപ്പം പിന്നീട് ഞാൻ മനസ്സിലാക്കി നമുക്ക് അറിയാത്ത ടോപ്പിക്ക് യൂട്യൂബ് നോക്കി പഠിക്കാം. ഇപ്പം നമ്മൾ ചിലപ്പോൾ ചില ടോപ്പിക്സ്, ഇപ്പം ഞാൻ പറഞ്ഞ സിസാറിലെ ചില ടോപ്പിക്സ് എനിക്ക് അറിയത്തില്ല. അപ്പം ഞാൻ ഫോക്കസ് ചെയ്ത് നോക്കും ഏതൊക്കെ ടോപ്പിക്കാണ് എനിക്ക് മനസ്സിലാവാത്തത്, അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്കിന് എനിക്ക് ആൻസർ എഴുതാൻ പറ്റുന്നില്ല, അത് മാത്രം യൂട്യൂബ് നോക്കി. പിന്നെ ഞാൻ ചെയ്യുന്നത് ChatGPT യൂസ് ചെയ്യും. ചെയ്യുന്ന പറഞ്ഞാൽ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടിയ ആൻസർ റൈറ്റിങ്ങിന് ഞാൻ കഴിഞ്ഞ വർഷം യൂസ് ചെയ്ത് കേട്ടോ. കഴിഞ്ഞ വർഷം തൊട്ടാണ് ഞാൻ ChatGPT യൂസ് ചെയ്യുന്നത് തുടങ്ങിയത്. അപ്പോൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ഉത്തരം എഴുതാൻ അറിയത്തില്ല. അപ്പം ഞാൻ ആ ക്വസ്റ്റ്യൻ ChatGPT കൊടുത്തിട്ട് പറയും ഇത് സിവിൽ സർവീസിന്റെ ക്വസ്റ്റ്യൻ ആണ്, എനിക്കൊരു 150 മാർക്ക് ഈ ചോദ്യത്തിന് ഉത്തരം എഴുതി തരാൻ പറയും. ChatGPT ഒരു ആൻസർ തരും, ഒരു മോഡൽ ആൻസർ കിട്ടും. ആ ആൻസർ പെർഫെക്റ്റ് അല്ല, ആൻസർ അടിപൊളിയോ അല്ല, ആൻസർ ഒരു മോഡൽ ഡ്രാഫ്റ്റ് ആൻസർ നമ്മുടെ കയ്യിലുണ്ടാവും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. അപ്പം നിങ്ങൾക്ക് ChatGPT യൂസ് ചെയ്യാം. നിങ്ങൾ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചുമ്മാ എടുത്ത് ഏത് നേരം യൂട്യൂബും ChatGPT നോക്കണമെന്നല്ല, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ പഠനത്തെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഇതൊക്കെ യൂസ് ചെയ്യേണ്ടത്. ഇപ്പൊ മാത്സിൽ ഇപ്പൊ സിസാറിന്റെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ സിസാറിന്റെ ഒരു ക്വസ്റ്റ്യൻ എടുക്കും, ഫോട്ടോ എടുക്കും, ChatGPT കൊടുത്തിട്ട് ഇതൊന്ന് സോൾവ് ചെയ്യാൻ പറയും. ChatGPT സോൾവ് ചെയ്ത് തരും. അപ്പൊ ഞാൻ പറയും ഇതല്ല, എനിക്ക് വേറൊരു സിമ്പിൾ മെത്തേഡ് ഞാൻ പറയും. ChatGPT കൊണ്ട് 5-6 മെത്തേഡ് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് തരും. നിങ്ങൾക്ക് അങ്ങനെയും പഠിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഉത്തരവും കിട്ടാത്ത അവസ്ഥ വരത്തില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് AI ടൂൾസ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ അറിഞ്ഞാലേ പ്രയോജനമുള്ളൂ. ഇപ്പൊ ഞാൻ യൂട്യൂബിനെക്കാട്ടി കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇപ്പം ChatGPT ഒക്കെയാണ്, AI ടൂൾസ് ആണ്. ഒരു ചോദ്യം അറിയത്തില്ലെങ്കിൽ അതൊന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്നൊക്കെ ചോദിക്കും. അപ്പൊ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അല്ല ഞാൻ ചോദിക്കുവേ ഈ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ എനിക്ക് കൊണ്ട് തരാൻ ചോദിക്കും. ChatGPT എവിടെന്നെങ്കിലും ആ വീഡിയോ കൊണ്ട് തരും. ഇത് മനസ്സിലാക്കി വരുന്ന പ്രോപ്പർ വീഡിയോസ്. ഇത് ഭയങ്കര, അത് ഇമാജിൻ ചെയ്യാന്നതിന്റെ അപ്പുറത്തേക്ക് എളുപ്പമാണ്. ഞാനൊരു പ്രീമിയം മെമ്പർഷിപ്പ് എടുത്തു ChatGPT. അപ്പം ചില ക്വസ്റ്റ്യൻസ്, ഇപ്പം ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോഴേക്കും ഞാൻ പ്രോബബിലിറ്റിയുടെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞ് എനിക്കിത് അറിയത്തില്ല, അപ്പം ഇതൊന്ന് പഠിക്കാൻ വേണ്ടി പറ്റുന്നൊരു ക്ലാസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ChatGPT ഒരു നല്ല ക്ലാസ് എനിക്ക് കൊണ്ട് തന്നു. ഞാൻ ആ വീഡിയോ ആയിട്ട് കണ്ടു, എനിക്ക് കാര്യം മനസ്സിലായി. സോ അങ്ങനെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. എനിക്കൊന്നൊരു AI ടൂൾ നിങ്ങൾക്ക് നല്ല ഹെൽപ്ഫുൾ ആണ്. പക്ഷെ ശ്രദ്ധിക്കണം, AIനെ കംപ്ലീറ്റ്ലി വിശ്വസിക്കരുത്. നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങളുടെ മെന്റേഴ്സിനെയും കാര്യങ്ങളൊക്കെ വിശ്വസിച്ച ശേഷം ഒരു അഡീഷണൽ ടൂൾ എന്നുള്ള നിങ്ങൾക്ക് AI യൂസ് ചെയ്യാം.
ഓക്കെ, അത് നമ്മുടെ മെന്റാലിറ്റി കൂടെ അനുസരിച്ചിരിക്കും കേട്ടോ. PCM കോഴ്സ് ചെയ്ത് ക്ലിയർ ചെയ്ത ഒരാൾ ഇവിടെ ഉണ്ട്, ഐലൻഡിൽ തന്നെ പഠിച്ച ഒരാൾ ക്ലിയർ ചെയ്ത് നല്ലൊരു റാങ്ക് പഠിച്ച ഒരാളുണ്ട്. പക്ഷേ നമ്മുടെ സിറ്റുവേഷൻ ഇപ്പം ഞാൻ ഇച്ചിരി മടിയുള്ള ആളാണ്. അപ്പം ഈ ഓൺലൈൻ ക്ലാസ് ഒക്കെ ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ എഴുന്നേറ്റ് പോകാനുള്ള മെന്റാലിറ്റി ഒക്കെ ഉണ്ട്. പിന്നെ എനിക്ക് ഡൗട്ട് ചോദിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഇപ്പം മനസ്സുകൊണ്ട് ഞാൻ ഓക്കെയാണ്, എനിക്ക് ആൻസർ കൃത്യമായിട്ട് ഇപ്പം നമ്മൾ ഓഫ്ലൈനായിട്ട് ആൻസർ എഴുതി അയച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം ക്ലാസ്സിൽ വന്ന് ഒരു ടെസ്റ്റ് എഴുതുന്നു, കൊടുക്കുന്നു, പേപ്പർ കൊടുക്കുന്നു, പോകുന്നു, ഫീഡ്ബാക്ക് മേടിക്കുന്നു, മെന്ററെ നേരിട്ട് കാണുന്നു, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഓഫ്ലൈനിൽ കിട്ടും. ചില ആൾക്കാർക്ക് അങ്ങനെ തന്നെ വേണമെന്ന് നിർബന്ധമുണ്ട്. ഞാൻ അങ്ങനെ നിർബന്ധമുള്ള വാശിയുള്ള ഒരാളാണ്. പക്ഷെ എൻ്റെ ഫ്രണ്ട്സിൽ ക്ലിയർ ചെയ്തവർ തന്നെ കേട്ടോ, 100 താഴെ റാങ്ക് മേടിച്ച ആൾക്കാർ തന്നെ, അവർ ചിലർ ഇങ്ങനെ എഴുതി ഓൺലൈനായിട്ട് കൊടുത്തും പഠിച്ചവരുണ്ട്. നിങ്ങളുടെ ടെസ്റ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഓൺലൈൻ ടെസ്റ്റ് വരുമ്പോൾ അത് എഴുതുന്നു, എഴുതി അത് സ്കാൻ ചെയ്ത് അയച്ചു കൊടുക്കുന്നു. അങ്ങനെ പഠിക്കാം, ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ മനസ്സനുസരിച്ചിരിക്കും. നിങ്ങൾക്ക് ഓഫ്ലൈൻ ഓൺലൈൻ ഒന്നും ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യില്ല. നിങ്ങൾ ചെയ്യുന്ന സെയിം റിസോഴ്സ്, സെയിം മെന്റേഴ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ജസ്റ്റ് ഓൺലൈനിൽ വന്ന് ക്ലാസ് തരുന്നു, ഓഫ്ലൈനിൽ നിന്ന് ക്ലാസ് തരുന്ന വ്യത്യാസം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് മനസ്സ് വേണം. ഇപ്പം നിങ്ങൾ ഒരു ചെറിയ കാര്യം വന്നാലും ഡീവിയേറ്റ് ചെയ്യപ്പെടാത്ത ആളായിരിക്കണം. ഇപ്പം ഞാനെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഫേസ്ബുക്കിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു, ഞാൻ നേരെ അതിൻ്റെ വഴിയെ പോയി, ക്ലാസ് നടന്നിട്ടിരിക്കും. അപ്പം അങ്ങനെ മൈൻഡ് ഡൈവേർട്ട് ആവാത്ത ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഓഫ്ലൈനാണ് ഓൺലൈൻ ഒരു പ്രശ്നമില്ല. ഇപ്പം എൻ്റെ ചില ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ ക്ലാസ് ഇരുന്ന 3 മണിക്കൂർ ക്ലാസ്സെങ്കിൽ 3 മണിക്കൂർ ക്ലാസ് നന്നായിട്ടിരിക്കും, ടെസ്റ്റ് പ്രോപ്പറായിട്ട് എഴുതി കൊടുക്കും. ഞാൻ അത്രയും ചെയ്യാൻ പറ്റും. ഞാൻ ഇച്ചിരി മടിയുള്ള ആളായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഓൺലൈൻ ക്ലാസ് പറ്റത്തില്ല. പക്ഷെ പറ്റുന്ന ഒത്തിരി പേരുണ്ട്, അങ്ങനെ പഠിച്ച് ക്ലിയർ ചെയ്ത ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് റിസോഴ്സ് ഒക്കെ സെയിം ആയിരിക്കും കേട്ടോ. ഓഫ്ലൈൻ ഓൺലൈൻ ഇപ്പം എല്ലായിടത്തും നമ്മൾ ഹൈബ്രിഡ് ക്ലാസ് ആണ്. അപ്പം ഞാനൊന്നും പഠിച്ചപ്പോൾ അങ്ങനെയല്ല, ഞങ്ങൾക്ക് റെക്കോർഡ്സ് ക്ലാസ് ഒക്കെ ആയിരുന്നു. ഇപ്പം എന്ന് പറഞ്ഞാൽ എല്ലാം ഹൈബ്രിഡ് ആണ്. നിങ്ങൾ ഓൺലൈൻ ഇരുന്നാലും ഓഫ്ലൈൻ ഇരുന്നാലും ക്ലാസ് ഇരിക്കുന്ന എഫക്ട് കിട്ടും. നിങ്ങൾക്ക് ഇപ്പം ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്നില്ല. ഇതുപോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്? ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാലേ ഇംഗ്ലീഷിൽ സംസാരിക്കുക എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾ പറഞ്ഞുകൊണ്ട് ഞാൻ ചിലപ്പോൾ കസ്റ്റമർ കേസിലേക്ക് വിളിച്ചിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കും. ഞാൻ അന്ന് ഓർക്കുന്ന പറഞ്ഞാൽ ഞാൻ ഫെഡറൽ ബാങ്കിൻ്റെ കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ LPG വിളിച്ചിട്ട് അങ്ങനെ പല പ്ലാറ്റ്ഫോംസിൻ്റെ കസ്റ്റമർ കെയർ വിളിച്ച് സംസാരിക്കാൻ എൻ്റെ മെയിൻ പരിപാടി ഇന്റർവ്യൂ സമയത്ത്. അപ്പോൾ നിങ്ങൾ സംസാരിക്കും തോറും ഇമ്പ്രൂവ് ആയിക്കോളും. നിങ്ങൾ അതിൽ പേടിക്കേ വേണ്ട. നിങ്ങൾക്ക് പലയിടത്ത് പോയി, ഇപ്പം നമുക്ക് കേരളത്തിൽ തന്നെ നിന്നാൽ മതി. നിങ്ങൾക്ക് എല്ലായിടത്തും മലയാളം തന്നെ സംസാരിച്ചൊന്നും പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഇംഗ്ലീഷ് ഹിന്ദിയൊക്കെ പഠിച്ചാലേ കേരളത്തിൽ തന്നെ നിലനിൽക്കാൻ പറ്റുള്ളൂ. അപ്പം അതിൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കണ്ട, ഓർത്ത് പേടിക്കണ്ട. നിങ്ങൾക്ക് എവിടെയെങ്കിലും വെച്ച് യൂസ് ചെയ്താൽ മതി. ഇപ്പം എനിക്ക് ഡിസംബർ 11-ാം തീയതിയാണ് എനിക്ക് മെയിൻസ് ക്ലിയർ ചെയ്തെന്ന് പറഞ്ഞിരുന്നത്. ജനുവരി 24-നാണ് എൻ്റെ ഇന്റർവ്യൂ. അതായത് 1 മാസം സമയമുള്ളൂ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കത്തില്ല. അന്ന് TP ശ്രീനിവാസൻ സാറിനെയും പിന്നെ അനിൽ സ്വരൂപ് സാറിനെയും കാണുന്ന ഒരു പരിപാടിയാണ്. അവർക്ക് TP ശ്രീനിവാസൻ സാറിന് മലയാളമൊക്കെ അറിയാം, പക്ഷെ പുള്ളി ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. അപ്പം ഞാൻ ഓർത്ത് ഈ പുള്ളിയുടെ അടുത്ത് എങ്ങനെ സംസാരിക്കും. മെന്ററാണ്, പുള്ളിയുടെ അടുത്തൊരു മെന്റർഷിപ്പ് സെഷൻ ഉണ്ട്. നമ്മൾ ചെന്നിട്ട് സിമ്പിളായിട്ട് ഇങ്ങനെയൊക്കെ നമുക്ക് പറ്റുന്ന പോലെ ഒപ്പിച്ച് പറഞ്ഞു. അതിനുശേഷം ഇവിടെ അതിനുള്ള ഷിനാസ് സാറിൻ്റെ അടുത്ത് ഒരു സെഷൻ വന്നു. സാർ പറഞ്ഞു, ഇത്ര കുഴപ്പമില്ല, നീ അത്യാവശ്യമൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്, അത് മതി. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോപ്പർലി നല്ല ആക്സെന്റിൽ ഇംഗ്ലീഷ് സംസാരിക്കണം വരാൻ, നോർമലി സംസാരിച്ചാൽ മതി. നമ്മൾ കുറേ സംസാരിക്കും, ഇമ്പ്രൂവ് ആയിക്കോളും. ഞാൻ പറയും കുറേ സംസാരിക്കുക എന്നുള്ളതേ നമുക്ക് അതിനൊരു സൊല്യൂഷൻ ഉള്ളൂ. ഞാൻ ചെയ്ത കാര്യം ഇതാ, കസ്റ്റമർ കെയറിൽ വിളിക്കും, ഫ്രണ്ട്സിനോട് സംസാരിക്കും. ചില ഫ്രണ്ട്സിനോട് പറയും നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുള്ളൂ. അപ്പോൾ അതൊക്കെ ശരിയായിക്കോളും. അതിനെ പുറത്തോർത്ത് കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് അത് ഇമ്പ്രൂവ് ആകാനുള്ള ഓപ്ഷൻസ് ഒക്കെ, അതിനുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യും. ആക്ച്വലി ഞാൻ ഈ പറയുന്ന ഒരുപാട് എക്സാം ക്ലിയർ ചെയ്തു. എനിക്ക് തോന്നുന്നു ഒരു 15-ന് മുകളിൽ PSC എക്സാം ഞാൻ ക്ലിയർ ചെയ്തു. സംഭവം എന്ന് പറഞ്ഞല്ലേ, നമ്മൾ UPSC ഒന്ന് പ്രോപ്പർ വേയിൽ പ്രിപ്പയർ ചെയ്തുണ്ടല്ലോ, ബാക്കി എക്സാംസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാം. ഞാൻ കേസ് ക്ലിയർ ചെയ്യും. ഞാൻ എഴുതിയിട്ടില്ല കേസ്. ഞാൻ കേസിന്റെ ഫസ്റ്റ് വന്നപ്പോഴെങ്ങാണ്ട് എഴുതി. ഇത്തവണ എഴുതിയില്ല. ഇത്തവണ എനിക്ക് അതിന് മുമ്പ് തന്നെ സിവിൽ സർവീസ് കിട്ടി. അപ്പം നിങ്ങളുടെ UPSC എഴുതി കഴിഞ്ഞാൽ ഒരുപാട് എക്സാം കിട്ടും. അപ്പം ഞാൻ ലാസ്റ്റ് ഗ്രേഡിൽ എക്സാമിലാണ് തുടർന്നത്. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഗ്രേഡ് ഇരുന്ന് ഒരുപാട് പഠിക്കാൻ സമയം ഉണ്ടായിരുന്നു. പറയുമ്പോൾ ഒരു ഗവൺമെന്റ് ജോലിയുണ്ട്, ഗവൺമെന്റ് ജോലി ഇരുന്ന് പഠിക്കാൻ ഒത്തിരി ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ഗ്രേഡ് തുടരും. അപ്പം UPSC പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് PSC എഴുതുന്നല്ല. ഇപ്പം നിങ്ങൾക്ക് പ്രിലിമിനറി എക്സാം സിറ്റുവേഷൻ മനസ്സിലാക്കണം. നിങ്ങൾ ഒരുപാട് PSC എക്സാം വെറുതെ എഴുതുക. ഞാൻ ജോലിക്ക് കയറാണെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ PSC പഠിച്ചില്ല. കോളേജ് കഴിഞ്ഞപ്പോൾ ഒരു എക്സാം എഴുതി കിട്ടിയപ്പോൾ തന്നെ ഞാൻ ലീവ് അപ്ലൈ ചെയ്തു. എന്നിട്ട് ലീവ് എടുത്ത് UPSC പഠിച്ചു. അപ്പം നിങ്ങൾക്ക് അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നോക്കുമ്പോൾ എന്താ, നിങ്ങൾക്ക് ഒരു വർഷം ഇപ്പം എനിക്ക് 2021 പ്രിലിംസ് കിട്ടിയില്ലെങ്കിൽ ഞാൻ അടുത്ത 2 ദിവസത്തിനുള്ളിൽ പോയി എൻ്റെ ജോലിക്ക് ജോയിൻ ചെയ്തിട്ട് അടുത്ത അറ്റംപ്റ്റ് വരുമ്പോൾ വീണ്ടും ലീവ് എടുക്കും. അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഉണ്ട്. നിങ്ങൾക്ക് ഞാൻ പറയും UPSC-യുടെ നിങ്ങൾക്ക് വെറും കൈയോടെ മടങ്ങേണ്ടി വരത്തില്ല. നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേ വേണ്ട. നിങ്ങൾക്ക് ഒരു ജോലി മേടിച്ചിട്ട് സമാധാനമായിട്ട് ജോലി ഇരുന്ന് തന്നെ പഠിക്കണം, ജോലി ഇരുന്ന് പഠിക്കാം. അല്ലെങ്കിൽ ഒരു ലീവ് അങ്ങ് അപ്ലൈ ചെയ്യുക, നേരെ പോയി UPSC പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഓർത്ത് പേടിക്കേ വേണ്ട. UPSC പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്കും വെറും കൈയോടെ മടങ്ങേണ്ടി വരത്തില്ല. ഇപ്പോൾ എൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എനിക്കൊന്നൊരു 15-നടുത്ത് PSC എക്സാം എഴുതി ജോലി കിട്ടാനുള്ള സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ ചെയ്തത് വേറൊന്നും PSC-ക്ക് വേണ്ടി പ്രത്യേകം പഠിച്ചില്ല. ഞാൻ UPSC നന്നായിട്ട് പഠിക്കുക മാത്രമാണ് ചെയ്തത്.
ആ ഓക്കെ. ആ ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ UPSC എക്സാം മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ എഴുതിയെന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ UPSC എക്സാം നിങ്ങൾക്ക് മലയാളത്തിൽ ഇംഗ്ലീഷ് എഴുതാം. പക്ഷെ ഞാൻ എപ്പോഴും ഇംഗ്ലീഷ് എഴുതാൻ സജസ്റ്റ് ചെയ്യുന്ന റീസൺ നമുക്കൊരു ഇൻഹിബിഷൻ ഉള്ളതുകൊണ്ടാണ്. നിങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യം ഞാനും പണ്ട് എൻ്റെ മെന്റേഴ്സിനോട് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് മലയാളത്തിൽ നന്നായിട്ട് എഴുതാൻ അറിയാം, പക്ഷെ ഇംഗ്ലീഷ് അറിയത്തില്ല. പിന്നെ ഞാൻ എഴുതി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് മലയാളത്തിൽ പുസ്തകങ്ങൾ അധികം അവൈലബിൾ അല്ല. പിന്നെ നിങ്ങൾ മലയാളത്തിൽ എഴുതിയാൽ നിങ്ങളുടെ പേപ്പർ നോക്കുന്ന ഒരു മലയാളി ആയിരിക്കും. അപ്പം ഇങ്ങനെ കുറേ കൺസിഡറേഷൻ വന്നപ്പോഴേക്കും ഞാൻ ആലോചിച്ച് ഇംഗ്ലീഷ് എഴുതി കഴിഞ്ഞാൽ നല്ലത്. കാരണം ബുക്സ് ഒക്കെ കിട്ടുന്ന ഇംഗ്ലീഷിലാണ്. നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസിക്ക് ഒരു മലയാളം വാക്കുണ്ടോ? ബ്ലോക്ക് ചെയ്യുന്ന ഒരു മലയാളം വാക്കുണ്ടോ? ഇതൊക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇംഗ്ലീഷ് എഴുതുന്നതാണ് കൂടുതൽ നല്ലതെന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് പലർക്കും ഒരു ഇൻഹിബിഷൻ ഉള്ളതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പറ്റുമോ എന്നറിയില്ല. ഞാൻ മലയാളം എഴുതി പഠിച്ച ഒരാളാണ് കുറേ നാളായിട്ട്. അപ്പം എനിക്കും ഈ തോന്നലുകളുണ്ട്. പക്ഷെ എഴുതി വന്നപ്പോൾ മനസ്സിലായി ഇംഗ്ലീഷാണ് കൂടുതൽ എളുപ്പം. കാരണം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ലേബൽ ചെയ്യാനും ഒക്കെ തന്നെ മലയാളം കുറച്ചുകൂടി പാടായിട്ട് നിങ്ങൾക്ക് എഴുതണമെങ്കിൽ എഴുതാൻ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇംഗ്ലീഷിലാണ് എഴുതിയത്. ഞാൻ മലയാളം എഴുതി പഠിച്ച ഒരാളാണ്. എനിക്ക് അത്ര വലിയ ഐഡിയാസ് ഒന്നും ഇംഗ്ലീഷ് എഴുതാനില്ല. നമ്മൾ എഴുതി ശരിയാവും. നമുക്ക് എഴുതിയിട്ട് നിങ്ങൾ ശരിയായില്ലെങ്കിൽ നിങ്ങൾക്ക് അന്നേരം ഒരു ഡിസിഷൻ എടുക്കാം. നമ്മൾ ഇപ്പോഴേ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഞാൻ ഇംഗ്ലീഷിന് പറ്റാത്തവനാണ്, എനിക്ക് മലയാളത്തിൽ എഴുതാൻ പറ്റും, അങ്ങനെയുള്ള തോട്ടൊന്നും ഇപ്പോൾ വേണ്ട. എഴുതി നോക്കുക. നിങ്ങൾക്ക് സമയം, നിങ്ങൾ ഇനി കോളേജിലല്ലേ പഠിക്കുന്നത്, അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ ഒന്ന് എഴുതി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പറ്റുമല്ലെന്നും. ലാംഗ്വേജും കമ്മ്യൂണിക്കേഷനും സാധാരണ മലയാളികൾക്ക് പ്രശ്നമേ ആകാറില്ല. മലയാളികൾ എന്തും പഠിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ നമ്മൾ പോകുന്ന കടയിൽ ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയാണ്, നമ്മളവിടെ ഹിന്ദി പഠിക്കും. അത് എനിക്കറിയില്ല, ഇത്രയും അഡാപ്റ്റബിലിറ്റി ഉള്ളൊരു മനുഷ്യർ. അത് ഞാൻ പലയിടത്ത് മോക്ക് ഇൻ്റർവ്യൂസിന് പോയപ്പോഴേക്കും ഈ പറയുന്ന നോർത്തിൽ നിന്നുള്ള ഇൻ്റർവ്യൂ ബോർഡ് മെമ്പേഴ്സ് ഉണ്ട്. അവർ ചോദിക്കുന്ന മലയാളികളെ സമ്മതിക്കാൻ വയ്യുന്നത്. കാരണം എവിടെ പോലും അഡാപ്റ്റ് ചെയ്യും, എന്ത് സിറ്റുവേഷൻ വന്നാലും. ഇപ്പം നിങ്ങൾ മലയാളം എന്ന് പറഞ്ഞ് പേടിക്കുകയാണ്, നിങ്ങൾക്ക് ഇംഗ്ലീഷ് എഴുതുന്നതാണ് കൂടുതൽ കൺവീനിയൻറ്റ്. നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നൊരു സിറ്റുവേഷൻ തോന്നിയാൽ നിങ്ങൾക്ക് മലയാളത്തിൽ പോകാൻ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. എൻ്റെ ഫിസിക്സ് ഗ്രാജുവേഷൻ എന്നെ UPSC പ്രിപ്പറേഷൻ ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. പക്ഷെ എനിക്ക് പ്രിലിംസിൻ്റെ എക്സാമിനേഷന് സയൻസ് ആൻഡ് ടെക്നോളജി ക്വസ്റ്റ്യൻ വരുമ്പോൾ കുറച്ച് എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഫിസിക്സ് എനിക്കെന്ന് പറഞ്ഞാൽ എനിക്കൊരു താല്പര്യമില്ലാതെ, ഞാനെന്ന് വെച്ചാൽ എല്ലാവരും പറഞ്ഞ് ഫിസിക്സ് പഠിച്ചാൽ വളരെ സ്കോപ്പ് ഉണ്ടെന്നുകൊണ്ടാണ് ഞാനത് എടുക്കുന്നത്. എനിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ സയൻസ് ആൻഡ് ടെക്നോളജി ക്വസ്റ്റ്യൻസ് എഴുതുന്ന സമയത്തേക്ക് ഫിസിക്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അത് ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. ഇപ്പൊ ചിലർക്ക് ഇൻട്രസ്റ്റോടെ പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് GS3 സയൻസ് ആൻഡ് ടെക് എന്ന പേപ്പറുണ്ട്, അവിടെയും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അല്ലാതെ നമുക്ക് അങ്ങനെ ഗ്രാജുവേഷനിൽ പഠിക്കുന്ന സബ്ജക്റ്റ് കൊണ്ട് നമുക്ക് അത്ര പ്രയോജനമൊന്നും ചെയ്യണമെന്നില്ല. ഇപ്പൊ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങൾക്ക് കോളേജ് സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇങ്ങനൊരു പരിപാടി നേരത്തെ തുടങ്ങും നല്ലതാണെന്ന്. ഇപ്പൊ ചിലർ പറയും ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് തുടങ്ങിയെന്ന് പറയും. ഇപ്പൊ നിങ്ങൾക്ക് കോളേജ് പഠിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ പഠിക്കുന്ന പല കണ്ടന്റ് UPSCക്ക് ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് അതറിഞ്ഞ് നേരത്തെ അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. എനിക്ക് പ്രയോജനം ചെയ്യാൻ കാര്യം ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ UPSCനെ പറ്റി അധികം ചിന്തിച്ചിട്ടില്ല. പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഇപ്പം UPSCയുടെ സിലബസ് ഉണ്ട്, UPSCയെ പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട്, ബേസിക് ഐഡിയ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പഠിക്കുന്ന ഞാൻ പറയാം നിങ്ങൾ എല്ലാവർക്കും ഉപകാരപ്പെടും. നിങ്ങൾ ഏത് സബ്ജക്റ്റ് പഠിച്ചു, ഇപ്പം നിങ്ങൾ ഇംഗ്ലീഷാണ് പഠിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് വേണ്ട കണ്ടന്റ് അവിടെ കിട്ടും. ഫിസിക്സ് ആണ് പഠിക്കുന്നതെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി ഉപയോഗപ്പെടും. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ബ്ലാക്ക് ഹോൾസിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്, ഗ്രാവിറ്റേഷൻ വേവ്സിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്, IRNSS സാറ്റലൈറ്റിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്, ആദിത്യ L1 മിഷനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഫിസിക്സ് പഠിക്കുന്നവർക്ക് കുറച്ചുകൂടി എഴുതാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവണം ഇത് UPSCക്കും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എനിക്ക് അന്നത്തെ കാലത്ത് അറിയാഞ്ഞുകൊണ്ട് ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തില്ല. പക്ഷെ നിങ്ങൾക്കത് പറ്റും, കാരണം നിങ്ങൾക്ക് നേരത്തെ മനസ്സിലായ എക്സാമിനെ പറ്റി. ഓക്കെ. എസ്സേയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വളരെ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഫിലോസഫിക്കൽ എസ്സേയാണ് കൂടുതൽ ചോദിക്കുന്നത്. നമ്മൾ ഒരുപാട് ഫിലോസഫി കൊണ്ടുവരേണ്ടി വരും. നിങ്ങൾക്ക് അതിലെന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ പഠിച്ചു തുടങ്ങുക, നിങ്ങൾക്ക് കുറേയധികം കാര്യങ്ങൾ ക്ലാസ്സിൽ നിന്ന് കേട്ടും മെന്റർഷിപ്പ് സെഷനിൽ നിന്ന് കിട്ടും. അതിനുശേഷം നിങ്ങൾ ഓരോ ടോപ്പിക്സ് എടുത്ത ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ ഒരു ടോപ്പിക് എടുത്ത് നിങ്ങൾ നിങ്ങൾക്ക് വേണം ഇനീഷ്യൽ സ്റ്റേജിൽ വേണം ChatGPT കൊടുക്കാം. ChatGPT കൊടുത്തിട്ട് ഈ ക്വസ്റ്റ്യൻ ഈ സാധനത്തെ എങ്ങനെയൊക്കെ വിലയിരുത്താം. ഇപ്പോൾ ഒരു ടോപ്പിക്ക് എന്തെങ്കിലും ടോപ്പിക് കിട്ടിക്കാൻ നിങ്ങൾക്ക് ഇപ്പം ഞാൻ പെട്ടെന്ന് മനസ്സിലോട്ടൊന്നും വരുന്നില്ല. ഒരു ടോപ്പിക് കൊടുത്തിട്ട് UPSCയിൽ എങ്ങനെ ഈ എസ്സേനെ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം എന്ന് ചോദിച്ചാൽ നമുക്ക് ആ UPSCയിൽ എസ്സേനെ ഇന്റർപ്രറ്റ് ചെയ്യാം. എസ്സേയുടെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രോപ്പറായിട്ട് എഴുതുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ഉള്ള വഴി. നിങ്ങൾ എഴുതിയിട്ട് നിങ്ങളുടെ മെൻറ്ററെ കൊടുക്കുമ്പോഴേക്കും മെൻറ്റർ കുറേ ഫീഡ്ബാക്സ് തരും. നിങ്ങൾ തുടങ്ങുന്നല്ലേ ഉള്ളൂ, നിങ്ങൾക്ക് എസ്സേ ഒക്കെ വരും. പിന്നെ നിങ്ങൾക്ക് GS പഠിക്കുമ്പോൾ അതിലുള്ള കണ്ടന്റ് എഴുതാനുള്ള കണ്ടന്റ് കിട്ടും. അത് കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് എസ്സേ ഇമ്പ്രൂവ് ആവുന്നത്. എസ്സേയുടെ ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫിലോസഫിക്കൽ ടോപ്പിക്സ് ആണ്. 3 മണിക്കൂറിനുള്ളിൽ 12-13 പേജ് വരുന്ന 2 എസ്സേ നിങ്ങൾ എഴുതണം.
അത് എഴുതാൻ നിങ്ങൾക്ക് ഇപ്പൊ കേൾക്കുമ്പോൾ പേടി തോന്നും, എനിക്കും അന്ന് പേടി തോന്നിയിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ മെയിൻസിന്റെ സമയത്ത് എനിക്ക് നല്ല പേടി എസ് എഴുതാൻ. ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് എസ് എഴുതാൻ അറിയത്തില്ലായിരുന്നു. പക്ഷെ എനിക്ക് ആ വർഷം 139 മാർക്ക് കിട്ടി. അടുത്ത വർഷം എനിക്ക് നന്നായിട്ട് പഠിച്ചിട്ട് എഴുതി, എനിക്ക് 88 മാർക്ക് കിട്ടിയത്. ആ എസ് എയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാക്സിമം സിമ്പിൾ ആക്കുക. മാക്സിമം സിമ്പിൾ ആക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന കണ്ടന്റ് പ്രോപ്പറായിട്ട് പ്രസന്റ് ചെയ്യുക. ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റ് ചെയ്തെന്ന് പറഞ്ഞല്ലേ, ഒരുപാട് കണ്ടന്റ് അങ്ങ് വാരി വിതറി ഭയങ്കര സ്കാറ്റേഡ് ആയിപ്പോയില്ല. അപ്പൊ ചെയ്യേണ്ട കാര്യം വളരെ സിമ്പിളായിട്ട് കാണുക. അപ്പൊ ആദ്യത്തെ വർഷം എനിക്ക് എഴുതാൻ അറിയാത്തതുകൊണ്ടേ ഞാൻ പ്രോപ്പറായിട്ട് അത് അനലൈസ് ചെയ്തു, വളരെ ശ്രദ്ധിച്ച് നോക്കിയാണ് എഴുതിയത്. പക്ഷെ രണ്ടാമത്തെ അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് 139 മേടി, ഇത്തവണ 150 മേടിക്കാന്ന് പറഞ്ഞാൽ എഴുതിയത്. പക്ഷേ എസ് എയുടെ ഒരു എന്താണ് നമ്മുടെ വാല്യുവേഷൻ ടഫാണ്. ഇപ്പൊ ഒരു 100-105 മാർക്ക് കിട്ടിയ നല്ല സ്കോറാണ് എസ് ഐക്ക്. പണ്ട് 150 ആയിരിക്കും വരുന്നത്. പക്ഷെ ഇപ്പം 2021 തൊട്ട് എസ് എയുടെ വാല്യുവേഷൻ ഭയങ്കര ടഫാണ്. 100 ഒക്കെ ഭയങ്കര ടഫാണ്. പക്ഷെ അന്ന് എനിക്കൊന്ന് 150 ഒക്കെ സ്കോറാണ്, എനിക്ക് 130 കിട്ടിയത്. അപ്പൊ ഞാൻ ആലോചിച്ചെന്ന് പറഞ്ഞാൽ എസ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് കാണുക, സിമ്പിളായിട്ട് എഴുതുക എന്നുള്ളതാണ്. നിങ്ങളുടെ ലാംഗ്വേജ് ഒന്നും വലിയ മാറ്റർ അല്ല. നിങ്ങൾക്ക് ഒരു സിമ്പിൾ ലാംഗ്വേജിലാണ് നിങ്ങൾ എഴുതുന്നതെന്നുണ്ടെങ്കിലും സ്ട്രക്ചർ കൃത്യമായിട്ട് വന്നാൽ നിങ്ങൾക്ക് നല്ലൊരു സ്കോർ കിട്ടും. ഞാനപ്പം ആലോചിക്കുന്ന 51 മാർക്കിന്റെ ഡിഫറൻസ് ആണ് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിലും സെക്കൻഡ് അറ്റംപ്റ്റിലേക്ക് വന്നപ്പോൾ സംഭവിച്ചത്. നിങ്ങൾ സിമ്പിളായിട്ട് കാണുക എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ ആൻസർ റൈറ്റിംഗ് ടെസ്റ്റ് സീരീസ് ഒക്കെ ഉണ്ടാവും, നിങ്ങളത് അറ്റൻഡ് ചെയ്യുക എന്ന് മാത്രം ചെയ്താൽ മതി. മിനിമം മാർക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ബാക്കിയൊക്കെ നിങ്ങളുടെ കഴിവാണ്, നിങ്ങൾ കുറച്ചുകൂടി വർക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, നോട്ട് ബൾക്കി ആവാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറെ റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സ്ട്രാറ്റജി. നമ്മളിപ്പം എത്ര നോക്കിയിട്ട് എഴുതിയാലും ആദ്യം എഴുതുന്ന നോട്ട്സ് ഒക്കെ ഒത്തിരി ബൾക്കി ആയിരിക്കും. അപ്പൊ നമുക്ക് ബൾക്കി ആണെന്ന് മനസ്സിലാത്ത പോലുമില്ല. ചിലപ്പോൾ നമ്മൾ ഇത് ഇത്രയല്ലേ ഉള്ളൂ, കുഴപ്പമില്ലെന്നൊക്കെ വിചാരിക്കും. അപ്പൊ നിങ്ങളൊരു ടെസ്റ്റ് സീരീസ് എഴുതിയ ശേഷം മെൻഡറൊക്കെ ആണെങ്കിൽ മെൻഡർ പറയും ഇതൊക്കെ എന്തിനാണ് ഇത്രയും വരുന്നത്, കുറച്ചങ്ങ് കുറയ്ക്കി. അപ്പൊ നമ്മൾ ഓരോ ടെസ്റ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ കൂടുതൽ UPSC പറ്റി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും അത് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് ട്രോപ്പിക്കൽ സൈക്ലോണിനെ കുറിച്ച് ഒരു നോട്ട് എഴുതി ഞാനിപ്പോൾ ഓർക്കുകയാണേ. ആദ്യം ഒരു മാപ്പ് വരയ്ക്കുന്നു, ഇന്ത്യയിലെ ട്രോപ്പിക്കൽ സൈക്ലോൺസിന്റെ വരുന്ന സ്ഥലങ്ങൾ മാപ്പ് ചെയ്യുന്നു, ട്രോപ്പിക്കൽ സൈക്ലോണിന്റെ ഒരു സ്ട്രക്ചർ ഗ്രാഫ് വരയ്ക്കുന്നു, ട്രോപ്പിക്കൽ സൈക്ലോൺസ് വരുന്നുള്ള റീസൺസ് ഒരു പേജിൽ എഴുതുന്നു, ട്രോപ്പിക്കൽ സൈക്ലോൺ വന്നുള്ള പ്രശ്നങ്ങൾ ഒരു പേജിൽ എഴുതുന്നു. കുറച്ചേ മനസ്സിലായി, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, എക്സാമിന് വയ്ക്കുന്ന വളരെ സിമ്പിൾ കാര്യങ്ങളല്ലേ. ഞാൻ പിന്നെ അതൊരു പകുതി പേജിൽ ഒതുക്കി സാധനം. നമുക്കത് മൾട്ടിപ്പിൾ റിവിഷനും ടെസ്റ്റ് സീരീസ് ഒക്കെ എഴുതിയാലേ മനസ്സിലാവത്തുള്ളൂ. അപ്പം നമ്മൾ എത്ര പറഞ്ഞാലും നമുക്കിങ്ങനെ മനസ്സിലാവത്തില്ല. നമ്മളൊരു മൾട്ടിപ്പിൾ റീഡിങ്, മൾട്ടിപ്പിൾ ടെസ്റ്റുകളൊക്കെ എടുത്ത് ഒരു ഗ്രാജുവൽ പ്രോസസ്സിൽ അത് തിരിച്ചറിയാൻ പറ്റും, നമുക്ക് റിഫൈൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ ആദ്യം എഴുതുന്ന നോട്ടായിരിക്കത്തില്ല ഒരിക്കലും നിങ്ങൾ അവസാന എക്സാമിന് പോകുമ്പോൾ. ചില നോട്ട്സൊക്കെ അവസാനം വരെ യൂസ് ചെയ്യുന്നവരുണ്ട്, പക്ഷേ ചില നോട്ട്സൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. റിവൈസ് ചെയ്യുന്നതനുസരിച്ച് നോട്ടിന്റെ വലിപ്പം കുറഞ്ഞോളും. റിവൈസ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും ചില കണ്ടന്റ് നിങ്ങളുടെ മനസ്സിലുണ്ട്, ചിലത് മാത്രം എഴുതിയാൽ മതി, അപ്പം കുഴപ്പമില്ലാതെ പോകാൻ പറ്റും. ഓക്കെ, മെയിൻസ് എക്സാമിനേഴ്സിന് ഇടയ്ക്ക് ടൈം മാനേജ് ചെയ്യുന്നുള്ളതാണ് ചോദ്യം. മെയിൻസിന്റെ പ്രിപ്പറേഷൻ സമയത്ത് നമുക്ക് എസ്എക്ക് വേണ്ടി പ്രത്യേക ഒരു രീതി വേണം, GS1 GS2 GS3 വേണ്ടി വേറൊരു രീതി വേണം, GS4 എത്തിക്സിന് വേണ്ടി വേറെ രീതി വേണം, ഇത് കഴിഞ്ഞ് ഓപ്ഷണലും വേണം. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മെയിൻസിന്റെ ഏറ്റവും വലിയ കമ്പോണന്റ് ആൻസർ റൈറ്റിംഗ് ആണ്. ഡെയിലി ആൻസർ റൈറ്റിംഗ് നിങ്ങളുടെ ലൈഫിൽ വേണം. മെയിൻസിന്റെ സമയത്ത് ആൻസർ റൈറ്റിംഗ് വേണം, ഡെയിലി ഓപ്ഷനിൽ പഠിക്കണം. അപ്പൊ നിങ്ങൾ സമയം ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ പ്ലാൻ ചെയ്യുക, ഡെയിലി ഞാൻ ഒരു എസ്സേ ബ്രെയിൻ സ്റ്റോം ചെയ്യും. എഴുതണമെന്ന് നിർബന്ധമില്ല, ബ്രെയിൻ സ്റ്റോം ചെയ്യും. എന്തൊക്കെ കണ്ടന്റ് ആണ് ചെയ്യേണ്ടത് ഒരു 1/2 മണിക്കൂർ ഞാൻ എസ്സേക്ക് വേണ്ടി കൊടുക്കും. GS1 GS2 GS3 ഓരോ ടോപ്പിക്സിന് വേണ്ടി ഞാനൊരു 1 hour കൊടുക്കും. 3 hours ആയി. അടുത്ത് ഞാൻ എത്തിക്സിന് വേണ്ടി ഒരു 30 minutes കൊടുക്കും. എത്തിക്സിന്റെ ഒരു ക്വസ്റ്റൻ എടുത്ത് ബ്രെയിൻ സ്റ്റോം ചെയ്യാൻ, ഒരു കേസ് സ്റ്റഡി ചെയ്യാൻ, ഒരു ബ്രെയിൻ സ്റ്റോം, ഒരു കേസ് സ്റ്റഡി, പിന്നെ സിലബസിലെ കുറച്ച് കാലം പഠിക്കും. പിന്നെ ഓപ്ഷണലിന് വേണ്ടി ഞാനൊരു 4-5 മണിക്കൂർ കൊടുക്കും. അങ്ങനെ എല്ലാ കാര്യത്തിനും സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. എത്ര സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ കയ്യിൽ പോലിരിക്കും. ഇപ്പൊ എനിക്ക് GS2 കുഴപ്പമില്ല, അപ്പൊ ഞാൻ GS2 കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത്, പക്ഷെ സ്റ്റിൽ സമയം സ്പെൻഡ് ചെയ്യണം. ഞാൻ 2022 എനിക്ക് 2020 എനിക്ക് GS3 നല്ല സ്കോർ 95 ഉണ്ടേ. അപ്പൊ ഞാൻ വിചാരിച്ച് ഇതെങ്ങനെ പഠിച്ചാലും GS3 95 കിട്ടും. ഞാൻ GS3 കുറച്ച്, കാരണം എനിക്ക് GS3 കുഴപ്പമില്ലാത്ത സ്കോർ ഉണ്ട്. എല്ലാവരും പറഞ്ഞ് 90 വേണ്ടി നല്ല സ്കോർ ആട്ടോ GS3 എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കുമ്പോൾ 95 ഉണ്ട്. അപ്പൊ ഇനി GS3 എനിക്കൊരു സീനേ അല്ല. അടുത്ത വർഷം എനിക്ക് 67 ആയി. കാരണം നിങ്ങൾ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യണം എല്ലാ ടോപ്പിക്സിനും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ GS പേപ്പേഴ്സിനും നിങ്ങൾ കൃത്യമായ സമയം കൊടുത്തോ, ഡെയിലി എസ്സേക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്തോ, ഡെയിലി എത്തിക്സിന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്തോ, ഡെയിലി ഓപ്ഷന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്തോ, എല്ലാത്തിനും ഒരു പ്രോപ്പർ ടൈം നിങ്ങളുടെ സിറ്റുവേഷൻസ് കൊടുക്കുക. ഇപ്പൊ ഞാൻ മെന്റർഷിപ്പ് കൊടുക്കാറുണ്ട്. ചിലർ പറയും എത്തിക്സ് പ്രശ്നം. അപ്പൊ ഞാൻ പറയും എത്തിക്സിന് കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളേ ഉള്ളൂ അതിനുള്ള സൊല്യൂഷൻ. നമുക്ക് എല്ലാത്തിനും സ്പെൻഡ് ചെയ്യണം. നമുക്ക് കൂടുതൽ ഡിഫിക്കൽട്ട് ആവുന്ന കാര്യത്തിന് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണം. സമയം ഞാൻ പറയില്ല, കാരണം നമ്മുടെ സാഹചര്യം അനുസരിച്ച് ആ സമയം സ്പെൻഡ് ചെയ്യുന്നതാണ്.
ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞോട്ടെ, അത് ഞാൻ ചോദിക്കാവേ. എന്നോട് ഇന്റർവ്യൂവിൽ ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഹോബി കൊടുത്തത് ഫിലിം റിവ്യൂ ആയിരുന്നു. എന്നോട് പറഞ്ഞ് അവനോട് ഇഷ്ടപ്പെട്ട റിവ്യൂവർ ആരാന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ മനസ്സിൽ അശ്വന്തൊക്കെയാണുള്ളത്. ഞാനപ്പോൾ ഒന്നും മിണ്ടിയില്ല. ഞാൻ പറഞ്ഞ പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ റിവ്യൂസ് ഒന്നും കാണത്തില്ല, ബയാസ്ഡ് ആവുമെന്ന് പറഞ്ഞിട്ട് കാണത്തില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു സിനിമ റിവ്യൂ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ സമയത്ത് രേഖാചിത്രം എന്ന് പറഞ്ഞ ആസിഫ് അലിയുടെ പടം കണ്ടത്. അപ്പോൾ ഞാൻ റിവ്യൂ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്നോട് ചേർവൻ പറഞ്ഞു, ഇത് റിവ്യൂ അല്ല, ഇത് ഒപ്പീനിയൻ പറയുന്ന രീതിയാന്ന് പറഞ്ഞു. റിവ്യൂ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സാർ ഞാൻ റിവ്യൂ ചെയ്യുന്നത് ഇങ്ങനെയാണ്, അപ്പോൾ ഇതെനിക്ക് റിവ്യൂ ആണെന്ന് അറിയത്തില്ല, ഐ എം സോറി, ഞാൻ ഇത്തോട്ട് റിവ്യൂ എന്ന് വിളിക്കില്ല, ഞാൻ ഒപ്പീനിയൻ എന്ന് വിളിക്കുള്ളൂ. ഓക്കെ ഫൈൻ, ഇത്രേ ഉള്ളൂ. അടുത്ത ചോദ്യം ചോദിച്ചു, ആലപ്പുഴയിൽ വെള്ളക്കെട്ട് വരുന്നതിൻ്റെ റീസൺ പറഞ്ഞു. അപ്പം ഞാൻ കുറച്ചധികം റീസൺസ് പറഞ്ഞപ്പോഴേക്കും ഒരു മെമ്പർ എന്നോട് പറഞ്ഞു കംപ്ലീറ്റ് ആയില്ല, ഇതല്ല ഉത്തരം എന്ന് പറഞ്ഞിട്ട് അടുത്ത കുറച്ച് പോയിന്റ്സ് എനിക്ക് ആഡ് ഓൺ ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു താങ്ക് യു സാർ, ഫൈൻ. വെച്ചാൽ ഞാൻ പറയുന്ന ഉത്തരം കംപ്ലീറ്റ് അല്ലെങ്കിൽ അവർ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് സമയം തരും. അടുത്തൊരു ചോദ്യം ചോദിച്ചത്, ഇന്ത്യയിൽ നിന്ന് എന്തൊക്കെ ഡിഫൻസ് എക്യുപ്മെന്റ് പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യും. ഇപ്പം ഞാൻ ബ്രഹ്മോസ് മിസൈൽ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇത് മാത്രമല്ല വേറൊരു സാധനം കൂടെ ആണെന്ന് പറഞ്ഞാൽ 3-4 കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതിനുശേഷം ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയെ പറ്റി ചോദിച്ചു. അപ്പോൾ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയെ പറ്റി ഞാൻ കുറച്ച് കാര്യം പറഞ്ഞപ്പോഴേക്കും പറഞ്ഞു ഇത് മാത്രമല്ലല്ലോ ഇനിയും ഉണ്ട്, അങ്ങനെ ആഡ് ഓൺ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു കോൺവെർസേഷൻ പോലെ അങ്ങ് പോവുകയാണ്. നമ്മൾ ഒരു തരത്തിൽ അവർ ഇപ്പം നമ്മുടെ ടെൻഷൻ ആവുന്നതുകൊണ്ട് നോക്കിയാൽ അവർ പറയും ഡോണ്ട് വറി, നമ്മളെല്ലാവരും ഒരുപോലുള്ള ആൾക്കാരല്ലേ, നിങ്ങൾ എന്തിനും ടെൻഷൻ അടിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൂളാക്കും. ഇപ്പം നമ്മൾ ടെൻഷൻ അടിക്കുമ്പോൾ ചോദിക്കും വെള്ളം വേണോ, ഡു യു നീഡ് സം വാട്ടർ, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് ഇന്റർവ്യൂ. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ റഫ് ആൻഡ് ടഫ് അല്ല. നിങ്ങളൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു, ഒരു കുഴപ്പമില്ല. പിന്നെ ചോദിച്ച ചോദ്യങ്ങളെന്ന് പറഞ്ഞാൽ എന്നോടൊരു 3 വ്യക്തികളുടെ പേര് പറഞ്ഞു. എനിക്കൊന്ന് റാഫേൽ നദാൽ, നെൽസൺ മണ്ടേല, വേറെ ആരോടെ പേര് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടറെ ചൂസ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ നെൽസൺ മണ്ടേല ചൂസ് ചെയ്തു. അപ്പോൾ എന്നോട് പറഞ്ഞു നെൽസൺ മണ്ടേലയോട് ചോദിക്കാൻ ഒരു 3 ചോദ്യം എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നെൽസൺ മണ്ടേലയോട് 3 ചോദ്യങ്ങൾ ചോദിച്ചു. അതിനുശേഷം ഇന്ന് നിങ്ങൾ നെൽസൺ മണ്ടേലയായിട്ട് മാറി, ഈ 3 ചോദ്യങ്ങൾക്ക് നിങ്ങൾ തന്നെ ഉത്തരം പറയാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ കുറച്ച് രസകരമായ രീതിയിൽ അപ്പം നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്ന് അവർ ചൂണ്ടിക്കാണിച്ചു തരും. ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ജനറൽ, ആലപ്പുഴയിൽ എന്തൊക്കെ സംഭവിച്ചു, പിന്നെ ചോദിച്ചു കേരളത്തിൽ ലോട്ടറി ഉണ്ടെന്ന് പറഞ്ഞു. കേരളത്തിൽ ലോട്ടറി വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഏ സാർ കേരളത്തിൽ ലോട്ടറി വേണമെന്ന് പറഞ്ഞു. അതെന്തോ ഒരു ഗ്യാംബ്ലിംഗ് അല്ലേ, അപ്പോൾ ഗ്യാംബ്ലിംഗ് ശരിയാണോ ഒരു ഗവൺമെന്റ് നടത്തുന്നത്? അപ്പം ഞാൻ പറഞ്ഞു അത് ഗ്യാംബ്ലിംഗ് ആണെങ്കിലും 40 രൂപയാണ് സംഭവം സാർ, ഇവിടെ കുറച്ച് വയ്യാത്ത ആളുകളൊക്കെയാണ് ലോട്ടറി വിൽക്കുന്നത്, അപ്പം അങ്ങനെയൊക്കെ ഒരു സോഷ്യൽ ജസ്റ്റിസ് ആംഗിളൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ ഫൈൻ, യു ആർ തിങ്കിങ് അബൌട്ട് വൾണറബിൾ പോപ്പുലേഷൻ, വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇപ്പം എന്നോട് പിന്നെ ചോദിച്ച രസകരമായ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫിസിക്സ് അല്ലേ പഠിച്ചത്, ഫിസിക്സിന് ഒരു ക്വസ്റ്റ്യൻ കേട്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു സാർ ഐ എം നോട്ട് കംഫർട്ടബിൾ വിത്ത് ഫിസിക്സ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു +2 ചോദ്യം ചോദിക്കട്ടെ ചോദിച്ചു. ഞാൻ പറഞ്ഞു സ്റ്റിൽ സാർ ഐ എം നോട്ട് ഷുവർ അബൌട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എന്നാൽ 10ാം ക്ലാസ്സിൽ നിന്ന് ഒരു ചോദ്യം ചോദിക്കാം, നീ അതും പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ വേണമെങ്കിൽ നീ പറയുന്ന ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 10ാം ക്ലാസ്സിലെ ചോദ്യം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഓക്കെ 10ാം ക്ലാസ് ഓക്കെ. എന്നോട് ചോദിച്ചു ന്യൂക്ലിയർ ഫ്യൂഷനും ഫിഷനും തമ്മിലുള്ള ഡിഫറൻസ് പറയാൻ പറഞ്ഞു. അപ്പം ഞാൻ മനസ്സിലാക്കിയത്തോളം UPSC ഇന്റർവ്യൂ ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിൻസിയർ ആയിട്ടിരുന്നാൽ മതി. ഇപ്പം എനിക്ക് അവിടെ ഇടയ്ക്ക് വെച്ച് ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞാൽ 3-4 ക്വസ്റ്റ്യൻസിൽ പറഞ്ഞ് ഞാൻ ഐ ഡോണ്ട് നോ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് വലിയ മാർക്കിൽ കുറവൊന്നും വന്നിട്ടില്ല. അവർ നോക്കുന്നത് നമ്മൾ സിൻസിയർ ആണോ എന്ന് മാത്രമേ നോക്കത്തുള്ളൂ ഇന്റർവ്യൂ ബോർഡ്. ചോദ്യങ്ങളൊക്കെ സിമ്പിൾ ആയിരിക്കും, പേടിക്കേണ്ട ചോദ്യങ്ങളൊന്നും ഇല്ല. ചോദിച്ചോളൂ. ആരായിരുന്നു? ജേക്കബിന് ക്വസ്റ്റ്യൻ ചോദിക്കാം അവിടെ. ജേക്കബ് ഓക്കെ. അപ്പോ ഇത് 10 months കോഴ്സ് ആണല്ലോ. ചിലപ്പോ 4th year ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോ ആ ടൈമില് ഞാൻ എങ്ങനെ പ്രിപ്പറേഷൻ പോകും? കാരണം PhD ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന പറയുമ്പോൾ കോളേജിന്റെ കൂടെ ആയിരിക്കും ഈസി ആയിരിക്കും എനിക്കറിയില്ല. അപ്പൊ അതൊക്കെ ഓക്കെ. നിങ്ങൾക്ക് 10 monthsന് ശേഷം നിങ്ങൾക്ക് മെന്റർഷിപ്പ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കറണ്ട് അഫയേഴ്സ് പോലെ ഇപ്പം നിങ്ങൾ 10 മാസം കൊണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ സിലബസ് മനസ്സിലാക്കി വെക്കും, UPSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി വെക്കും. നിങ്ങളിത് കറണ്ട് അഫയേഴ്സ് വെച്ച് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ 10 മാസം കൊണ്ട് UPSCക്ക് വേണ്ട സ്കിൽസ് നന്നായിട്ട് മനസ്സിലാക്കും. പിന്നെ 2-3 വർഷങ്ങൾക്കും ഈ സ്കിൽസ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ തോതിൽ കറണ്ട് അഫയേഴ്സ് സപ്പോർട്ടും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ 10 മാസത്തിന് ശേഷം നിങ്ങൾക്ക് ഇപ്പം സംഭവം എന്ന് പറഞ്ഞാൽ നമുക്കൊരു അടിത്തറ വേണം. നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ല UPSC എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്കൊരു എല്ലാത്തൊരു ഫൗണ്ടേഷൻ വേണ്ടേ. അപ്പോൾ സ്ട്രോങ് ഫൗണ്ടേഷനാണ് ഇവിടെ ഈ ഇഗ്നൈറ്റ് കോഴ്സിൽ നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലൊരു വീട് കെട്ടിപ്പൊക്കണം. നിങ്ങൾക്ക് ഫൗണ്ടേഷൻ കിട്ടി. ഇപ്പോൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത്, സിലബസ് എന്താണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്താണ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടി. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന് മുകളിലേക്ക് നിങ്ങളുടെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സുമായിട്ടും മറ്റു കാര്യമായിട്ടും വെച്ചാൽ ആക്റ്റീവ് ആയിരിക്കും. 10 monthsന് ശേഷം നിങ്ങൾക്ക് ഈ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കിട്ടും, ലൈക്ക് മെറ്റീരിയൽസിൽ ഒക്കെ. ഓക്കെ. നിങ്ങൾക്ക് അതുപോലെ പ്രിലിംസിനും മെയിൻസിനൊക്കെ വേണ്ടിയുള്ള ആൻസർ ചെയ്യാനുള്ള കുറച്ച് ആക്ടിവിറ്റീസും ഈ ഗ്രൂപ്പ്സിൽ അവൈലബിൾ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പേടിക്കേണ്ട. 10 months കഴിഞ്ഞ് നിങ്ങൾക്ക് UPSCയിൽ തുടരാൻ വേണ്ടിയുള്ള കുറേ സപ്പോർട്ട്സ് ഉണ്ടാവും.
അനാലിസിസ് കേൾക്കുമ്പോൾ ആർട്ടിക്കിൾ മനസ്സിലാകുന്നുണ്ട്, ബട്ട് നോട്ട് മേക്ക് ചെയ്യുമ്പോൾ ഏതൊക്കെ പോയിന്റ് ഉൾപ്പെടുന്ന കൺഫ്യൂഷനാണ് ഇവിടെ ഇല്ല. ഓക്കെ ഒരു ചാൻസ് കൊടുക്കാറുണ്ട്. ഓക്കെ ഓക്കെ ന്യൂസ് പേപ്പേഴ്സിൽ നിന്ന് എഡിറ്റോറിയലിൽ നിന്ന് നോട്ട് ഉണ്ടാക്കുന്നതിനെ പറ്റിയാണ്. അപ്പോൾ നമുക്കൊരു 30 മിനിറ്റ്സിന്റെ ന്യൂസ് അനാലിസിസ് ഉണ്ട്. നിങ്ങൾക്ക് അത് കണ്ട ഏകദേശം മനസ്സിലാവും എവിടേക്കാണ് അത് യൂസ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ നോട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടി ചെയ്യാന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആ പറഞ്ഞ പർട്ടിക്കുലർ ടോപ്പിക്ക് നിങ്ങളുടെ സിലബസിൽ ഏത് പോർഷനാണ് ഐഡന്റിഫൈ ചെയ്യുക. അതിനുശേഷം ആ പോർഷൻസിലേക്ക് എടുത്തിട്ടാൽ മതി ആ അനാലിസിസ്. ജസ്റ്റ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായാൽ മതി, അത് ഫൈൻ. നിങ്ങൾക്ക് ഇപ്പം ഈ പറഞ്ഞ കൺക്ലൂഷനും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ എഴുതാൻ പറ്റും. നിങ്ങൾ എഡിറ്റോറിയൽ വേണ്ടി അധികം ഇപ്പം ഓവർലി ടെൻഷൻ ആവണ്ട, എല്ലാം കൂടെ എടുത്ത് നോട്ടിൽ വെക്കണം എന്നുള്ളൊരു ടെൻഷനൊന്നും വേണ്ട. നിങ്ങൾക്ക് ഇവിടെ ഒരു ന്യൂസ് അനാലിസിസ് ഉണ്ട്, അത് സഫീഷ്യൻ്റ് ആണ്. നിങ്ങൾക്ക് ആ ന്യൂസ് അനാലിസിസ് ഫോളോ ചെയ്യുക. പിന്നെ എഡിറ്റോറിയൽ നിങ്ങൾ വായിച്ച ശേഷം കാര്യം മനസ്സിലാക്കി വെക്കുക. എഡിറ്റോറിയൽസ് നോട്ടിലോട്ട് ആഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, വല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. നിങ്ങൾക്കത് ആൻസർ റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ആ എഡിറ്റോറിയൽ യൂസ് ചെയ്യുന്ന കാര്യം മനസ്സിലാവും. നിങ്ങളിപ്പം വായിച്ച് മനസ്സിലാക്കുക, അത്രയും മതി. ഇപ്പം അത് ചെയ്യുക. ഓക്കെ, മെയിൻസിന് ആൻസർ റൈറ്റിംഗ് സ്പീഡ് കൂട്ടെന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് പ്രാക്ടീസ് ആണ്. ഇപ്പം ഞാനിപ്പോൾ ആദ്യം ഉത്തരം എഴുതിയപ്പോൾ എനിക്ക് 30 മിനിറ്റ് എടുത്തു. ഒരു വൃത്തിയായിട്ടൊരു ഉത്തരം എഴുതാൻ തന്നെ 30 മിനിറ്റ് എടുത്തു. നല്ല ഉത്തരമല്ല, ചുമ്മാ എഴുതി വെച്ചാൽ 30 മിനിറ്റ് എടുത്തു. അപ്പം ഞാൻ വിചാരിച്ച് ആകെപ്പാട് 3 മണിക്കൂറിൻ്റെ എക്സാം, അപ്പോൾ 6 ഉത്തരം എനിക്ക് എഴുതാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. എന്ന് വെച്ചാൽ നമ്മുടെ ഇനീഷ്യൽ തോട്ട്സ് അതൊക്കെയാണല്ലോ. ഓരോ ടെസ്റ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നു. സെക്കൻഡ് ടെസ്റ്റ് എടുത്തപ്പോൾ ഞാൻ മെയിൻസിന് തുടങ്ങിയ സമയത്ത് കേട്ടോ 6-7 ചോദ്യമാണ് ഞാൻ എഴുതിയത് ഒരു ടെസ്റ്റ് സീരീസിന്. അടുത്ത എക്സാമിന് ഞാൻ 10 എഴുതി. മൂന്നാമത്തെ ടെസ്റ്റിന് ഞാൻ 15 എഴുതി. നാലാമത്തെ ടെസ്റ്റ് ആയപ്പം വീണ്ടും 16-17. അവസാനം ഒരു ഫസ്റ്റ് ഫുൾ ടെസ്റ്റിലാണ് ഞാൻ ആദ്യമായിട്ട് ഫുൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, കോൺസ്റ്റന്റ് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് പേപ്പർ കംപ്ലീറ്റ് ചെയ്യാം. നമ്മൾ എഴുതുക. ഇപ്പം നമ്മൾ ആദ്യം എഴുതുന്ന ഒരു യുദ്ധത്തിന് 10 മിനിറ്റ് എടുക്കുന്നെങ്കിൽ അടുത്ത പ്രാവശ്യം അത് കുറയും. അതെന്ന് വെച്ചാൽ നമ്മൾ ഒരു വഴി കൂടെ പോവുകയാണ്. നമ്മൾ ആദ്യമായിട്ടൊരു വഴി കൂടെ പോകുമ്പോൾ നമുക്ക് അത്ര സ്പീഡിലൊന്നും പോകാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ടൊരു വഴി കൂടെ പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും, നമുക്ക് ആ വഴി ഭയങ്കര ഫെമിലിയർ ആവും. ആ ഫെമിലിയാരിറ്റി വരുമ്പോഴേക്കും നമുക്ക് സ്പീഡ് കൂടിക്കോളും. അതിനെക്കുറിച്ചോർത്ത് പേടിക്കണം. അതൊക്കെ നമുക്ക് ടെസ്റ്റ് സീരീസിന്റെ സമയത്ത് എല്ലാം ശരിയായിക്കോളും. ടൈമിനെ പറ്റിയൊക്കെ നമുക്ക് കൺസേൺ ഇപ്പോൾ വേണം, കാരണം കാര്യം അറിയുന്നതുകൊണ്ടാണ് ഈ കൺസേൺ വരുന്നത്. കാര്യം അറിയാത്തവർക്ക് ഈ കൺസേൺ ഉണ്ടാവില്ല ടൈമിന്റെ കാര്യത്തിൽ. നിങ്ങൾ കൺസിസ്റ്റന്റ്ലി എഴുതുമ്പോഴേക്കും നമുക്കത് ശരിയായിക്കോളും. ഓക്കെ 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 അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, UPSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു പേഴ്സണാലിറ്റിയിൽ വരുന്ന ചേഞ്ച് കൂടെയാണ്. അപ്പം എൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി ഒരു കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും നമുക്ക് കുറച്ചുകൂടെ തിങ്ക് ചെയ്തിട്ട് നമ്മൾ ബിഹേവ് ചെയ്യുള്ളൂ. പിന്നെ നമുക്കൊരു സൊല്യൂഷൻസ് ഒക്കെ പെട്ടെന്ന്, ഇപ്പം ഒരു സിറ്റുവേഷൻ വന്നാൽ എങ്ങനെ ആ സിറ്റുവേഷൻ ഡീൽ ചെയ്യണം, മെന്റലി എങ്ങനെ ഡീൽ ചെയ്യണം. ഇപ്പം നമ്മൾ UPSC പ്രിപ്പയർ ചെയ്യുന്ന പറയുന്നത് ചെറിയ കാര്യങ്ങൾക്കൊന്നും അങ്ങനെ വീണ് പോകത്തില്ല. ഇപ്പം നമ്മൾ ഫ്രണ്ട്സ് സംസാരിച്ചില്ലെങ്കിൽ സങ്കടം വരുന്ന ആൾക്കാരുണ്ടാവും. നമ്മളെ കളിയാക്കുമ്പോൾ സങ്കടം വരുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഞാൻ പറയുന്നത്, എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്കിപ്പോഴും ഓർക്കുന്നൊരു ക്ലറിക്കൽ പൊസിഷൻ ഇരിക്കുന്ന ഒരാൾ എൻ്റെ അടുത്തൊന്ന് ചോദിക്കുകയാണ്. ഞാൻ എൻ്റെ ഫ്രണ്ടിൽ എൻ്റെ ടെസ്റ്റ് സീരീസിൻ്റെ പുസ്തകമുണ്ട്. അപ്പോൾ ഞാൻ ഈ ടെസ്റ്റ് സീരീസ് ചെയ്തിരിക്കുമ്പോൾ ഇദ്ദേഹം വന്നിട്ട് ചോദിക്കണേ, ലാസ്റ്റ് ഗ്രേഡിൽ നിന്നും സിവിൽ സർവീസ് ക്ലിയർ ചെയ്യാൻ പറ്റും. ഞാനൊരു ഇൻ്റർവ്യൂവിൽ ആ കാര്യം പറയുകയും ചെയ്തു. ലാസ്റ്റ് ഗ്രേഡ് സർവീസിൽ നിന്നും സിവിൽ സർവീസിൽ ക്ലിയർ ചെയ്യാൻ പറ്റില്ല. ഞാൻ എൻ്റെ മകനെ വളർത്തിയെന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താണ് വളർത്തിയത്. അതുകൊണ്ട് അവൻ നല്ലൊരു പൊസിഷൻ എത്തി. നല്ലൊരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ സെക്രട്ടറി ടെസ്റ്റിന്റെ എക്സാം ക്ലിയർ ചെയ്തു എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ പുള്ളി പറയുന്നത് പറഞ്ഞാൽ ഒരു സാധാരണക്കിടയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ക്ലിയർ ചെയ്യാൻ വരുന്ന മാക്സിമം എക്സാം സെക്രട്ടറി ടെസ്റ്റിന്റെ എക്സാം എന്നാണ്. പുള്ളിക്ക് എക്സാമിനെ പറ്റി ധാരണയൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നോർമലി നമുക്ക് ദേഷ്യം വേണം. പക്ഷെ എനിക്ക് ദേഷ്യമൊന്നും വന്നില്ല, കാരണം അദ്ദേഹത്തിന് അതിനെപ്പറ്റി ധാരണ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം അത് പറഞ്ഞു. അപ്പം ആ സിറ്റുവേഷൻ എനിക്ക് ഡീൽ ചെയ്യാൻ ഞാൻ പഠിച്ചത്. കാരണം വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ചിലപ്പോൾ തിരിച്ചു ചോദിച്ചേനെ, തനിക്ക് ഇതിനെന്താ കാര്യം, താൻ തൻ്റെ കാര്യം നോക്കി പോകാൻ പറഞ്ഞു. പക്ഷേ ആ സിറ്റുവേഷൻ നമ്മൾ ഡീൽ ചെയ്തു. അപ്പം നമ്മൾ ഇത്രയും ഡീൽ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇനീഷ്യലി മനസ്സിലാവും. അപ്പോൾ പിന്നീട് ഞാൻ ഈ എക്സാം ക്ലിയർ ആയിട്ട് പോകുന്ന നേരത്ത് ഓരോരുത്തർ പറയും നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് മാറ്റങ്ങൾ എന്താ. ഇപ്പം ഞാനൊരു സർക്കാർ ആശുപത്രി വർക്ക് ചെയ്യുന്ന സമയത്ത്, കോവിഡിന്റെ സമയത്തൊക്കെ ആളുകൾ ഹോസ്പിറ്റലിൽ വന്ന് വെറുതെ ഇഷ്യൂ ഉണ്ടാക്കും. കാരണം ആളുകൾക്ക് കൺസേൺസ് ഉണ്ട് കോവിഡിനെ പറ്റി. ഇപ്പം നമ്മൾ പറയും മാസ്ക് വെച്ചിട്ട് വരാൻ പറഞ്ഞാൽ ആൾക്കാർ മാസ്ക് വെച്ചിട്ട് വരില്ല. എന്നുവെച്ചാൽ ഒരു സാധാരണ നാട്ടിൻപുറത്തൊരു പ്രൈമറി ഹെൽത്ത് സെൻ്ററിലാണ് വർക്ക് ചെയ്തത് ഞാൻ. അപ്പോൾ ഈ സിറ്റുവേഷൻസിലൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഡോക്ടർ ഉൾപ്പെടെ എന്നോട് പറയാറുണ്ടായിരുന്നു, അതായത് ഞാൻ ആളോട് ഡീൽ ചെയ്യും, കാരണം എനിക്ക് ഡീൽ ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ ഞാൻ പോയി ഡീൽ ചെയ്യും. ഞാൻ പറഞ്ഞു ചേട്ടാ അവിടെ ഇരിക്കും, കുറച്ചു നേരം കഴിഞ്ഞ് നമുക്ക് ചെയ്യാം,
ഇപ്പം ചിലപ്പം നമ്മൾ ഹോസ്പിറ്റലൊക്കെ നല്ല തിരക്കാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ നമ്മൾ ടോക്കണൊക്കെ ഉണ്ടെങ്കിൽ പോലും ആൾക്കാരൊന്നും പ്രശ്നം ഉണ്ടാക്കും, ഞങ്ങൾ കുറേ നേരം വന്നിട്ടെന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കും. അപ്പം നമുക്ക് സമാധാനപരമായിട്ട് അവരെ ഡീൽ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പം ഞാനൊരു ഹെൽപ്പ് ഡെസ്ക് പോലെ അവിടെ പ്രവർത്തിക്കും. അതായത് എൻ്റെ ജോലിയല്ല അത്, ഞാൻ ചെന്നിട്ട് ചേട്ടാ അവിടെ ഇരിക്കുക, നമുക്ക് അടങ്ങിയിരിക്കുന്ന വെച്ചാൽ ആളുകൾ ഹൈലി ചാർജഡായിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. ചിലപ്പോൾ അടി ഉണ്ടാക്കണം എന്നൊക്കെ രീതിയിലൊക്കെ, ചിലപ്പം ഇച്ചിരി വയലന്റ് ഏരിയ ആയിരുന്നത്, ഇടിയും കഴിഞ്ഞൊക്കെ ആൾക്കാർ വരും. ചിലപ്പോൾ പോലീസിനെയൊക്കെ വിളിക്കേണ്ട സിറ്റുവേഷൻസ് ഒക്കെ ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ ആ സിറ്റുവേഷനിൽ പോലും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായി നമ്മൾ വളരെ കൂളായിട്ട് നിന്ന് ചില സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യും. വളരെ പ്രഷർ വന്നു. ഇനിയിപ്പം 2022 എനിക്ക് മെയിൻസ് കിട്ടിയില്ല, 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആയാലും ഓക്കെ, അടുത്ത പ്രാവശ്യം അടുത്ത എക്സാമിന് പ്രിപ്പയർ ചെയ്യാം. കാരണം വളരെ ചെറിയ മാർക്കിനാണ് പോയെങ്കിൽ നമുക്കത് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു മെന്റൽ സ്റ്റെബിലിറ്റി ഉണ്ടാവും. നമുക്ക് എന്ത് സിറ്റുവേഷൻ ലൈഫിൽ വന്നാലും അതിന് പക്വതയോടെ കാണാൻ പറ്റും. ഇപ്പം നമുക്കൊരു ടെൻഷനോ ദേഷ്യമോ വരുന്ന സമയത്തേക്ക് നമ്മൾ ചെയ്യുന്ന ചില ഹാബിറ്റ്സ് ചിലപ്പോൾ നമുക്ക് ലൈഫ് ലോങ് പ്രശ്നമാകുന്ന രീതിയിൽ മാറാം. നമുക്ക് ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലും എറിഞ്ഞ് പൊട്ടിക്കുന്ന ശീലമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ UPSC വരുമ്പോഴേക്കും അത് നമ്മളൊരു കാം ആൻഡ് കമ്പോസ് നേച്ചറാവും. നമുക്ക് ഒരുപാട് പേരെ നല്ല രീതിക്ക് നയിക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്. അപ്പം അത്തരത്തിൽ നിങ്ങൾ പേഴ്സണലി കംപ്ലീറ്റ് മാറും. നിങ്ങളൊരു പക്ക സൊല്യൂഷൻ കൊടുക്കുന്ന ആളായിരിക്കും. നിങ്ങൾക്ക് എന്ത് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നുള്ള സിറ്റുവേഷൻ ആവും. ഇപ്പം ഞാൻ ഈ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്തേക്ക്, ഓഫീസിൽ അങ്ങനെയൊക്കെ വരുന്ന സമയത്തേക്കും നമ്മളൊന്ന് സമാധാനമായിട്ട് പറഞ്ഞ ആൾക്കാർ ഒതുങ്ങി. ഇപ്പം ഞാൻ ശരിക്കും അടി ഉണ്ടാക്കും എന്ന മട്ടിൽ ഹോസ്പിറ്റലിൽ വന്ന ആൾക്കാർ വരെ ഞാൻ പിടിച്ചിരുത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ പറയും ചേട്ടാ അവിടെ ഇരിക്കും എന്ന് വെച്ചാൽ ഇവർ ചൂടാന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ശീലിക്കുന്നതെന്ന് പറഞ്ഞാൽ UPSC പ്രശ്നം നമ്മൾ ഒരുപാട് എത്തിക്സ് പഠിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഈ സിറ്റുവേഷൻ എന്ത് ചെയ്യണം. അപ്പം നമ്മളുടെ വ്യത്യാസമൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പം നമുക്ക് ക്യാരക്ടറിൽ വലിയ ട്രാൻസ്ഫോർമേഷൻ വരും. ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ എല്ലാവരും നിങ്ങളോട് പറയും നിങ്ങൾ പണ്ട് കണ്ട നിങ്ങളല്ല ഇപ്പോഴുള്ള നിങ്ങളെന്നുള്ളത്. പിന്നെ അതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഒക്കെ ഇമ്പ്രൂവ് ആകും കേട്ടോ. നിങ്ങൾ അതിനെപ്പറ്റി പഠിക്കത്തില്ലേ, നിങ്ങൾ നാളെ സംസാരിക്കാൻ വന്ന എന്ത് വിഷയം, ഇപ്പം എന്താണ് ട്രംപ് വന്നിട്ട് എന്ത് പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടായെന്നായിരിക്കും നമ്മൾ നേരത്തെ പറയുന്നത്. പിന്നെ നമ്മൾ കാര്യങ്ങൾ കൃത്യമായിട്ട്, നിങ്ങളിപ്പോൾ ഒരു ആളുകളിരിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങൾക്ക് എന്തോരോ ആ കാര്യത്തിൽ നോളജ് ഉണ്ട്, നിങ്ങൾക്ക് നാളെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, നാളെ എന്താ സംഭവിക്കാൻ വരുന്ന ഒരുപാട് കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു അനലിറ്റിക്കൽ സ്കിൽസും ഒരു ഫ്യൂച്ചർ പ്രഡിക്ഷൻ സ്കിൽസും എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം നാളെ നിങ്ങൾ ഇന്ന് പഠിച്ചില്ല നാളെ എന്ത് സംഭവിക്കും, ഇങ്ങനെയൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു സ്കില്ല് നിങ്ങൾക്ക് UPSC പ്രിപ്പറേഷൻ തരും. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ കേസ് സ്റ്റഡീസ് ഉണ്ട് എത്തിക്സിൽ. കേസ് സ്റ്റഡി എന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷൻ ആയിട്ട് ആ സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യാൻ ചോദിക്കും. ഇപ്പം നിങ്ങളുടെ ഫ്രണ്ടിലൊരു വഴക്ക് നടന്നു, അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? അതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശീലിച്ചാലേ പഴകാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഒരു സിറ്റുവേഷൻ നടന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. ഇപ്പം നമ്മൾ നോർമലി ഒരാൾ റോഡ് സൈഡിൽ പ്രശ്നം ഉണ്ടാക്കി നിങ്ങൾ കയറി ആളെ ഇടിക്കാൻ പോകുമോ, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് മെച്ചൂർഡായിട്ട് ആ സിറ്റുവേഷൻ ഡീൽ ചെയ്യുന്നത്, ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് UPSC പ്രിപ്പറേഷൻ സമയത്ത് തിരിച്ചറിയാൻ പറ്റും. അത് കേസ് സ്റ്റഡീസ് ഉപയോഗിക്കാം. സിവിൽ സർവീസിന്റെ കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഒരു സിറ്റുവേഷൻ തരും, ആ സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യണം. ചിലപ്പോൾ ആ സിറ്റുവേഷൻ നിങ്ങൾ ഡോക്ടർ ആയിരിക്കാം, അല്ല സിറ്റുവേഷൻ ഒരു സിവിൽ സർവൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കോമൺ മാൻ ആയിരിക്കാം. അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പ്ലേസ് ചെയ്തിട്ട് ഇമാജിൻ ചെയ്ത് എഴുതേണ്ട ഒരു പേപ്പർ കൂടെ ഉണ്ട് എത്തിക്സിന്. അപ്പം അത്തരത്തിൽ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആവാം. ഓക്കെ, ഒരു സിറ്റുവേഷൻ, ഒരു സാമ്പിൾ എനിക്കിപ്പോൾ ഓർമ്മ വരുന്ന പറഞ്ഞാൽ പണ്ട് എഴുതിയൊരു കേസ് സ്റ്റഡിയാണ്. കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളിൻ്റെ കുറച്ച് മാറി ഒരു ബാറുണ്ട് എന്ന് വിചാരിക്കുക. ഇപ്പം സ്കൂളിലെ കോളേജിൻ്റെ അടുത്തൊരു ബാറുണ്ട്. അപ്പോൾ ഈ ബാറിൽ നിന്ന് കുറച്ച് ആൾക്കാർ മദ്യപിച്ചെത്തി പ്രശ്നം ഉണ്ടാക്കുന്നു. ആ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നുള്ളതായിരുന്നു ആ ക്വസ്റ്റ്യൻ. കേസ് സ്റ്റഡി ഞാൻ കുറച്ചാൾ മുമ്പ് എഴുതിയൊരു കേസ് സ്റ്റഡിയാണ്. അപ്പോൾ അവിടെ സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ ചെയ്യേണ്ട കാര്യം ടീച്ചേഴ്സിന് ഇൻഫോം ചെയ്യുക, പോലീസിന് ഇൻഫോം ചെയ്യുക. അപ്പം ചിലർ എഴുതിയ ആൻസേഴ്സ് എന്ന് പറഞ്ഞാലേ നേരെ ചെന്ന് അവരെ കൈകാര്യം ചെയ്യുന്നുള്ളതാണ്. അതായത് നേരെ ചെന്ന് കൈകാര്യം ചെയ്യില്ല, എല്ലാവരെ പിടിച്ചു മാറ്റും, അടി കണക്ക് നടത്തുന്ന പിടിച്ചു മാറ്റും. ശരിക്കും നമ്മൾ അങ്ങനെ എഴുതണ്ട. അവിടുത്തെ പ്രാക്ടിക്കലിറ്റി നമ്മൾ നോക്കണം. ആ കേസ് സ്റ്റഡിയിൽ എഴുതേണ്ട കാര്യം നമ്മൾ പോലീസിനെ വിളിക്കുമെന്ന് പറയണം, പോലീസിനെ വിളിച്ചിട്ട് നമ്മൾ സാക്ഷി പറയണം. പിന്നെ എന്തെങ്കിലും എവിഡൻസ് ഒക്കെ ഉണ്ട്, ഇപ്പോൾ നമ്മുടെ കോളേജിൽ ക്യാമറ ഉണ്ടെങ്കിൽ ക്യാമറ കൊടുത്തിട്ട് എവിഡൻസ് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോസസ്സാണ് അവിടെ ചെയ്യേണ്ടത്. അപ്പം ഓരോ കേസ് സ്റ്റഡി വരുമ്പോൾ നമ്മൾ അത് അവിടെ എന്ത് ചെയ്യണം വെച്ചാൽ ലീഗൽ സൈഡ് നോക്കി ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരാൾ ബസ്സിൽ പുകവലിക്കും, നമ്മൾ കണ്ടക്ടറോട്ട് പറയാം, കണ്ടക്ടറോട്ട് പറഞ്ഞ ശേഷം നമുക്ക് വേണമെങ്കിൽ പോലീസിനെ കാര്യങ്ങളൊക്കെ വിളിക്കാം. അത് ബസ്സിൽ പുകവലിക്കാൻ പാടില്ല. അപ്പം നമ്മൾ അവിടെ എഴുതണമെന്ന് പറഞ്ഞാൽ ഒരു കോട്ട്പ എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട്. എൻ്റെ ഫുൾ ഫോം എനിക്ക് ഓർമ്മയില്ല. കോട്ട്പ എന്ന് പറഞ്ഞാൽ ടൊബാക്കോ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്ന പ്രൊഹിബിറ്റ് ചെയ്യുന്ന ഒരു ആക്ടാണ്. കോപ്റ്റയാണ് കോട്ട്പ എന്ന് എനിക്ക് ഓർമ്മയില്ല. കോട്ട്പ ആക്ട് പ്രകാരം അയാൾക്ക് ഫൈൻ അടിക്കാം. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ലീഗൽ സൈഡ് മനസ്സിലാക്കണം. അപ്പോൾ ഓരോ സിറ്റുവേഷൻ നിങ്ങളെ പ്ലേസ് ചെയ്യുക. വേറൊരു ക്വസ്റ്റ്യൻ എനിക്ക് വളരെ ക്യൂരിയസ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പരീക്ഷ എഴുതുന്നു, കോളേജിൽ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങളുടെ ഒരു ഫ്രണ്ട് കോപ്പി അടിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചത്. അവർ രണ്ടുത്തരവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കോപ്പി അടിക്കുന്ന തെറ്റാണ്, നമ്മളത് ഇൻഫോം ചെയ്യണം എന്നുള്ള ഫസ്റ്റ് കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ
അയാൾക്ക് പിന്നീട് പ്രശ്നം ഉണ്ടാകാൻ നോക്കാനും ശ്രദ്ധിക്കണം. അപ്പൊ ടീച്ചറിനോട് ഇപ്പൊ നിങ്ങൾ ടീച്ചറാണ് എന്ത് ചെയ്യും, കുട്ടീനെ ഡീബാർ ചെയ്യാം. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് ആ കുട്ടിക്ക് ഒരു അവസരം കൂടെ കൊടുക്കണം. കോപ്പി അടിച്ച് പരീക്ഷയിൽ എഴുതേണ്ട തീരുമാനിക്കുക. അത് നീ ഈ പരീക്ഷ എഴുതണം, നീ ഈ പരീക്ഷ കോപ്പി അടിച്ചു, വേണമെങ്കിൽ പേപ്പർ മേടിച്ചിട്ട് ആൾ ഇറക്കി വിടാം. പക്ഷേ രണ്ട് രീതിയിലും ചിന്തിക്കണം. കാരണം ഒരു പേപ്പർ ഇപ്പം ഡീബാർ ചെയ്ത് ചിലപ്പോൾ കുട്ടിയുടെ ഫ്യൂച്ചർ നഷ്ടപ്പെടാം. പകരം ഒരു പേപ്പർ എടുത്ത് മാറ്റി അത്രയും പ്രശ്നം ഉണ്ടാകത്തില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം നിങ്ങൾ വളരെ പ്രാക്ടിക്കലായിട്ട് ഉത്തരം കൊടുക്കണം, ലീഗലായിട്ടുള്ള ഉത്തരവായിരിക്കണം, പിന്നെ മിനിമൽ ഇഷ്യൂസ് ആയിരിക്കണം. ഇപ്പൊ ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് ഒരു പരീക്ഷ ആ കുട്ടി തോറ്റെന്നിരിക്കും, ആ പേപ്പർ മേടിച്ചു വിട്ട് കഴിഞ്ഞാൽ. പക്ഷെ ഫ്യൂച്ചറിൽ ആ കുട്ടിക്ക് ആ ചിന്തയിൽ ബാക്കി പഠിച്ചെഴുതും. പക്ഷേ ടീച്ചർ വാശി കാണിച്ച് ആ കുട്ടിയെ ഡീബാർ ചെയ്യാൻ ശ്രമിച്ചെന്ത് പറ്റും. അപ്പൊ നിങ്ങൾ കുറച്ചുകൂടെ പ്രാക്ടിക്കലും ലോജിക്കലും ലീഗലും ആയിട്ടുള്ള ഉത്തരങ്ങളാണ് കേസ് സ്റ്റഡീസിൽ എഴുതേണ്ടത്. ഓക്കെ ഞാൻ എൻ്റെ ഓർമ്മയിൽ ഞാൻ പണ്ട് ആദ്യമായിട്ട് പഠിച്ചത് ഐലൻഡ് ഒരു എക്കണോമിക്ക് ഒരു കുറച്ച് മെറ്റീരിയലാണ്. അതാണ് ഞാൻ ആദ്യമായിട്ട് പഠിച്ചത്, എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നാണ് പഠിച്ചത്. ഞാൻ പിന്നെ പ്രിലിംസിന് ശങ്കർ ഗണേഷ് എന്ന് പറഞ്ഞൊരു ബുക്ക് യൂസ് ചെയ്തു. പക്ഷേ നിങ്ങൾക്ക് ഐലൻഡിലെ മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ ഫീൽ ഫൈൻ, നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് എക്കണോമിക്ക് വേറൊരു പുസ്തകത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടുത്തെ നല്ല മെറ്റീരിയലാണ്. ഓക്കെ 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 ഓക്കെ. അപ്പോൾ നിങ്ങളിപ്പോൾ അധികം കണ്ടന്റിനെ പറ്റി ചിന്തിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഈ ഫൗണ്ടേഷനിൽ നിന്ന് നമ്മുടെ സിലബസും പിന്നെ ബേസിക് സാധനങ്ങളും എക്കണോമിയിലൊക്കെ എന്തൊക്കെ പത്രത്തിൽ നിന്നൊക്കെ എന്തൊക്കെ വായിക്കേണ്ടെന്നുള്ള ഐഡിയ ഉണ്ടാക്കി വയ്ക്കും. നിങ്ങൾക്ക് അഡീഷണൽ കണ്ടന്റ് നിങ്ങൾക്ക് കോളേജ് കഴിഞ്ഞ ശേഷം നമുക്ക് നോക്കാം. നിങ്ങളൊരു ബേസിക് ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഓവറായിട്ട് കണ്ടന്റ് നോക്കില്ല കേട്ടോ. അനാവശ്യമായിട്ട് ഇപ്പോൾ കണ്ടന്റ്സ് ഒക്കെ വായിക്കാൻ പോയാൽ നിങ്ങളത് തിരിച്ചടിക്കാനാണ് സാധ്യത. ഓക്കെ. കാരണം ഒരു സംഭവം എന്ന് പറയല്ലേ, നിങ്ങൾ എസെൻഷ്യലി കോളേജ് നല്ല സ്കോർ മേടിക്കണം. നിങ്ങൾ ഇത് നോക്കി ലാസ്റ്റ് കോളേജ് ഇല്ലാണ്ട് അവസ്ഥ വരരുത്. കാരണം അത് നന്നായിട്ട് പഠിക്കണം. അതിൻ്റെ ഒപ്പം നിങ്ങളൊരു വാല്യൂ അഡിഷൻ എന്നുള്ള രീതി മാത്രമേ ഇതിനെ കാണാനുള്ളൂ. ഇപ്പം തന്നെ ഇത് പഠിച്ച് എക്സാം എഴുതാൻ നിങ്ങൾ തേർഡ് ഇയർ ഒക്കെ ആകുമ്പോൾ സീരിയസ് ആയിട്ടൊന്ന് ചിന്തിച്ചാൽ ഇപ്പം നിങ്ങൾ ബേസ് നന്നായിട്ട് സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓക്കെ. അതെ, നിങ്ങൾ എക്സാമിനെ പറ്റി നല്ലൊരു ഐഡിയ. ഇപ്പോൾ ഉദാഹരണത്തിന് പ്രിലിമിനറി എക്സാം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പേപ്പർ GS പേപ്പർ, സെക്കൻഡ് പേപ്പർ സിസാറ്റ് പേപ്പർ, ഇങ്ങനെ 2 പേപ്പർ. സിസാറ്റ് ക്വാളിഫയിങ് ആണ്. ഇപ്പോൾ പലരും മാത്സ് പഠിക്കാൻ വേണ്ടി പ്രത്യേക ട്യൂഷനൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. ശരിക്കും അതിൻ്റെ ആവശ്യമില്ല. ശരിക്കും 40 മാർക്ക് മാത്സും 40 മാർക്ക് ഇംഗ്ലീഷുമാണ്. അപ്പോൾ നമ്മൾ അറിയാത്ത പോർഷൻസ് ഒന്ന് പഠിച്ചാൽ ക്ലിയർ ചെയ്യും. പിന്നെ 66 മാർക്ക് മതി സിസാറ്റിന്. ഈ 66 മാർക്ക് കിട്ടാനായിട്ട് നമ്മൾ വലിയ ട്രെയിനിങ്ങിന് നിന്നും പോകണ്ട. കുറേ ആൾക്കാരെ സിസാറ്റിന് വേണ്ടി കുറേ സമയം ഫോക്കസ് ചെയ്യും. ഫസ്റ്റ് പേപ്പർ അങ്ങ് പോയി കിട്ടും. നിങ്ങളെല്ലാം ബാലൻസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എക്സാമിനെ പറ്റി ഒരു ഐഡിയ ഉള്ളവരാണെങ്കിൽ ഇതിൻ്റെ ആവശ്യം ഉണ്ടാകത്തില്ല, നന്നായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ കാര്യം നന്നായിട്ട് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളിപ്പം ബേസ് നന്നായിട്ട് സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ സിലബസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കറണ്ട് അഫയേഴ്സ് എങ്ങനെ ഡീൽ ചെയ്യണം, ഇതൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ ഫൗണ്ടേഷൻ കോഴ്സിൽ നിന്ന് നന്നായിട്ട് മനസ്സിലാക്കി എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ബാക്കിയെല്ലാം വരുന്ന വഴിക്ക് നോക്കാം. നിങ്ങൾ ആദ്യം ഓവറായിട്ട് ചിന്തിച്ച് പലരും ഇപ്പോൾ ടോപ്പേഴ്സ് ഒക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ ടോപ്പേഴ്സ് ക്ലിയർ ചെയ്യുന്ന ഒരു ഫേസിനെ പറ്റിയാണ് പറയുന്നത്. കോളേജിൽ പഠിക്കുമ്പോൾ ഈ പറഞ്ഞ ടോപ്പേഴ്സ് പലരും ഇത്രയും നന്നായിട്ട് ചിന്തിച്ചൊന്നും ഉണ്ടാവത്തില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അവരുടെ ഫൈനൽ സ്റ്റേജിനെ പറ്റി സംസാരിക്കുന്നത്. നിങ്ങൾ ഇനീഷ്യൽ സ്റ്റേജിൽ പയ്യെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ ഇമ്പ്രൂവ് ആകുക എന്നുള്ളതാണ്. നിങ്ങൾ ഇന്ന് ഇപ്പം ഫസ്റ്റ് കോഴ്സിന് ജോയിൻ ചെയ്തു, 1 മന്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ് വരും, 2 മന്ത് കഴിയുമ്പോൾ ഇമ്പ്രൂവ്മെന്റ് വരും. ആ ഇമ്പ്രൂവ്മെന്റിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓവറായിട്ട് ഒന്നും ഇപ്പോൾ ചിന്തിക്കേണ്ട. ഒരുപാട് കണ്ടന്റ് വായിക്കണ്ടേ, ഒരുപാട് ഉത്തരങ്ങൾ എഴുതണ്ടേ, മനസ്സിൽ വേണം, പക്ഷെ അതിനെപ്പറ്റി ടെൻഷൻ അടിക്കരുത്. പ്രിപ്പറേഷൻ സമയത്തുള്ള ഒരു ആറ്റിറ്റ്യൂഡിനെ പറ്റിയാണ് ചോദ്യം. പ്രിപ്പറേഷൻ സമയത്ത് എന്ത് ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം എന്നുള്ളത്. ഫസ്റ്റ്, ഇപ്പം നമ്മുടെ ഒരു ഫ്രണ്ടോ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും പറഞ്ഞു തന്നാൽ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യം നമുക്ക് വേണം. പിന്നെ അത് റിഫൈൻ ചെയ്തെടുക്കണം. ഇപ്പം ഒരു ഫ്രണ്ട് ഞാൻ പറയും, ഇപ്പോൾ ഒരു ഫ്രണ്ട് എന്നോട് ഒന്ന് പറഞ്ഞു, എടാ നിന്റെ എത്തിക്സ് കൊള്ളത്തില്ല, നീ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഞാൻ അതൊന്ന് ചിന്തിക്കണം, റീതിങ്ക് ചെയ്യണം. പക്ഷെ അത് ഫോളോ ചെയ്യരുത്. റീതിങ്ക് ചെയ്തിട്ട് തോന്നണം എൻ്റെ എത്തിക്സ് എഴുതുന്നതിന് വല്ല പ്രശ്നമുണ്ടോ. അത്തരത്തിൽ അഡ്വൈസുകളോട് പോസിറ്റീവ് അപ്രോച്ച് കാണിക്കണം. ഇപ്പം നിങ്ങളൊരു ഫ്രണ്ട് വന്നിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരൊക്കെ വന്നിട്ട് പറയും ഇതൊന്ന് ശ്രദ്ധിക്കാൻ പറയണം. ഞാനത് ശ്രദ്ധിക്കുമായിരുന്നു. ഇപ്പം എനിക്ക് താല്പര്യമില്ലാത്ത ആളുകളാണെങ്കിൽ പോലും എന്തെങ്കിലും സജഷൻ തന്നാൽ ഞാനൊന്ന് ചിന്തിച്ച് നോക്കും, ഈ സംഭവം നല്ലതാണ്. അപ്പം നിങ്ങൾക്കൊരു കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ക്വാളിറ്റി നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് UPSC പ്രിപ്പറേഷൻ. എന്തൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടല്ലേ. ഓക്കെ ഓക്കെ. തേർഡ് ഇയർ ആയിട്ടുള്ള ഒരാൾക്ക് നെക്സ്റ്റ് ഇയർ എന്ത് ചെയ്യണമെന്നാണ് ചോദ്യം. അപ്പോൾ തേർഡ് ഇയർ ആകുമ്പോൾ ഇപ്പോൾ ഇഗ്നൈറ്റ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ബേസിക് മനസ്സിലാക്കുക. അതിനുശേഷം കോളേജ് കഴിഞ്ഞ ശേഷം ജോയിൻ ചെയ്താൽ മതിയായിരിക്കും.
കാരണം PCM ഇതിൻ്റെ ഒരു കുറച്ചുകൂടെ അഡീഷണൽ വെർഷനാണ്. അതായത് ഇപ്പം നമ്മളിപ്പം ബേസ് കാര്യങ്ങളാണ് ഈ പറഞ്ഞ ഫൗണ്ടേഷൻ കോഴ്സിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടും UPSC എഴുതാൻ തൊട്ടടുത്ത വർഷം എഴുതുന്ന രീതിയിലായിരിക്കും PCM കോഴ്സ് വരുന്നത്. അപ്പം ഈ വർഷം ഈ ബേസ് ഉണ്ടാക്കിയിട്ട് അടുത്ത വർഷം PCM കോഴ്സിന് ജോയിൻ ചെയ്താൽ മതിയായിരിക്കും. ഒരു കുറച്ച് സമയം സ്പെൻഡ്, ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ കോളേജ് കഴിഞ്ഞൊക്കെ UPSC എക്സാം എഴുതാൻ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതായത് നമ്മൾ എന്താണ് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാതെയാണ് ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതാൻ പോകുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു കോളേജ് കഴിഞ്ഞ് ഒരു PCM കോഴ്സ് ചെയ്തിട്ട് എഴുതുന്നതായിരിക്കും നല്ലത്. അത് കഴിഞ്ഞ് PCM ജോയിൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ PCMന് ജോയിൻ ചെയ്താൽ നമുക്ക് കോളേജിലെ പഠിത്തം തന്നെ നടക്കത്തില്ല. ഓക്കെ, അപ്പം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ഒരു സമയമായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു 1-2 ചോദ്യം കൂടെ ചോദിച്ചാൽ നമുക്ക് നിർത്താം. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ശരിക്കും അങ്ങനെ ഒരു PCM ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ശരിക്കും ആൻസർ റൈറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടാണ്. നിങ്ങൾ PCM ജോയിൻ ചെയ്താണ് നല്ലതാണ്, കാരണം ഒരു പ്രോപ്പർ ഗൈഡൻസ് എപ്പോഴും നല്ലതാണ്. എനിക്കതിനെപ്പറ്റി ധാരണ ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ ജോയിൻ ചെയ്തില്ലായിരുന്നു. ഓക്കെ, ചോദിച്ചോളൂ. ചിലപ്പം ഈ PCM പോലത്തെ ഒരു കോഴ്സ് ജോയിൻ ചെയ്യുന്നത് 1, 2, 3 അതൊക്കെ അപ്പൊ എങ്ങനെയായിരുന്നു? പക്ഷേ സിലബസ് നോക്കി തന്നെ പഠിക്കുമായിരുന്നു. ശരിക്കും നമ്മുടെ സിലബസ് ഓറിയന്റഡ് ആയിട്ടാണ് ക്ലാസ് നടക്കുന്നത്. സിലബസും പ്രീവിയസ് ക്വസ്റ്റൻ ഓറിയന്റഡ്. നമ്മളത് റെഗുലർലി ഫോളോ ചെയ്താൽ തന്നെ ഓക്കെയാണ്. ക്ലാസ് ആ രീതിക്ക് നടക്കുന്നത് കേട്ടോ. ക്ലാസ് ഇപ്പം പറഞ്ഞു, ഞാൻ ശരിക്കും എൻ്റെ ഒരു ഡൈവേഴ്സ് രീതിയായിരുന്നു. കാരണം നമ്മൾ അന്ന് ഇത്രയും ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയും ചിന്തിച്ചിട്ടില്ല. ഞാൻ ചുമ്മാ കുറെ എഴുതി, അതിനുശേഷം ഒരു മെയിൻസ് എഴുതാൻ വേണ്ടി ഒരു ടെസ്റ്റ് സീരീസ് എഴുതിയപ്പോഴാണ്. അതിനുശേഷമാണ് ഞാൻ ഒരു PCM എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്തിട്ടില്ല, ഒരു പ്രോപ്പർ കോച്ചിങ് എടുത്തിട്ടില്ല. ഞാൻ ആൻസർ റൈറ്റിങ്ങിലൂടെ മുന്നോട്ട് വന്നിട്ട് പിന്നെ അവസാനം ടെസ്റ്റ് സീരീസുകൾക്കാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഹെൽപ്പ് മേടിച്ചത്. അതും ഫൈൻ കാര്യമാണ്, പക്ഷേ ഞാൻ അത്ര പ്രിഫർ ചെയ്യുന്നില്ല. കാരണം ഒരുപാട് അതുകൊണ്ട് എനിക്ക് ഒത്തിരി സമയം എടുക്കേണ്ടി വന്നത്. ഞാൻ നേരത്തെ തന്നെ മര്യാദയ്ക്ക് ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു. ഓക്കെ, നമുക്കൊന്ന് വേറെ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്തായാലും ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. സോ എല്ലാവരും നേരത്തെ പറഞ്ഞൊന്ന് ബ്രീഫ് ചെയ്യുവാണ്. നിങ്ങളെല്ലാം സിലബസ് അനുസരിച്ച് പഠിക്കുക. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. മിനിമം മെറ്റീരിയൽ, മാക്സിമം റിവിഷൻ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഈ ഫൗണ്ടേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഓവറായിട്ട് മെറ്റീരിയൽസിലോട്ടൊന്നും ചിന്തിക്കേണ്ട. ഏറ്റവും സിമ്പിളായിട്ട് കാണുക പ്രിപ്പറേഷനെ. പിന്നെ ഒരു റിസൾട്ടിന് വേണ്ടി മാത്രം ഇതിനെ പ്രിപ്പറേഷനെ കാണരുത്. നിങ്ങൾക്ക് ഒത്തിരി ഇപ്പം പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, സിവിൽ സർവീസ് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ സമയം പോയി എന്നൊക്കെ പറയും. നിങ്ങൾക്ക് അതിൻ്റെ സമയത്ത് വേറെ എന്തെങ്കിലും കാര്യം ചെയ്തുകൂടെ? ഇതിന് ഭയങ്കര കോമ്പറ്റീഷൻ ആണെന്നൊക്കെ സത്യമാണ്. പക്ഷെ അത്രയും കോമ്പറ്റീഷനിലേക്ക് നിങ്ങൾ ഇൻക്ലൂഡ് ആയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന മാറ്റം നമുക്കൊരിക്കലും വേറെ ഒരു കാര്യത്തിൽ നിന്നും കിട്ടാത്ത മാറ്റം UPSC പ്രിപ്പറേഷനിൽ നിന്ന് കിട്ടും. സോ നിങ്ങൾക്ക് അത്തരത്തിലും ഒരുപാട് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ അതെല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്കൊക്കെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റട്ടെ. ഓക്കെ ഓക്കെ. ഓക്കെ, ഞാൻ ഒരുപാട് PSC എക്സാം എഴുതിയിട്ടും എന്തുകൊണ്ടാണ് PHC തന്നെ കണ്ടിന്യൂ ചെയ്യുന്നത് പറഞ്ഞാൽ, എൻ്റെ ജോലി ലാസ്റ്റ് ഗ്രേഡ് പൊസിഷനായിരുന്നു. ഇവിടെ ലാസ്റ്റ് ഗ്രേഡ് എന്ന് പറഞ്ഞ ഓഫീസിൽ. അപ്പം ലാസ്റ്റ് ഗ്രേഡ് പൊസിഷന് റെസ്പോൺസിബിലിറ്റി വളരെ കുറവാണ്. അപ്പം സംഭവം എനിക്ക് അവിടെ നിന്ന് പഠിക്കാൻ സമയമുണ്ട്. കാരണം ഇതൊരു ഐസൊലേറ്റഡ് ലൊക്കേഷൻ നിൽക്കുന്ന ഒരു PC ആണ്. അപ്പം ഒത്തിരി ആൾ വന്നാൽ പോലും നമ്മുടെ ഓഫീസ് ഡ്യൂട്ടിക്ക് അത്ര പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഓഫീസ് ഡ്യൂട്ടിയിൽ ഒരുപാട് സമയം കിട്ടും നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പം ആ ഒരു റീസൺ ആണ്. അതായത് എൻ്റെ ഡ്രീം സിവിൽ സർവീസ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ആ സിവിൽ സർവീസ് ക്ലിയർ ചെയ്യാനൊരു സമയം കിട്ടാൻ വേണ്ടി, അപ്പം സാലറി കുറവാണ്, റെസ്പെക്ട് കുറവാണ്, പക്ഷെ സ്റ്റിൽ എന്നെ സംബന്ധിച്ചിടത്തോളം കംഫർട്ടബിൾ ആയിട്ട് എൻ്റെ പ്രിപ്പറേഷൻ കൊണ്ടുപോവുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ് ഞാനൊരു PHCയിൽ കണ്ടിന്യൂ ചെയ്തത്. അപ്പോൾ ഓക്കെ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് ഇനി എന്തെങ്കിലും ഒരു ദിവസം ഇങ്ങനെ മീറ്റ് ചെയ്യാം. ശരി എന്നാൽ ബൈ, താങ്ക് യു.